Hello everyone, Sahakari Race Plus Junior Accountant Company Law ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നലത്തെ ക്ലാസ്സിൽ അല്ലെങ്കിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു കൈൻഡ്സ് ഓഫ് കമ്പനി ആയിരുന്നു അല്ലെങ്കിൽ ടൈപ്സ് ഓഫ് കമ്പനീസ് ആയിരുന്നു അല്ലേ. നമ്മളതിൽ ഡിഫറെൻറ്റ് ടൈപ്സ് കണ്ടിരുന്നു. ഓൺ ദ ബേസ് ഓഫ് ഇൻകോർപ്പറേഷൻ, ഓൺ ദ ബേസിസ് ഓഫ് ലയബിലിറ്റി, ഓൺ ദ ബേസിസ് ഓഫ് പ്ലേസ് ഓഫ് രജിസ്ട്രേഷൻ, അതർ കമ്പനീസ്, ഓൺ ദ ബേസ് ഓഫ് കൺട്രോൾ. അപ്പോൾ അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കമ്പനീസ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഓൺ ദ ബേസിസ് ഓഫ് രജിസ്ട്രേഷനിൽ നമുക്ക് വരുന്നതായിരുന്നു എന്ത്, 1% കമ്പനി, പബ്ലിക് കമ്പനി, പ്രൈവറ്റ് കമ്പനി. അപ്പോൾ പബ്ലിക് കമ്പനി എന്താണ്, പ്രൈവറ്റ് കമ്പനി എന്താണെന്നുള്ളത് ബ്രീഫായിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പബ്ലിക് കമ്പനിയുടെ ഫീച്ചേഴ്സ്, പ്രൈവറ്റ് കമ്പനിയുടെ ഫീച്ചേഴ്സ്, പബ്ലിക് കമ്പനിയും പ്രൈവറ്റ് കമ്പനിയും തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് നമ്മൾ ഇന്ത്യയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നല്ലെങ്കിൽ കൂടുതലായിട്ട് കണ്ടുവരുന്ന മെജോറിറ്റി ഓഫ് കമ്പനീസ് ഈ രണ്ട് കാറ്റഗറിയിലാണ്, പബ്ലിക് അല്ലെങ്കിൽ പ്രൈവറ്റ് കമ്പനി എന്ന് പറയുന്ന കാറ്റഗറിയിലാണ്. അതുകൊണ്ടാണ് നമ്മൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ പബ്ലിക് കമ്പനി. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്, പക്ഷേ നമ്മൾ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ പബ്ലിക് കമ്പനി എന്താണ്? പബ്ലിക് കമ്പനിയുടെ സെക്ഷൻ അക്കോർഡിംഗ് ടു സെക്ഷൻ 2 സബ്സെഷൻ 71 പറഞ്ഞിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ അക്കോർഡിംഗ് ടു സെക്ഷൻ 2 സബ്സെഷൻ 71 ഓഫ് ഇന്ത്യൻ കമ്പനീസ് ആക്ട് 2013 എന്ത് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്? പബ്ലിക് കമ്പനീസ് എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറി ഡിഫൈൻ ചെയ്തിരിക്കുന്ന സെക്ഷൻ 2 സബ്സെഷൻ 71 ഓഫ് ഇന്ത്യൻ കമ്പനീസ് ആക്ട് 2013. എ പബ്ലിക് കമ്പനി മീൻസ്, ഓക്കെ, പബ്ലിക് കമ്പനി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് നോട്ട് എ പ്രൈവറ്റ് കമ്പനി. ഫസ്റ്റ് വൺ എന്താണ്? അതൊരു പ്രൈവറ്റ് കമ്പനി കാറ്റഗറിയിലല്ല പെടുന്നത്. And has a minimum paid up share capital of 5 lakh rupees. Minimum paid up capital എത്രയായിരിക്കും? 5 lakh rupees ആയിരിക്കും. And higher paid up capital as may be prescribed. പ്രിസ്ക്രൈബ് ചെയ്യുന്ന എമൗണ്ട് വരെ എന്താണ്? ഹയർ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ വരെ ഉണ്ടാവാം. പക്ഷെ മിനിമം എത്ര രൂപ ക്യാപിറ്റൽ ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ പബ്ലിക് സെക്ടർ കമ്പനീസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ? 5 lakh rupees. ഓക്കെ, മിനിമം 5 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ 5 ലക്ഷം രൂപ മിനിമം ഉള്ള ക്യാപിറ്റൽ ഉള്ള കമ്പനീസിന് മാത്രമേ പബ്ലിക് കമ്പനി ആയിട്ട് രജിസ്റ്റർ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, 2015 വന്ന അമെൻമെൻറ്റിൽ ഈ എമൗണ്ട് പറയുന്നില്ല. പക്ഷേ ആസ് പെർ 2013 നമ്മൾ എന്താണ് ഇപ്പോഴും മിനിമം ആ ഒരു പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് 5 lakh ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, സോ പബ്ലിക് കമ്പനി എന്താണ്? അതൊരു പ്രൈവറ്റ് കമ്പനി എന്ന് പറയുന്ന കാറ്റഗറിയിൽ ആവാൻ പാടില്ല. ദെൻ ഇറ്റ് ഷുഡ് ഹാവ് എ മിനിമം പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ഓഫ് 5 lakh rupees. ഇപ്പോൾ 4 lakh rupees മാത്രം കയ്യിൽ വെച്ചിട്ട് ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ഒരിക്കലും എന്തായിട്ട് രജിസ്ട്രേഷൻ എടുക്കാൻ പറ്റില്ല? ഒരു പബ്ലിക് കമ്പനി എന്ന് പറയുന്ന കാറ്റഗറിയിൽ രജിസ്ട്രേഷൻ എടുക്കാനായിട്ട് സാധിക്കില്ല. പബ്ലിക് കമ്പനി ആവണമെന്നുണ്ടെങ്കിൽ മിനിമം അവരുടെ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ 5 lakh rupees ആവണം. And a company which is subsidiary of a public company shall be deemed to be a public company even where such company continues to be a private company. ഇതും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ്? പബ്ലിക് കമ്പനിയുടെ സബ്സിഡിയറി ആണെങ്കിൽ എന്താണ്? പബ്ലിക് കമ്പനിയുടെ സബ്സിഡിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പബ്ലിക് കമ്പനിക്ക് 51% അല്ലെങ്കിൽ 50% കൂടുതൽ ഷെയർ ഹോൾഡിംഗ് ഉണ്ടെങ്കിൽ അത്തരം കമ്പനീസിനെയാണ്, ഏത് കമ്പനിയിലാണോ അത്തരം എന്താ പറയുക 50% കൂടുതൽ ഹോൾഡിങ്സ് വരുന്നത് ആ ഒരു കമ്പനീനെയാണ് നമ്മൾ സബ്സിഡിയറി എന്ന് പറയുക. സപ്പോസ് ABC എന്ന് പറയുന്ന പബ്ലിക് കമ്പനി, ഓക്കെ, ABC എന്ന് പറയുന്നത് ഒരു പബ്ലിക് കമ്പനിയാണ്. ABCക്ക് PQ എന്ന് പറയുന്ന കമ്പനിയിൽ 55% ഷെയർ ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, ABC എന്ന് പറയുന്ന പബ്ലിക് കമ്പനിക്ക് PQ എന്ന് പറയുന്ന കമ്പനിയിൽ 55% ഷെയർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ്? ABC ഹോൾഡിംഗ് കമ്പനിയും PQ എന്ന് പറയുന്നത് എന്താവും? സബ്സിഡിയറിയും ആയിരിക്കും അല്ലേ. അപ്പം ആക്ച്വലി നമ്മുടെ PQ രജിസ്റ്റേർഡ് ആസ് എ പ്രൈവറ്റ് കമ്പനി ആയിരുന്നു. ഓക്കെ, ആക്ച്വലി PQ കമ്പനി ഒരു പ്രൈവറ്റ് കമ്പനി ആയിട്ടാണ് രജിസ്റ്റർ ചെയ്തത്. പക്ഷെ പിന്നീടാണ് ABCക്ക് എന്ത് വരുന്നത്? ABC എന്ന പബ്ലിക് കമ്പനിക്ക് 55% ഷെയർ ഹോൾഡിങ്സ് വരുന്നത്. ആ ഒരു ഷെയർ ഹോൾഡിംഗ് അല്ലെങ്കിൽ ആ ഒരു ഹോൾഡിംഗ് സബ്സിഡിയറി റിലേഷൻഷിപ്പിന് ശേഷം PQവിനെയും എന്തായിട്ടാണ് കൺസിഡർ ചെയ്യുക? പബ്ലിക് കമ്പനി ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മുടെ കമ്പനി അതിനൊരു ഹോൾഡിംഗ് കമ്പനി ഉണ്ട്. ആ ഹോൾഡിംഗ് കമ്പനി പബ്ലിക്കിലാണ്, പബ്ലിക് കമ്പനി ആയിട്ടാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ നമ്മുടെ കമ്പനി, അതായത് നമ്മുടെ സബ്സിഡിയറി കമ്പനി എന്തായിട്ടാണ് കൺസിഡർ ചെയ്യുക? പബ്ലിക് കമ്പനി ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ 3 കാറ്റഗറിയിൽ വരുന്ന കമ്പനീസിനെയാണ് നമ്മൾ പബ്ലിക് കമ്പനി എന്ന്
പറയുന്നത്. ഓക്കെ, പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എത്രയാണ്? മിനിമം 5 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു കമ്പനീനെ നമ്മൾ പബ്ലിക്കായിട്ട് നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റുള്ളൂ. അതേപോലെ നമ്മൾ പറഞ്ഞിരുന്നു ഗവൺമെൻറ് കമ്പനിയും പബ്ലിക് കമ്പനിയും തെറ്റിപ്പോകരുത്. പബ്ലിക് കമ്പനി കേൾക്കുമ്പോൾ ഗവൺമെൻറ് കമ്പനി ആണെന്ന് തെറ്റിദ്ധരിക്കരുത്, ഇത് രണ്ടും രണ്ടാണ്. ഓക്കെ, ഇപ്പോൾ എന്താണ്, ഒരു പ്രൈവറ്റ് പാർട്ടീസിന് അവരുടെ കമ്പനി വേണമെങ്കിൽ പബ്ലിക് കമ്പനി ആയിട്ട് രജിസ്റ്റർ ചെയ്യാം. അവിടെ ഗവൺമെൻറ് ആവണം എന്നില്ല അതിൻ്റെ കൺട്രോളും കാര്യങ്ങളും. ഗവൺമെൻറ് കൺട്രോൾ ചെയ്യുന്ന അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ വരുന്ന കമ്പനീസിന് നമ്മൾ ഗവൺമെൻറ് കമ്പനി എന്നാണ് പറയുക. ഇറ്റ്സ് നോട്ട് പബ്ലിക് കമ്പനി. ഓക്കെ, ദെൻ ഫീച്ചേഴ്സ് ഓഫ് പബ്ലിക് കമ്പനി. പബ്ലിക് കമ്പനിയുടെ ഫീച്ചേഴ്സ് നോക്കാം. മിനിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് എത്രയാണ്? മിനിമം 7 പേരെങ്കിലും ഉണ്ടെങ്കിൽ, ഓക്കെ, 7 persons, മിനിമം 7 പേരെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു കമ്പനി പബ്ലിക് കമ്പനി ആയിട്ട് രജിസ്റ്റർ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ പബ്ലിക് കമ്പനിയാണ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ, പബ്ലിക് കമ്പനിയുടെ ബെനിഫിറ്റ്സ് എൻജോയ് ചെയ്തുകൊണ്ടുള്ള ഒരു കമ്പനി സിസ്റ്റമാണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുണ്ടെങ്കിൽ മിനിമം എത്ര പേര് അവിടെ ഉണ്ടായിരിക്കണം? 7 പേരെങ്കിലും ഉണ്ടെങ്കിൽ ആ ഒരു കമ്പനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ആൻഡ് ദ മാക്സിമം നമ്പർ ഓഫ് മെമ്പർ ഈസ് അൺലിമിറ്റഡ്. മാക്സിമം നമ്പർ എത്രയാണ്? അൺലിമിറ്റഡ് ആണ്. പബ്ലിക് കമ്പനിയിൽ യാതൊരു തരത്തിലുള്ള റെസ്ട്രിക്ഷൻസും ഇല്ല. ഓക്കെ, ദ ഷെയർസ് ഓഫ് ദ പബ്ലിക് കമ്പനി ആർ ഫ്രീലി ട്രാൻസ്ഫറബിൾ. എന്താണ്? നമ്മുടെ പബ്ലിക് കമ്പനിയിലെ ഷെയർസ് ഫ്രീലി ട്രാൻസ്ഫറബിൾ ആണ്. യാതൊരു തരത്തിലുള്ള റെസ്ട്രിക്ഷൻസും അവിടെ ഇല്ല. ഷെയർ ട്രാൻസ്ഫർ റിലേറ്റഡ് ആയിട്ട് റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ല. ഇപ്പം എനിക്ക് പർച്ചേസ് ചെയ്യാൻ തോന്നിയാൽ പർച്ചേസ് ചെയ്യാം, സെയിൽ ചെയ്യാൻ തോന്നിയാൽ സെയിൽ ചെയ്യാം. അവിടെ യാതൊരു തരത്തിലുള്ള റെസ്ട്രിക്ഷൻസും ഇല്ല. Then a public company can issue shares and debentures to the public subject to the necessary approval from the regulator. എന്താണ് നമ്മുടെ അപ്രൂവൽ? റെഗുലേറ്ററുടെ കയ്യിൽ നിന്ന് അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റും? പബ്ലിക്കിന് ഷെയർസോ ഡിബഞ്ചേഴ്സോ എന്ത് വേണമെങ്കിലും ഇഷ്യൂ ചെയ്യാനായിട്ടുള്ള ഒരു റൈറ്റ് പബ്ലിക് കമ്പനിക്ക് ഉണ്ട്. Okay, then it can issue a prospectus inviting the public to purchase its shares. പ്രോസ്പെക്ടസ് എന്താണെന്നുള്ളതും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. എന്താണ്? പബ്ലിക്കിന് ഇൻവിറ്റേഷൻ കൊടുക്കുകയാണ് അല്ലേ. പ്രോസ്പെക്ടസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഇൻവിറ്റേഷൻ ആണ്. പബ്ലിക്കിന് നമ്മൾ ഇൻഫോം ചെയ്യാണ് കമ്പനിക്ക് ഇന്ന ഷെയർസ് ഉണ്ട്, കമ്പനി അത് വിൽക്കാനായിട്ട് പോകുന്നുണ്ട്, അല്ലെങ്കിൽ ഇത്ര രൂപയ്ക്കാണ് നമ്മളത് വിൽക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്നുള്ള എല്ലാ ഇൻഫർമേഷൻസും എന്താണ്, അത് പബ്ലിക്കുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു മീഡിയമാണ് എന്ത് പറയുന്നത്? പ്രോസ്പെക്ടസ് എന്ന് പറയുന്നത്. അപ്പോൾ പബ്ലിക് കമ്പനീസിന് മാത്രമാണ് ഇത്ര ഫ്രീ ആയിട്ട് എന്ത് ചെയ്യാൻ സാധിക്കുള്ളൂ? ഷെയർസോ ഡിബഞ്ചേഴ്സോ ഒക്കെ പബ്ലിക്കിന് ഇഷ്യൂ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ പബ്ലിക് കമ്പനീസിന് എന്തിനുള്ള റൈറ്റ് ഉണ്ട്? ഈ പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യാനായിട്ടുള്ള റൈറ്റ് ഉണ്ട്. എന്താണ് പ്രോസ്പെക്ടസ്? ഇറ്റ് ഈസ് എൻ ഇൻവിറ്റേഷൻ ടു ദി പബ്ലിക്. പബ്ലിക്കിനുള്ള ഇൻവിറ്റേഷൻ ആണ് ഫോർ ദി പർപ്പസ് ഓഫ് പർച്ചേസിങ് ഷെയർസ് ഓർ ഡിബഞ്ചേഴ്സ്. ഷെയർസോ ഡിബഞ്ചേഴ്സോ പർച്ചേസ് ചെയ്യാനുള്ള ഇൻവിറ്റേഷൻ ആണ്. ഓക്കെ, അപ്പോൾ അത് ആരാണ് ഇഷ്യൂ ചെയ്യുക? പബ്ലിക് കമ്പനീസിന് മാത്രമാണ് പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യാനായിട്ടുള്ള അധികാരം എന്ന് പറയുന്നത്. Then a public company has a large number of shareholders, wider capital base and large scale of operation compared with a private company. എന്താണ്? പ്രൈവറ്റ് കമ്പനിയുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് പബ്ലിക് കമ്പനിയുടെ ആ ഒരു സ്കെയിൽ ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് കുറച്ച് കൂടുതലായിരിക്കും, അല്ലെങ്കിൽ കുറച്ചുകൂടി ഹ്യൂജ് ആയിരിക്കും. കാരണം എന്താണ്? ഇവിടെ മിനിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് തന്നെ 7 ആണ്. അപ്പോൾ ക്യാപിറ്റലും അതേപോലെ എന്താണ്? മിനിമം 5 lakh ക്യാപിറ്റലാണ് പറയുന്നത്. പ്രൈവറ്റിൽ എത്രയായിരുന്നു? മിനിമം 1 lakh ആയിരുന്നു അല്ലേ. അപ്പോൾ ആ ഒരു ഡിഫറൻസ് എല്ലാം തന്നെ ആ ഒരു ഓപ്പറേഷൻ്റെ അല്ലെങ്കിൽ ആ ഒരു സ്കെയിൽ ഓഫ് ഓപ്പറേഷൻ്റെ ആ ഒരു സൈസിലും നമുക്ക് ആ ഒരു ഡിഫറൻസ് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ എപ്പോഴും എന്താണ്? പബ്ലിക് കമ്പനീസിൻ്റെ റേഞ്ച് ഓഫ് ഓപ്പറേഷൻസ് ആയിരിക്കും പ്രൈവറ്റ് കമ്പനീനേക്കാളും കുറച്ചും കൂടി വൈഡർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ്. മിക്ക ഫീച്ചേഴ്സും നമ്മളിതുപോലെ കൈൻഡ്സ് പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുള്ളതായിരുന്നു. ഓക്കെ, ദെൻ നമുക്ക് വരുന്നതാണ് പ്രൈവറ്റ് കമ്പനി. ഓക്കെ, പബ്ലിക് കമ്പനി എന്താണെന്ന് നമ്മൾ നോക്കി, പബ്ലിക് കമ്പനിയുടെ ഫീച്ചേഴ്സ് നോക്കി. നെക്സ്റ്റ് നമുക്ക് വരുന്നതാണ് പ്രൈവറ്റ് കമ്പനി. ഏതാണ് പ്രൈവറ്റ് കമ്പനിയുടെ സെക്ഷൻ? സെക്ഷൻ 2 സബ്സെഷൻ 68. സെക്ഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അതുകൊണ്ടാണ് റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ കമ്പനീസ് ആക്ട് 2013 സെക്ഷൻ 2 സബ്സെഷൻ 68 പ്രൈവറ്റ് കമ്പനി എന്താണെന്നുള്ളത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. എ പ്രൈവറ്റ് കമ്പനി മീൻസ് കമ്പനി ഹാവിംഗ് മിനിമം പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ഓഫ് 1 lakh rupees. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മനസ്സിലായില്ലേ, പബ്ലിക് കമ്പനിയിൽ നിന്ന് പ്രൈവറ്റ് കമ്പനീനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന ഒന്നാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് എന്താണ്? പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ആണ്. കാരണം
പബ്ലിക് കമ്പനിയിൽ മിനിമം 5 ലക്ഷം രൂപ ഉണ്ടെങ്കിലേ നമുക്ക് പബ്ലിക് കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതേസമയം പ്രൈവറ്റ് കമ്പനി ആണെന്നുണ്ടെങ്കിലോ അവിടെ 1 lakh rupees ആണ് മിനിമം പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ വേണ്ടത്. ഹയർ മാക്സിമം എമൗണ്ട് എന്ന് പറയുന്നത് പ്രിസ്ക്രൈബ് ചെയ്യുന്ന അവരുടെ ആർട്ടിക്കിൾസിലോ മെമ്മോറാണ്ടത്തിലോ പ്രിസ്ക്രൈബ് ചെയ്യുന്ന എമൗണ്ട് വരെ അവർക്ക് മാക്സിമം എടുക്കാം. പക്ഷെ മിനിമം എത്ര രൂപ ഉണ്ടാവണം? 1 lakh rupees ഉണ്ടെങ്കിൽ മാത്രമേ ഒരു പ്രൈവറ്റ് കമ്പനി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. റെസ്ട്രിക്ട്സ് ദ റൈറ്റ് ടു ട്രാൻസ്ഫർ ഷെയർ. അപ്പോൾ പബ്ലിക് കമ്പനിയിൽ പറഞ്ഞതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇവിടെ എന്താണ്? ട്രാൻസ്ഫർ ഓഫ് ഷെയർസ് ആർ റെസ്ട്രിക്റ്റഡ്. ഇവിടെ എന്താണ്? പ്രൊഹിബിറ്റഡ് അല്ല, റെസ്ട്രിക്റ്റഡ് ആണ്. ഒരിക്കലും ഷെയർസോ ഡിബഞ്ചേഴ്സോ ഒന്നും ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കില്ല എന്നല്ല. അവിടെ എന്താണ്? ചില റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അപ്പോൾ ചില ലീഗൽ ഫോർമാലിറ്റീസ് ഉണ്ട്. അത് ഫുൾഫിൽ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അത് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ മാത്രമേ ഷെയർസും കാര്യങ്ങളും ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ അതാണ് റെസ്ട്രിക്റ്റഡ് ആണ്, പക്ഷെ പ്രൊഹിബിറ്റഡ് അല്ല. ഓക്കെ, പ്രൈവറ്റിൽ എന്തല്ല? പ്രൊഹിബിറ്റഡ് അല്ല, പക്ഷെ റെസ്ട്രിക്റ്റഡ് ആണ്. ഷെയർസിൻ്റെ ട്രാൻസ്ഫർ റെസ്ട്രിക്റ്റഡ് ആണ്. പബ്ലിക്കിലെ പോലെ ഒരു ഫ്രീ ട്രാൻസ്ഫർ നമുക്ക് എവിടെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല? പ്രൈവറ്റ് കമ്പനീസിൽ എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റില്ല. എക്സെപ്റ്റ് ഇൻ കേസ് ഓഫ് 1 person കമ്പനി ലിമിറ്റ്സ് ദ നമ്പർ ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ് ടു 200 persons. എന്താണ്? 1 person കമ്പനീനെ കൂടാതെ മറ്റ് പ്രൈവറ്റ് കമ്പനീസിൻ്റെ മാക്സിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് എത്രയാണ്? 200 ആണ്. അതെന്താണ് 1 person കമ്പനീനെ എക്സെപ്ഷൻ കൊടുക്കുന്നതിന് കാരണം? കാരണം 1 person കമ്പനിയിൽ അങ്ങനെ ഒരു മാക്സിമം ലിമിറ്റ് മിനിമം ലിമിറ്റ് എന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. കാരണം എന്താണ്? 1 person കമ്പനിയാണ് അല്ലേ, ഒരു പേഴ്സൺ മാത്രമേ അവിടെ ഉണ്ടാകാൻ പാടുള്ളൂ. അപ്പോൾ അവിടെ എന്താണ്? മാക്സിമം 200 എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഒരിക്കലും പറ്റില്ല. അതുകൊണ്ടാണ് 1 person കമ്പനീനെ എക്സംപ്റ്റഡ് ആയിട്ട് പറയുന്നത്. മറ്റ് പ്രൈവറ്റ് കമ്പനീസ് അല്ലെങ്കിൽ പ്രൈവറ്റ് കമ്പനീസ് ആയിട്ട് രജിസ്റ്റർ ചെയ്യുന്ന എല്ലാ കൈൻഡ്സ് ഓഫ് കമ്പനീസിലും മാക്സിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 200 ആയിരിക്കും. അതിൽ കൂടുതലാവാനായിട്ട് പാടില്ല. അതിൽ കൂടുതലാവണം എന്നുണ്ടെങ്കിൽ അവരാരായിരിക്കണം? പബ്ലിക് കമ്പനി ആയിരിക്കണം. പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ മാക്സിമം 200 വരെ മാത്രമേ മെമ്പേഴ്സിനെ അലൗ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, then provided that where 2 or more persons hold 1 or more share in a company jointly. Okay, എന്താണ്? 2 or more person, രണ്ടോ അതിലധികമോ ആളുകൾ they hold 1 or more shares in a company jointly. ഒരു കമ്പനിയിലെ ഷെയർസ് എന്താണ്? ജോയിൻ്റ്ലി അവർ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, രണ്ടോ അതിലധികമോ വ്യക്തികൾ, അതായത് ജോയിൻ്റ് ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് ഉണ്ടെങ്കിൽ, സപ്പോസ് ഹസ്ബൻഡ് ആൻഡ് വൈഫ് അവരെന്താണ്? അവർ ABC എന്ന് പറയുന്ന ആ ഒരു കമ്പനിയുടെ 10 ഷെയർസ് ഹോൾഡ് ചെയ്യുന്നുണ്ട് എന്ന് വിചാരിക്കുക. അവരതൊരു ജോയിൻ്റ് ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇപ്പം 2 വ്യക്തികൾ, രണ്ടോ അതിലധികമോ ആകാം, സപ്പോസ് 2 പേരാണ് അവരെന്താണ്? ഒന്നിൽ കൂടുതൽ ഷെയർസ് ഒരു കമ്പനിയുടെ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവരെന്താണ്? ഈ 2 പേരെയും സെപ്പറേറ്റ് മെമ്പേഴ്സ് ആയിട്ടല്ല കൺസിഡർ ചെയ്യുക, ഒറ്റ മെമ്പർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. ഓക്കെ, നമ്മൾ എക്സാമ്പിൾ എന്താ പറഞ്ഞത്? ഇപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഉണ്ട്, അവർ ABC കമ്പനിയുടെ 10 ഷെയർസ് ഹോൾഡ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഹസ്ബൻഡ് ആൻഡ് വൈഫിനെയും കൂട്ടിയിട്ട് ഒരു മെമ്പർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുള്ളൂ. അപ്പം നമ്മൾ എന്താണ്? ഈ ഒരു 200 എന്ന് പറയുന്ന ആ ഒരു ലിമിറ്റിൽ അല്ലെങ്കിൽ ആ ഒരു ലിമിറ്റ് നോക്കുന്ന സമയത്ത് ഇവരെ 2 ആയിട്ട് കൺസിഡർ ചെയ്യില്ല. ഈ ഒരു ജോയിൻ്റ് ഇൻവെസ്റ്റേഴ്സിനെ ഒരു ഇൻവെസ്റ്റർ ആയിട്ട് മാത്രമേ കൺസിഡർ ചെയ്യുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് എന്ത്? ഈ 200ൻ്റെ ആ ഒരു പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ അല്ലേ. അപ്പം അതുകൊണ്ടാണ് ജോയിൻ്റ് ഇൻവെസ്റ്റേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെന്നെ ഒരു മെമ്പർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. ദേ ഷാൽ ഫോർ ദ പർപ്പസ് ഓഫ് ദിസ് ക്ലോസ് ബി ട്രീറ്റഡ് ആസ് എ സിംഗിൾ മെമ്പർ. അവരെന്നെ എന്തായിട്ടാണ് ട്രീറ്റ് ചെയ്യുക? സിംഗിൾ മെമ്പർ. ഓക്കെ, അപ്പം എന്താണ് ഈ പോയിന്റിൽ പറയുന്നത്? 2 അതിലധികമോ വ്യക്തികൾ ജോയിൻ്റ് ആയിട്ട് പ്രൈവറ്റ് കമ്പനിയുടെ ഷെയർസ് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരെന്നെ സിംഗിൾ മെമ്പർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. അപ്പം മാക്സിമം 200 എന്ന് പറയുന്ന ആ ഒരു ക്ലോസ് ഫുൾഫിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് ഒബ്ലൈജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്താണ്? ഇവരെന്നെ ഒരു സിംഗിൾ മെമ്പർ ആയിട്ടായിരിക്കും കൺസിഡർ ചെയ്യുന്നുണ്ടാവുക. ആൻഡ് പ്രൊഹിബിറ്റ്സ് എനി invitation to the public to subscribe for any securities of the company. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു കാര്യമാണ് എന്ത്? പ്രൈവറ്റ് കമ്പനീസിന് എന്തിനുള്ള അധികാരമില്ല? ദേ കാൺട്ട് ഇഷ്യൂ പ്രോസ്പെക്ട്സ്. ഓക്കെ, അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യാനായിട്ടുള്ള അധികാരമില്ല. അവർക്ക് ഒരിക്കലും പബ്ലിക്കിനെ ഇൻവൈറ്റ് ചെയ്യാനായിട്ട്, അവരുടെ ഷെയർസ് വാങ്ങിക്കാനായിട്ട് എന്താണ്? പബ്ലിക്കിനെ ഇൻവൈറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. പ്രൈവറ്റ് പാർട്ടീസിൻ്റെ ഇടയിലുള്ള ഒരു അറേഞ്ച്മെൻറ്റ്സ് മാത്രമായിരിക്കും പ്രൈവറ്റ് കമ്പനിയിൽ. യൂഷ്വലി പ്രൈവറ്റ് കമ്പനി എന്ന് പറയുന്ന ആ ഒരു കൈൻഡ് ഓഫ് കമ്പനീസ് ചൂസ് ചെയ്യുന്നത് ഫാമിലി ബിസിനസ്സിലാണ്. ഓക്കെ, അതെന്തുകൊണ്ടാണ്? അപ്പോൾ ഫാമിലി ബിസിനസ്സിലാവുമ്പോൾ
പുറമേ നിന്നുള്ള ആളുകളെ അവോയ്ഡ് ചെയ്യാനായിട്ട് പ്രൈവറ്റ് കമ്പനിക്ക് അല്ലെങ്കിൽ ആ ഒരു കാറ്റഗറിക്ക് സാധിക്കുമല്ലേ. അപ്പോൾ ഇത്തരത്തിൽ പുറമേ നിന്നുള്ള ആളുകളില്ല എന്നുണ്ടെങ്കിൽ ആ ഫാമിലിയിൽ തന്നെ ആ ഒരു കമ്പനിയുടെ കൺട്രോൾ അല്ലെങ്കിൽ ആ അധികാരം നിലനിർത്തി പോവാനായിട്ട് സാധിക്കും. അപ്പോൾ പുറമേക്ക് ഷെയർസ് വിൽക്കുന്നുണ്ടെങ്കിൽ പബ്ലിക്കും എന്തായിട്ട് മാറും, കമ്പനിയുടെ ഓണേഴ്സ് ആയിട്ട് മാറും. അപ്പോൾ അവർക്കും അഭിപ്രായങ്ങൾ ഉണ്ടാവും. അപ്പോൾ അവരുടെ കാര്യങ്ങളും കൂടി കൺസിഡർ ചെയ്യണം. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഫാമിലി ബിസിനസ്സുകൾ മിക്കതും എന്തായിരിക്കും, ഈ ഒരു പ്രൈവറ്റ് കമ്പനി എന്ന് പറയുന്ന കാറ്റഗറിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കമ്പനി ആയിരിക്കും. അതുകൊണ്ട് തന്നെ അവർക്ക് എന്ത് വേണ്ട, പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്ത് പബ്ലിക്കിനെ ഇൻവൈറ്റ് ചെയ്യേണ്ട ഒരാവശ്യം ഉണ്ടാവുന്നില്ല. അപ്പോൾ പ്രൈവറ്റ് കമ്പനിയിൽ ഏറ്റവും വലിയൊരു എന്താ പറയുക, കേരളത്തിലൊരു എക്സാമ്പിളായിട്ട് നമുക്ക് മലയാള മനോരമേനെ പറയാം. ഓക്കെ, മലയാള മനോരമ എന്ന് പറയുന്നത് ഒരു പ്രൈവറ്റ് കമ്പനി കൈൻഡ് ഓഫ് കമ്പനിയാണ്. അവിടെ അവരുടെ ഫാമിലി മെമ്പേഴ്സാണ് ആ ഒരു കമ്പനിയുടെ ഓണേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അവർ തന്നെയാണ് അതിൻ്റെ ഡിസിഷൻസ് എടുക്കുന്നതും കാര്യങ്ങളും. അത് പബ്ലിക്കിന് എന്തല്ല, പബ്ലിക്കിന് ആക്സസബിൾ അല്ല. പബ്ലിക്കിന് അതിൻ്റെ ഷെയർസും കാര്യങ്ങളൊന്നും പർച്ചേസ് ചെയ്യുക എന്ന് പറയുന്നത് പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല. ഓക്കെ, ദെൻ ഫീച്ചേഴ്സ് ഓഫ് പ്രൈവറ്റ് കമ്പനി. മിനിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് റിക്വയർഡ് ഫോർ എ പ്രൈവറ്റ് കമ്പനി ഈസ് 2. ഇത് നമ്മൾ പറഞ്ഞിരുന്നു, എന്താണ്, മിനിമം 2 പേരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കൊരു പ്രൈവറ്റ് കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. പബ്ലിക് ആണെങ്കിൽ എത്രയാണ്, 7 ആണ്. പക്ഷേ പ്രൈവറ്റ് കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ മിനിമം 2 പേരുണ്ടെങ്കിൽ പ്രൈവറ്റ് കമ്പനി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ ദ മാക്സിമം നമ്പർ ഓഫ് മെമ്പർ ഇൻ എ പ്രൈവറ്റ് കമ്പനി ഈസ് 200. ഇവിടെ ലിമിറ്റ് ഉണ്ട്. മാക്സിമം 200 പേരെ മാത്രമേ ഒരു പ്രൈവറ്റ് കമ്പനിയിലെ മെമ്പർ അല്ലെങ്കിൽ ഷെയർ ഹോൾഡർ എന്നുള്ള രീതിയിൽ അപ്പോയിൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അതിൽ കൂടുതലാവാനായിട്ട് പാടില്ല ഇൻ കേസ് ഓഫ് പ്രൈവറ്റ് കമ്പനി. ആൻഡ് ദ എംപ്ലോയീസ് ഇൻ ദ പ്രസൻറ്റ് past services of the company and who hold shares in the company are excluded while counting the maximum limit. അപ്പോൾ എന്താ, നേരത്തെ നമ്മൾ പറഞ്ഞു ജോയിൻറ്റ് ഇൻവെസ്റ്റേഴ്സിനെ സിംഗിൾ മെമ്പർ ആയിട്ട് കൺസിഡർ ചെയ്യുന്നു എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ കൊടുക്കുന്ന ഒരു കൺസിഡറേഷനാണ് പ്രൈവറ്റ് കമ്പനീസിന്. പ്രൈവറ്റ് കമ്പനീസിലെ എംപ്ലോയീസ്, അതേപോലെ പാസ്റ്റ് എംപ്ലോയീസ്, കറൻ്റ്ലി വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് ആണെങ്കിലും പാസ്റ്റിൽ വർക്ക് ചെയ്തിട്ടുള്ള എംപ്ലോയീസ് ആണെങ്കിലും അവർ ഷെയർ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ എന്തായിട്ട് കൺസിഡർ ചെയ്യുന്നില്ല, ഈ ഒരു 200 ലിമിറ്റിൻ്റെ ഉള്ളിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. ഓക്കെ, എന്താണ്, പ്രൈവറ്റ് കമ്പനിയിലെ കറൻ്റ്ലി വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് ആണെങ്കിലും പാസ്റ്റിൽ വർക്ക് ചെയ്തിട്ടുള്ള എംപ്ലോയീസ് ആണെന്നുണ്ടെങ്കിലും അവർ ഷെയർസ് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ എന്തായിട്ട് കൺസിഡർ ചെയ്യുന്നില്ല, ഈ 200 മാക്സിമം നമ്പർ ഓഫ് മെമ്പർ എന്ന് പറയുന്ന ആ ലിമിറ്റിൽ അവരെ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. അവർക്ക് എന്തുണ്ട്, ഒരു എക്സംഷൻ ഉണ്ട്. സപ്പോസ് എന്താണ്, ഒരു 199 ആള് പുറമേ ആ ഒരു കമ്പനിയുടെ എന്താ പറയുക ഫാമിലി റിലേറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ പബ്ലിക് അല്ലാതെ പ്രൈവറ്റ് പാർട്ടീസ് ആയിട്ടോ ഉണ്ട്. 4 persons എംപ്ലോയീസ് ആണെന്ന് വിചാരിക്കാം. ഓക്കെ, 4 persons എംപ്ലോയീസ് ആണ്. അപ്പോൾ ടോട്ടൽ എന്താണ്, 203 മെമ്പേഴ്സ് ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് തോന്നും എന്താണ്, മാക്സിമം 200 അല്ലേ പാടുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് 203 എന്ന്? കാരണം എന്താണ്, ഇതിലെ 4 എന്ന് പറയുന്നത് അല്ലെങ്കിൽ 4 മെമ്പേഴ്സ് എന്ന് പറയുന്നത് എന്താ, അവർ എംപ്ലോയീസ് ആണ്. അപ്പം എംപ്ലോയീസിന് എന്തുണ്ട്, എക്സംഷൻ ഉണ്ട്. അവരെ എന്തിൽ കൗണ്ട് ചെയ്യില്ല, അല്ലെങ്കിൽ അവർക്ക് ഈ 200 എന്ന് പറയുന്ന ആ ഒരു ലിമിറ്റ് അതിൻ്റെ ഉള്ളിൽ ഈ എംപ്ലോയീസിനെ കൗണ്ട് ചെയ്യുന്നില്ല. ഓക്കെ, അത് പ്രൈവറ്റ് കമ്പനിയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ് കേട്ടോ. അപ്പോൾ എന്താണ്, ജോയിൻറ്റ് ഇൻവെസ്റ്റേഴ്സിനെ സിംഗിൾ ഇൻവെസ്റ്റർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതേപോലെ തന്നെ പാസ്റ്റിൽ, ഇപ്പോഴത്തെ എംപ്ലോയീസ് മാത്രമല്ല പാസ്റ്റിൽ വർക്ക് ചെയ്തിട്ടുള്ള എംപ്ലോയീസ് ഉണ്ടെങ്കിൽ അവരും ഷെയർ ഹോൾഡ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരേനെയും എന്തായിട്ട് കൺസിഡർ ചെയ്യില്ല, ഈ 200 ലിമിറ്റിലെ മെമ്പറായിട്ട് കൺസിഡർ ചെയ്യില്ല. ഈ പ്രൈവറ്റ് കമ്പനി കനോട്ട് ഇൻവൈറ്റ് ദ പബ്ലിക് യൂസിങ് പ്രോസ്പെക്ടസ്. നമ്മൾ പറഞ്ഞു പബ്ലിക്കിന് എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്തിട്ട് ഇൻവൈറ്റ് ചെയ്യാനായിട്ടുള്ള അധികാരമില്ല. ആൻഡ് റെസ്ട്രിക്ട്സ് ദ ഫ്രീ ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ഷെയർസ്. ഷെയർസിൻ്റെ ഫ്രീ ട്രാൻസ്ഫർ റെസ്ട്രിക്റ്റ് ചെയ്യുന്നു. ഇതും നമ്മൾ പറഞ്ഞതാണ്. ഓക്കെ, and should add the words private limited or any abbreviation there to be like private PVT limited or P limited to its name. പ്രൈവറ്റ് കമ്പനീസ് കമ്പൽസറി ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം, അവരുടെ പേരിൻ്റെ കൂടെ ആ കമ്പനിയുടെ നെയിമിൻ്റെ കൂടെ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നോ PVT ലിമിറ്റഡ് എന്നോ P ലിമിറ്റഡ് എന്നോ എന്നുള്ളത് കൃത്യമായിട്ട് മെൻഷൻ ചെയ്യണം. ഇപ്പോൾ എന്താണ്, ABC ലിമിറ്റഡ് ആണെങ്കിൽ അത് പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ ABC പ്രൈവറ്റ് ലിമിറ്റഡ് എന്നോ അല്ലെങ്കിൽ ABC PVT ലിമിറ്റഡ് എന്നോ അല്ലെങ്കിൽ ABC P ലിമിറ്റഡ് എന്നോ ഉള്ളത് കൃത്യമായിട്ട് കമ്പനിയുടെ നെയിമിൽ
ഉണ്ടായിരിക്കണം. ABC കമ്പനി എന്ന് മാത്രമല്ല, ABC എന്നുള്ളത് മാത്രമല്ല അതിൻ്റെ പേര്. എന്താണ്? ABC പ്രൈവറ്റ് ലിമിറ്റഡ് അല്ലെങ്കിൽ ABC P ലിമിറ്റഡ്. ആ ഒരു പ്രൈവറ്റ് കമ്പനി ആണെന്നുള്ളത് ആ ഒരു പേരിൽ നിന്ന് തന്നെ വ്യക്തമാകുന്ന രീതിയിൽ വേണം എവിടെയും കമ്പനി നെയിം യൂസ് ചെയ്യാനായിട്ട്. അതും കമ്പൽസറി ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ പബ്ലിക് കമ്പനി ആണെങ്കിൽ നമുക്ക് ലിമിറ്റഡ് എന്ന് മാത്രം ഉപയോഗിച്ചാൽ മതി. പക്ഷെ പ്രൈവറ്റ് കമ്പനി ആണെന്നുണ്ടെങ്കിൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നുള്ള ആ ഒരു ടേം തന്നെ കൃത്യമായിട്ട് യൂസ് ചെയ്യണം ആസ് പെർ കമ്പനീസ് ആക്ട്. എ പ്രൈവറ്റ് കമ്പനി എൻജോയ് സർട്ടൻ പ്രിവിലേജസ് അണ്ടർ ദ കമ്പനീസ് ആക്ട് വിച്ച് ആർ നോട്ട് അവൈലബിൾ ടു പബ്ലിക് കമ്പനി. എന്താണ്? പ്രൈവറ്റ് കമ്പനിക്ക് പബ്ലിക് കമ്പനിക്ക് അവൈലബിൾ അല്ലാത്ത ചില പ്രിവിലേജസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ പ്രിവിലേജസ് എന്താണെന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കും. ഓക്കെ, അപ്പോൾ അതാണ് പ്രൈവറ്റ് കമ്പനി ആയിട്ട് രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള പല ആളുകളുടെയും മോട്ടിവേഷൻ എന്ന് പറയുന്നതാണ്. പബ്ലിക് കമ്പനിക്ക് ഇല്ലാത്ത പല പ്രിവിലേജസുകളും നമ്മുടെ പ്രൈവറ്റ് കമ്പനീസ് എൻജോയ് ചെയ്യുന്നുണ്ട്. എ പ്രൈവറ്റ് കമ്പനി ഫോം ഓഫ് ഓർഗനൈസേഷൻ ഈസ് സ്യൂട്ടബിൾ ഫോർ carrying on family business where the ownership and control can be held by limited number of person. ഇന്ന് നമ്മൾ പറഞ്ഞു അല്ലേ, കൂടുതലായിട്ട് ഈ പ്രൈവറ്റ് കമ്പനി രജിസ്ട്രേഷൻ എടുക്കുന്നത് ഫാമിലി ബിസിനസ്സിലാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ആ ഒരു കമ്പനിയുടെ ഓണർഷിപ്പ് ആൻഡ് കൺട്രോൾ അവരുടെ ഇടയിൽ തന്നെ അല്ലെങ്കിൽ ആ ലിമിറ്റഡ് നമ്പർ ഓഫ് പേഴ്സൺസിൻ്റെ ഇടയിൽ തന്നെ നിലനിർത്തി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്, പബ്ലിക്കിന് അത് ആക്സസിബിൾ ആകാത്ത രീതിയിൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൂടുതലും ഫാമിലി ബിസിനസ്സുകൾ ഈ ഒരു പ്രൈവറ്റ് കമ്പനി എന്ന് പറയുന്ന ആ ഒരു കൈൻഡ് ഓഫ് കമ്പനീസ് അല്ലെങ്കിൽ ആ ഒരു കൈൻഡ് ഓഫ് രജിസ്ട്രേഷൻ ചൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ പബ്ലിക് ആൻഡ് പ്രൈവറ്റ് കമ്പനി? നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ് ഒന്നുകൂടി നമ്മൾ സമ്മറൈസ് ചെയ്ത് പറയാണ് ഡിഫറൻസ് എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ നമ്പർ ഓഫ് പേഴ്സൺസ് അല്ലേ, നമ്പർ ഓഫ് പേഴ്സൺസിൽ പബ്ലിക്കിലും പ്രൈവറ്റിലും നല്ല ഡിഫറൻസ് ഉണ്ട്. ഒരു പബ്ലിക് കമ്പനി സ്റ്റാർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ മിനിമം അവിടെ 7 പേഴ്സൺസ് ആണ് വേണ്ടത് അല്ലേ, മിനിമം 7 പേഴ്സൺസ് വേണം. അതേസമയം പ്രൈവറ്റ് കമ്പനി ആണെന്നുണ്ടെങ്കിൽ 2 പേരുണ്ടെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും. പക്ഷേ പ്രൈവറ്റ് കമ്പനിയിൽ മാക്സിമത്തിന് ലിമിറ്റ് ഉണ്ട്. എത്രയാണ്? 200 മെമ്പേഴ്സ് ആണ് മാക്സിമം ലിമിറ്റ് എന്ന് പറയുന്നത്. പക്ഷേ പബ്ലിക് കമ്പനി അൺലിമിറ്റഡ് ആണ്, എത്ര നമ്പർ ഓഫ് മെമ്പേഴ്സ് വേണമെങ്കിലും ഇൻക്ലൂഡ് ചെയ്യാം. അവിടെ എന്തില്ല? ലിമിറ്റ് ഇല്ല. അപ്പോൾ അതാണ് നമ്പർ ഓഫ് പേഴ്സൻ്റെ ബേസിസിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്? പബ്ലിക് കമ്പനിയിൽ 7 പേരെങ്കിലും മിനിമം ഉണ്ടാവണം, പ്രൈവറ്റ് കമ്പനിയിൽ 2 പേര് ഉണ്ടായാൽ മതി. പക്ഷേ പ്രൈവറ്റ് കമ്പനിയിൽ മാക്സിമം 200 എന്ന് പറയുന്ന ഒരു ലിമിറ്റ് ഉണ്ട്. പക്ഷെ പബ്ലിക് കമ്പനിയിൽ അൺലിമിറ്റഡ് ആണ്. ഓക്കെ, ദെൻ നെയിം ഓഫ് ദ കമ്പനി, കമ്പനിയുടെ നെയിമിൽ വരുന്ന ഡിഫറൻസ് എങ്ങനെയാണ്? ആ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് എന്നുള്ള ആ ഒരു വേർഡ് ആഡ് ചെയ്യുന്നതാണ്. പബ്ലിക് കമ്പനീസിന് അവരുടെ പേരിൻ്റെ കൂടെ ലിമിറ്റഡ് എന്നുള്ള ടേമാണ് ആഡ് ചെയ്യേണ്ടത്. അതേസമയം പ്രൈവറ്റ് കമ്പനി ആണെന്നുണ്ടെങ്കിലോ അവരുടെ പേരിൻ്റെ കൂടെ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നുള്ള ആ ഒരു ടേം ആഡ് ചെയ്യണം. എ പ്രൈവറ്റ് കമ്പനി മസ്റ്റ് ആഡ് ദ വേർഡ് പ്രൈവറ്റ് ലിമിറ്റഡ് to its name. A public company need to add only the word limited. പബ്ലിക് കമ്പനി ആണെങ്കിൽ ലിമിറ്റഡ് എന്ന് മാത്രം മതി. ഇപ്പോൾ PQ ലിമിറ്റഡ് പബ്ലിക് ആണെങ്കിൽ, PQ കമ്പനി പബ്ലിക് ആണെന്നുണ്ടെങ്കിൽ അവരുടെ പേരെന്താവും? PQ ലിമിറ്റഡ്. XY എന്ന് പറയുന്നത് പ്രൈവറ്റ് ആണെങ്കിലോ XY പ്രൈവറ്റ് ലിമിറ്റഡ്. ഇങ്ങനെയായിരിക്കും പേരുണ്ടാവുക. അപ്പോൾ ആ ഒരു പേരിൽ തന്നെ ഡിഫറൻസ് ഉണ്ട്. ആ ഒരു ഡിഫറൻസിൽ തന്നെ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? ഈ കമ്പനി പബ്ലിക് ആണോ പ്രൈവറ്റ് ആണോ എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും അല്ലേ. ദെൻ ഇഷ്യൂ ഓഫ് പ്രോസ്പെക്ടസ്, അത് നമ്മൾ പറഞ്ഞു. എന്താണ്? പബ്ലിക് കമ്പനീസിന് മാത്രമാണ് പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യാനായിട്ടുള്ള അധികാരം. പബ്ലിക് കമ്പനീസിന് മാത്രമാണ് പബ്ലിക്കിനെ അവരുടെ ഷെയർസ് പർച്ചേസ് ചെയ്യാനായിട്ട് ഇൻവൈറ്റ് ചെയ്യാനായിട്ടുള്ള അധികാരമുള്ളത്. പ്രൈവറ്റ് കമ്പനീസിന് എന്തില്ല? പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യാനോ പബ്ലിക്കിനെ ഇൻവൈറ്റ് ചെയ്തിട്ട് ഷെയർസ് വിൽക്കാനോ ഉള്ള അധികാരം ഇല്ല. അപ്പോൾ പ്രോസ്പെക്ടസ് ആര് മാത്രമേ ഇഷ്യൂ ചെയ്യുള്ളൂ? പബ്ലിക് കമ്പനീസ് മാത്രമേ ഇഷ്യൂ ചെയ്യുള്ളൂ. ഓക്കെ, ദെൻ ട്രാൻസ്ഫർ ഓഫ് ഷെയർസിൻ്റെ ട്രാൻസ്ഫർ എങ്ങനെയാണ്? പബ്ലിക് കമ്പനിയിൽ ഫ്രീ ട്രാൻസ്ഫർ ആണ്. അതേസമയം പ്രൈവറ്റ് കമ്പനിയിൽ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഓക്കെ, ആ ഒരു ഷെയർ ട്രാൻസ്ഫറിന് കുറച്ചും കൂടി ലീഗൽ ഫോർമാലിറ്റീസ് ഉണ്ട്. അത് ഫുൾഫിൽ ചെയ്യുമ്പോൾ മാത്രമേ ഷെയർ ട്രാൻസ്ഫർ പോസിബിൾ ആകുന്നുള്ളൂ. ഓക്കെ, ദെൻ ക്ലാസസ് ഓഫ് ഷെയർസ്. ഓക്കെ, ഏത് കൈൻഡ്സ് ഓഫ് ഷെയർസ് ആണ് ഇഷ്യൂ ചെയ്യുന്നത് എന്നുള്ളത് അതിലും എന്തുണ്ട്? ഡിഫറൻസ് ഉണ്ട്. പബ്ലിക് കമ്പനിയിലും പ്രൈവറ്റ് കമ്പനിയിലും ക്ലാസസ് ഓഫ് ഷെയർസിൻ്റെ ബേസിസിൽ ഡിഫറൻസ് ഉണ്ട്. എ പ്രൈവറ്റ് കമ്പനി ക്യാൻ ഇഷ്യൂ ഇക്വിറ്റി, പ്രിഫറൻസ് ആൻഡ് ഡെഫേർഡ് ഷെയർസ്. ദാറ്റ് മീൻസ് ഷെയർസ് വിത്ത് ഡിസ്പ്രൊപ്പോർഷനേറ്റ് വോട്ടിംഗ് റൈറ്റ്സ്. ഓക്കെ, പ്രൈവറ്റ് കമ്പനിയുടെ മെമ്പേഴ്സിൽ, അത് മേ ബി ഫാമിലി മെമ്പേഴ്സ് ആയിരിക്കാം അല്ലെങ്കിൽ അവരുടെ ക്ലോസ് ആയിട്ടുള്ള റിലേറ്റീവ്സ് ആരോ ആയിരിക്കാം,
അവരുടെ ഇടയിൽ ഇഷ്യൂ ചെയ്യാൻ പറ്റുന്ന ഷെയർസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ഇക്വിറ്റി, പ്രിഫറൻസ്, ഡെഫേർഡ് ഷെയർസ്. ഡെഫേർഡ് ഷെയർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്പ്രപ്പോർഷനേറ്റ് വോട്ടിംഗ് റൈറ്റ് വരുന്ന ഷെയർസിനെയാണ് ഡെഫേർഡ് ഷെയർസ് എന്ന് പറയുന്നത്. ഈ 3 കാറ്റഗറിയിൽ വരുന്ന ഷെയർസ് മാത്രമേ പ്രൈവറ്റ് കമ്പനിക്ക് ഇഷ്യൂ ചെയ്യാനായിട്ടുള്ള അധികാരമുള്ളൂ. എ പബ്ലിക് കമ്പനി ക്യാൻ ഇഷ്യൂ ഓൺലി ഇക്വിറ്റി ആൻഡ് പ്രിഫറൻസ് ഷെയർസ്. അതേസമയം ഈ ഒരു ഡെഫേർഡ് ഷെയർസ്, ഡിഫറെൻറ്റ് വോട്ടിംഗ് റൈറ്റ്സിൽ വരുന്ന ഷെയർസ് ഇഷ്യൂ ചെയ്യാനായിട്ടുള്ള അധികാരം ആർക്കില്ല? നമ്മുടെ പബ്ലിക് കമ്പനീസിന് ഇല്ല. ഓക്കെ, പബ്ലിക് കമ്പനിയിൽ ഓൺലി ഇക്വിറ്റി ആൻഡ് പ്രിഫറൻസ് ഷെയർസ് ആണുള്ളത്. പക്ഷേ പ്രൈവറ്റ് കമ്പനി ആണെങ്കിലോ അവർക്ക് ഡെഫേർഡ് ഷെയർസ് കൂടി, ഡിഫറെൻറ്റ് വോട്ടിംഗ് റൈറ്റ് അല്ലെങ്കിൽ ഡിസ്പ്രപ്പോർഷനേറ്റ് വോട്ടിംഗ് റൈറ്റ്സ് വരുന്ന ഷെയർസ് ഇഷ്യൂ ചെയ്യാനായിട്ടുള്ള അധികാരം ആർക്കുണ്ട്? പ്രൈവറ്റ് കമ്പനിക്കുണ്ട്. ഓക്കെ, ഇപ്പോൾ പ്രൈവറ്റ് കമ്പനി ആൻഡ് പബ്ലിക് കമ്പനിയിലെ ഡിഫറൻസിൽ ഒരു ബേസിസ് ആണ് ഓൺ ദ ബേസ് ഓഫ് ക്ലാസ് ഓഫ് ഷെയർസ്. Public company can issue only equity and preference shares, whereas private company can issue equity, preference and deferred shares. Okay. Then minimum number of directors. പ്രൈവറ്റ് കമ്പനിയിൽ മിനിമം 2 ഡയറക്ടേഴ്സ് ആണ് വേണ്ടത്. ഓക്കെ, പ്രൈവറ്റ് കമ്പനിയിൽ എത്രയാണ്? മിനിമം അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് 2 ഡയറക്ടേഴ്സ് എങ്കിലും ഉണ്ടാവുമ്പോഴാണ് പ്രൈവറ്റ് കമ്പനി റൺ ചെയ്യാനായിട്ട് സാധിക്കുക. പക്ഷേ പബ്ലിക് കമ്പനിയുടെ കേസിൽ വരുമ്പോൾ മിനിമം എത്ര പേര് ഡയറക്ടറായിട്ട് ഉണ്ടാവണം? 3 പേര് ഡയറക്ടറായിട്ട് ഉണ്ടാകണം. ഓക്കെ, 3 ഡയറക്ടേഴ്സ് ഉണ്ടെങ്കിൽ പബ്ലിക് കമ്പനി റൺ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. പക്ഷെ മിനിമം 2 പേരുണ്ടെങ്കിൽ പ്രൈവറ്റ് കമ്പനിയിൽ മിനിമം 2 ഡയറക്ടേഴ്സ് ഉണ്ടെങ്കിൽ പ്രൈവറ്റ് കമ്പനി റൺ ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ മിനിമം ക്യാപിറ്റൽ, അത് നമ്മൾ പറഞ്ഞു അല്ലേ, മിനിമം ക്യാപിറ്റൽ ഓഫ് പബ്ലിക് കമ്പനി ഈസ് 5 lakh rupees. 5 ലക്ഷം രൂപയെങ്കിലും ഉണ്ടെങ്കിൽ പബ്ലിക് കമ്പനി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അതേസമയം പ്രൈവറ്റ് കമ്പനിക്ക് 1 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ മിനിമം ക്യാപിറ്റൽ എന്ന് പറയുന്നത് 1 lakh rupees ആണ്. അപ്പോൾ 1 lakh rupees ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് സ്റ്റാർട്ട് ചെയ്യാം? ഒരു പ്രൈവറ്റ് കമ്പനി സ്റ്റാർട്ട് ചെയ്യാം. പക്ഷേ പബ്ലിക് കമ്പനി ആണെങ്കിൽ വി ഷുഡ് ഹാവ് 5 lakh rupees. 5 lakh rupees ഉണ്ടെങ്കിൽ മാത്രമേ ഒരു പബ്ലിക് കമ്പനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, then quorum means the number of persons required for the conducting a meeting. ഒരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നതിന് വേണ്ട മിനിമം നമ്പർ ഓഫ് പേഴ്സൺസിനെയാണ് നമ്മൾ ക്വാറം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ക്വാറം ഫുൾഫില്ല് ചെയ്യണം. ക്വാറം ഫുൾഫില്ല് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? മിനിമം നമ്പർ ഓഫ് ഇത്ര ആളുകളെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ സാധിക്കുള്ളൂ? ആ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ആ ഒരു മിനിമം നമ്പറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്വാറം എന്ന് പറയുന്നത്. The minimum number of persons or quorum required for the meeting of private company is 2 persons. എന്താണ്? 2 പേരെങ്കിലും പ്രസന്റ് ആണെങ്കിൽ നമുക്ക് എന്ത് സ്റ്റാർട്ട് ചെയ്യാം? പ്രൈവറ്റ് കമ്പനിയിലെ മീറ്റിംഗ്സ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, 2 പേരെങ്കിലും പ്രസന്റ് ആണെങ്കിൽ മേ ബി 200 മെമ്പേഴ്സുള്ള ഒരു കമ്പനി ആയിരിക്കും. പക്ഷേ മീറ്റിങ്ങിൻ്റെ സമയത്ത് ആകെ 2 പേരെ പ്രസന്റ് ആയിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ പോലും ആ ഒരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്യാനായിട്ടുള്ള അധികാരം പ്രൈവറ്റ് കമ്പനിക്ക് ഉണ്ട്. ഓക്കെ, സപ്പോസ് ഒരാൾ മാത്രമേ എത്തിയുള്ളൂ എന്നുണ്ടെങ്കിൽ ആ മീറ്റിംഗ് ക്യാൻസൽ ചെയ്യേണ്ടി വരും. പക്ഷേ 2 പേരെങ്കിലും ഉണ്ടെങ്കിൽ പ്രൈവറ്റ് കമ്പനീസിന് മീറ്റിംഗ് കണ്ടക്ട് ചെയ്യാനായിട്ട് സാധിക്കും. And in a public company, the quorum required depends upon the number of members present. എന്നാൽ പബ്ലിക് കമ്പനിയിൽ നമുക്ക് അങ്ങനെ മിനിമം 2 എന്നുള്ളൊരു ഇത് പറയാൻ പറ്റില്ല. നമ്പർ ഓഫ് മെമ്പേഴ്സ് പ്രസന്റ് ആയിട്ടുള്ളതിൻ്റെ ബേസിസിലാണ് അവിടെ നമുക്ക് ഫിക്സ് ചെയ്യാനായിട്ട് പറ്റുക. അതും എന്താണ്? പ്രൈവറ്റ് കമ്പനിയുടെ ഒരു പ്രിവിലേജ് ആണ്. 2 പേര് വന്നാൽ തന്നെ അവർക്ക് മീറ്റിംഗ് കണ്ടക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ ഷെയർ വാറൻസ്. A private company cannot issue share warrants. A public company can issue share warrants which are freely transferable like negotiable instrument. Share warrants എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആണ്. നമുക്ക് ഫ്രീലി ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കുന്ന ഒരു നെഗോഷ്യബിൾ കൈൻഡ് ഓഫ് ഇൻസ്ട്രുമെൻ്റ് ആണ് വരുന്നത്. അപ്പോൾ പ്രൈവറ്റ് കമ്പനീസിന് ഒരിക്കലും എന്ത് ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല? ഷെയർ വാറൻസ് ഇഷ്യൂ ചെയ്യാനായിട്ടുള്ള അധികാരമില്ല. അതേസമയം പബ്ലിക് കമ്പനീസിന് എന്തിനുള്ള അധികാരമുണ്ട്? ഈ ഒരു ഷെയർ വാറൻസ് ഇഷ്യൂ ചെയ്യാനായിട്ടുള്ള അധികാരമുണ്ട്. ഒരു കാര്യം ആലോചിക്കുക, എന്താണ്? ഡെഫേർഡ് ഷെയർസ് പ്രൈവറ്റ് കമ്പനിയാണ് ഇഷ്യൂ ചെയ്യുന്നത്. പബ്ലിക് കമ്പനിക്കുള്ള അധികാരമില്ല. ഡെഫേർഡ് ഷെയർസ് ഇഷ്യൂ ചെയ്യാൻ ആർക്ക് അധികാരമില്ല? പബ്ലിക് കമ്പനിക്ക് അധികാരമില്ല. അതേസമയം ഷെയർ വാറൻസ് ആണെന്നുണ്ടെങ്കിലോ പബ്ലിക് കമ്പനിക്കാണ് ഷെയർ വാറൻസ് ഇഷ്യൂ ചെയ്യാനായിട്ടുള്ള അധികാരം. പ്രൈവറ്റ് കമ്പനിക്ക് എന്തില്ല? ഷെയർ വാറൻസ് ഇഷ്യൂ ചെയ്യാനായിട്ടുള്ള അധികാരമില്ല. ഓക്കെ, ദെൻ റെസ്ട്രിക്ഷൻസ് ഓൺ ഡയറക്ടേഴ്സ്. ഇനി ഡയറക്ടേഴ്സിന് മുകളിൽ വരുന്ന റെസ്ട്രിക്ഷൻസ് എങ്ങനെയാണെന്ന് നോക്കാം. Many restrictions are imposed on the directors by the Companies Act regarding their qualifications, appointment, retirement, removal, number of directorship in companies, managerial remuneration, etc. on public companies. എന്താണ്?
പബ്ലിക് കമ്പനിയിലെ ഡയറക്ടേഴ്സിൻ്റെ മുകളിൽ ഒരുപാട് തരത്തിലുള്ള റെസ്ട്രിക്ഷൻസ് ഉണ്ട്. എന്തിൻ്റെയൊക്കെ ബേസിസിൽ? അവരുടെ ക്വാളിഫിക്കേഷൻ, അവരുടെ അപ്പോയിൻമെൻറ്റ്, അവരുടെ നമ്പർ ഓഫ് ഇയേഴ്സ് ഓഫ് എക്സിസ്റ്റൻസ്, അവരുടെ റെമ്യൂണറേഷൻ, ഇതെല്ലാം എന്തുണ്ട്? റെസ്ട്രിക്ഷൻസ് ഉണ്ട്. കുറച്ച് ലീഗൽ ഫോർമാലിറ്റീസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യണം? ഫുൾഫില്ല് ചെയ്യണം. പക്ഷെ അതേസമയം these restrictions are not applicable to the private company. പ്രൈവറ്റ് കമ്പനിയിലെ ഡയറക്ടേഴ്സിന് എന്തില്ല? ഈ പറയുന്ന റെസ്ട്രിക്ഷൻസ് ഒന്നും ആപ്ലിക്കബിൾ അല്ല. അവരുടെ ക്വാളിഫിക്കേഷൻസിൽ റെസ്ട്രിക്ഷൻസ് ഇല്ല, അവരുടെ മാനേജറിയൽ റെമ്യൂണറേഷനിൽ റെസ്ട്രിക്ഷൻസ് ഇല്ല, അവരുടെ അപ്പോയിൻമെൻറ്റിലും റെസ്ട്രിക്ഷൻസ് ഇല്ല. അതും എന്താണ്? പബ്ലിക്കും പ്രൈവറ്റും തമ്മിലുള്ള ഒരു മെയിൻ ഡിഫറൻസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. എന്താണ്? റെസ്ട്രിക്ഷൻസ് ഓൺ ഡയറക്ടേഴ്സ്. ദർ ആർ സോ മെനി റെസ്ട്രിക്ഷൻസ് ഓൺ ഡയറക്ടേഴ്സ് ഫ്രം ദി പബ്ലിക് കമ്പനി, whereas these restrictions are not applicable for the private company. പ്രൈവറ്റ് കമ്പനിക്ക് ഈ റെസ്ട്രിക്ഷൻസ് ഒന്നും ബാധകമല്ല. പക്ഷേ പബ്ലിക് കമ്പനിക്ക് there are so many restrictions. Okay. Then next വരുന്നതാണ് സ്പെഷ്യൽ പ്രിവിലേജ്. നമ്മൾ നേരത്തെ പറഞ്ഞ എന്താണ്? പ്രൈവറ്റ് കമ്പനീസ് ഹാവ് സർട്ടൻ സ്പെഷ്യൽ പ്രിവിലേജ് ഓവർ പബ്ലിക് കമ്പനി. പബ്ലിക് കമ്പനിയേക്കാളും പ്രൈവറ്റ് കമ്പനീസിന് എന്തുണ്ട്? ചില സ്പെഷ്യൽ പ്രിവിലേജസുകളുണ്ട്. ഓക്കെ, ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ സ്പെഷ്യൽ പ്രിവിലേജസിൽ എന്തൊക്കെയാണെന്നുള്ളത് പറയും. അപ്പോൾ അതും എന്താണ്? ഒരു ഡിഫറൻസ് ആണ്. ദ കമ്പനീസ് ആക്ട് അലൗസ് സർട്ടൻ സ്പെഷ്യൽ പ്രിവിലേജസ് ടു എ പ്രൈവറ്റ് കമ്പനി. ദീസ് പ്രിവിലേജസ് ആർ നോട്ട് അവൈലബിൾ ടു ദി പബ്ലിക് കമ്പനി. ഈ പ്രിവിലേജസുകളൊന്നും എന്തല്ല? പബ്ലിക് കമ്പനിക്ക് അവൈലബിൾ അല്ല. ദീസ് ആർ അവൈലബിൾ ഫോർ ദി പ്രൈവറ്റ് കമ്പനി. പ്രൈവറ്റ് കമ്പനിക്കാണ് ഇത് അവൈലബിൾ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി എന്തൊക്കെയാണ് ഈ ഒരു സ്പെഷ്യൽ പ്രിവിലേജ് നോക്കാം. ഇനി എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സ്പെഷ്യൽ പ്രിവിലേജ് പ്രൈവറ്റ് കമ്പനിക്ക് കൊടുക്കുന്നത്, അതെന്തുകൊണ്ട് പബ്ലിക് കമ്പനിക്ക് ആ ഒരു സ്പെഷ്യൽ പ്രിവിലേജ് കിട്ടുന്നില്ല എന്നുള്ളത് നമുക്ക് നോക്കാം. ബോത്ത് പബ്ലിക് ആൻഡ് പ്രൈവറ്റ് കമ്പനീസ് ആർ റെഗുലേറ്റഡ് ബൈ ദി കമ്പനീസ് ആക്ട്. അല്ലേ? പബ്ലിക് ആണെങ്കിലും പ്രൈവറ്റ് കമ്പനീസ് ആണെങ്കിലും ദേ ആർ റെഗുലേറ്റഡ് ബൈ ദി കമ്പനീസ് ആക്ട്. ഇപ്പോൾ ഓൺ ദ ബേസ് ഓഫ് ഇൻകോർപ്പറേഷൻ പഠിച്ച സമയത്ത് നമ്മൾ 3 കൈൻഡ്സ് ഓഫ് കമ്പനി പഠിച്ചു അല്ലേ? ചാർട്ടേഡ് കമ്പനീസ് അല്ലെങ്കിൽ റോയൽ കമ്പനീസും സ്റ്റാറ്റ്യൂട്ടറി കമ്പനീസും. മൂന്നാമത്തെ കാറ്റഗറി ആയിരുന്നു രജിസ്റ്റേർഡ് കമ്പനീസ് അല്ലേ? അപ്പോൾ അതിൽ റോയൽ അല്ലെങ്കിൽ ചാർട്ടേഡ് കമ്പനീസും സ്റ്റാറ്റ്യൂട്ടറി കമ്പനീസും അവരെന്തിൻ്റെ ബേസിസിലല്ല പെർഫോം ചെയ്യുന്നത്? കമ്പനീസ് ആക്ട് അല്ല അവർ റെഗുലേറ്റ് ചെയ്യുന്നത്. ദേ ഹാവ് എ സെപ്പറേറ്റ് ബോഡി ഓഫ് കോർപ്പറേറ്റ് അല്ലേ? അവർക്കൊരു സെപ്പറേറ്റ് എന്താണ്? അവരെ റെഗുലേറ്റ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനായിട്ടുള്ള ഒരു ബോഡി ഉണ്ട്. ഇപ്പോൾ ചാർട്ടേഴ്സ് അല്ലെങ്കിൽ റോയൽ കമ്പനീസ് ആണെങ്കിൽ ആ കിങ് അല്ലെങ്കിൽ ക്വീൻ ഇഷ്യൂ ചെയ്യുന്ന ചാർട്ടറിൻ്റെ ബേസിസിലാണ് ആ ഒരു കമ്പനി ഫങ്ഷൻ ചെയ്യുന്നത്. അതേസമയം സ്റ്റാറ്റ്യൂട്ടറി കമ്പനി ആണെങ്കിലോ പാർലമെൻറ്റിൽ അല്ലെങ്കിൽ സ്റ്റേറ്റ് ലെജിസ്ലേറ്റിൽ പാസ്സാകുന്ന ബില്ലിനെ ബേസ് ചെയ്തിട്ട്, ഇപ്പോൾ നമ്മൾ RBIയുടെ പറഞ്ഞു, RBI ആക്ട് 1934 പറയുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസും കാര്യങ്ങളുമാണ് അവർ ഫോളോ ചെയ്യുന്നത്, അല്ലാതെ കമ്പനീസ് ആക്ട് അല്ല. അതേസമയം രജിസ്റ്റേർഡ് കമ്പനീസിൻ്റെ കേസിലേക്ക് വരുമ്പോഴാണ് ഈ ഒരു കമ്പനീസ് ആക്ട് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ പബ്ലിക് ആണെങ്കിലും പ്രൈവറ്റ് ആണെങ്കിലും എന്താ? രജിസ്റ്റേർഡ് കമ്പനീസ് ആണ്. ദേ ഹാവ് ടു ഫോളോ ദി കമ്പനീസ് ആക്ട്. ഇന്ത്യയിലെ കമ്പനീസ് ആക്ട് ആയിരിക്കും ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്യുന്ന പബ്ലിക് ആൻഡ് പ്രൈവറ്റ് കമ്പനീസ് ഫോളോ ചെയ്യുന്നത്. യെറ്റ് പ്രൈവറ്റ് കമ്പനീസ് ആർ ഗിവൺ certain special privileges and its rights under the act. ഒരേ ആക്ട് ആണ് ഫോളോ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ പോലും പ്രൈവറ്റ് കമ്പനീസിന് എന്തുണ്ട്? ചില പ്രിവിലേജസുകളുണ്ട്. പബ്ലിക് കമ്പനീസ് റേസ് ക്യാപിറ്റൽ ഫ്രം ദി ലാർജ് നമ്പർ ഓഫ് ഇൻവെസ്റ്റേഴ്സ് അല്ലേ? പബ്ലിക് കമ്പനിയിൽ എന്തില്ല? മാക്സിമം നമ്പർ ഓഫ് മെമ്പേഴ്സിന് ലിമിറ്റ് ഇല്ല. പബ്ലിക്കിനെ ഇൻവൈറ്റ് ചെയ്യാനായിട്ടുള്ള അധികാരമുണ്ട്. ഷെയർസ് പർച്ചേസ് ചെയ്യാൻ പബ്ലിക്കിനെ പ്രോസ്പെക്ടസ് വഴി ഇൻവൈറ്റ് ചെയ്യാനായിട്ടുള്ള അധികാരം പബ്ലിക് കമ്പനീസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ പബ്ലിക് കമ്പനീസിന് എന്താ? ഒരു ലാർജ് എമൗണ്ട് ഓഫ് ഫണ്ട് പബ്ലിക്കിൽ നിന്ന് റേസ് ചെയ്യാനായിട്ട് സാധിക്കും. Therefore, public companies are subject to strict control and regulation. അപ്പോൾ പബ്ലിക് കമ്പനീസിന് മുകളിലുള്ള സ്ട്രിക്റ്റ് കൺട്രോൾ ആൻഡ് റെഗുലേഷൻ്റെ റീസൺ എന്താണ്? കാരണം അവർ പബ്ലിക്കിൽ നിന്ന് ഒരു ഹ്യൂജ് എമൗണ്ട് ക്യാപിറ്റലായിട്ട് റേസ് ചെയ്തിട്ടായിരിക്കും കമ്പനി റൺ ചെയ്യുന്നത്. അപ്പോൾ ആ കമ്പനിയിൽ, പബ്ലിക് കമ്പനിയിലെ എന്തെങ്കിലും ഫ്രോഡോ അല്ലെങ്കിൽ മാൽ പ്രാക്ടീസസോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഹാവ് എ ഹ്യൂജ് ഇമ്പാക്ട് ദാൻ ദി പ്രൈവറ്റ് കമ്പനി. പ്രൈവറ്റ് കമ്പനിയിൽ ഉണ്ടാകുന്നതിനേക്കാളും ഒരു ഹ്യൂജ് ഇമ്പാക്റ്റ് പബ്ലിക് കമ്പനിയിലെ മാൽ പ്രാക്ടീസസിനും പബ്ലിക് കമ്പനിയിലെ ഫ്രോഡിനും ഉണ്ടാക്കാനായിട്ട് സാധിക്കും. കാരണം എന്താണ്? പബ്ലിക് കമ്പനിയിൽ പബ്ലിക് കൂടി, കോമൺ പീപ്പിൾ കൂടി ഇൻവോൾവ് ആണ്. പക്ഷെ പ്രൈവറ്റ് കമ്പനിയിൽ എന്താ? അത് ആ ഒരു ഫാമിലിയിലുള്ള ആളുകളോ അല്ലെങ്കിൽ ആ ഒരു
ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ട് വരുന്ന ആളുകൾ മാത്രമായിരിക്കും. പക്ഷേ പബ്ലിക് കമ്പനിയിൽ വരുമ്പോൾ അതിന് മൊത്തത്തിൽ നാഷണൽ ലെവലിൽ തന്നെ അതിനൊരു ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം അതുകൊണ്ടാണ് പബ്ലിക് കമ്പനീസിനെ കുറച്ചും കൂടിയും റെസ്ട്രിക്റ്റ് ചെയ്യുന്നതും കൺട്രോള് ചെയ്യുന്നതും. അപ്പം അതാണ് എന്ത് നമ്മുടെ പ്രൈവറ്റ് കമ്പനീസിന് ഒരു സ്പെഷ്യൽ പ്രിവിലേജ് കിട്ടാനായിട്ടുള്ള കാരണം. പബ്ലിക്കുമായിട്ട് അവരുടെ ഒരു ക്ലോസ് റിലേഷൻഷിപ്പ് അല്ലാത്തത് കൊണ്ടാണ് പ്രൈവറ്റ് കമ്പനിക്ക് ആ ഒരു സ്പെഷ്യൽ പ്രിവിലേജ് കിട്ടുന്നത്. These are required to protect the interest of investors and the general public, but private companies are exempted from certain provisions of the act since they collect funds from only limited number of shareholders. എന്നാൽ പ്രൈവറ്റ് കമ്പനിയിലെ ലിമിറ്റഡ് നമ്പർ ഓഫ് ഷെയർ ഹോൾഡേഴ്സിൽ നിന്ന് മാത്രമേ ഫണ്ട് റേസ് ചെയ്യുന്നുള്ളൂ. അത് മാക്സിമം എന്താണ് അവരുടെ ഫാമിലി മെമ്പേഴ്സും റിലേറ്റീവ്സും ഒക്കെ തന്നെയായിരിക്കും. അപ്പം അതുകൊണ്ടാണ് നമ്മുടെ പ്രൈവറ്റ് കമ്പനീസിന് കുറച്ച് എക്സംഷൻസ് കിട്ടുന്നതും പബ്ലിക് കമ്പനീസിന് ഇത്രയേറെ റെസ്ട്രിക്ഷൻസ് വരാൻ കാരണം അവർ പബ്ലിക്കിൽ നിന്നാണ് ഫണ്ട് റേസ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാവാനായിട്ട് പാടില്ല. ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് കുറച്ചും കൂടി നെഗറ്റീവ് ഇമ്പാക്റ്റ് കൂടുതലായിരിക്കും. ഓക്കെ, അപ്പം അതുകൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്, പ്രൈവറ്റ് കമ്പനീസിന് സെർട്ടൈൻ സ്പെഷ്യൽ പ്രിവിലേജസ് ആർ അവൈലബിൾ ആസ് പെർ കമ്പനീസ് ആക്ട് എന്ന് പറയുന്നത്. ഇനി എന്തൊക്കെയാണ് ഈ പ്രിവിലേജസ് നമുക്ക് നോക്കാം. മിനിമം നമ്പർ ഓഫ് പേഴ്സൺ, നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. പ്രിവിലേജസിൻ്റെ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് എങ്ങനെയാണെന്ന് നോക്കാം. എന്താണ്, പബ്ലിക് കമ്പനി സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ മിനിമം 7 പേര് വേണമല്ലേ. പക്ഷെ പ്രൈവറ്റ് കമ്പനി ആണെന്നുണ്ടെങ്കിലോ 2 പേരുണ്ടായാൽ മതി. അത് തന്നെ ഒന്നാമത്തെ പ്രിവിലേജ് ആണ്. ഓക്കെ, ഓൺലി റിക്വയർഡ് 2. 2 ആളുകൾ ഉണ്ടെങ്കിൽ തന്നെ ഒരു പ്രൈവറ്റ് കമ്പനി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ആൻഡ് ഇറ്റ് ഈസ് നോട്ട് റിക്വയർഡ് ടു ഫയൽ എ പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യേണ്ട ആവശ്യമില്ല. പബ്ലിക് കമ്പനി ആണെങ്കിൽ അത് പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്ത് അത് രജിസ്ട്രാറിന് സബ്മിറ്റ് ചെയ്ത് അതിന് അപ്രൂവലും കാര്യങ്ങളും അങ്ങനത്തെ പ്രൊസീജിയേഴ്സ് വരുന്നുണ്ട്. പക്ഷെ പ്രൈവറ്റ് കമ്പനിക്ക് എന്തില്ല, ഈ ഒരു പ്രോസ്പെക്ടസ് ഇഷ്യൂ റിലേറ്റഡ് ആയിട്ടുള്ള യാതൊരു പ്രശ്നങ്ങളും ഇല്ല. പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യേണ്ട കാര്യമില്ല. Then it can proceed with the allotment of shares even before obtaining minimum subscription. പ്രൈവറ്റ് കമ്പനീസിന് എന്താണ്, മിനിമം സബ്സ്ക്രിപ്ഷൻ ആവുന്നതിന് മുന്നേ തന്നെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അലോട്ട്മെൻറ്റ് ഓഫ് ഷെയർസും ആയിട്ട് പ്രൊസീഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ പബ്ലിക് കമ്പനി ആണെങ്കിൽ മിനിമം സബ്സ്ക്രിപ്ഷൻ ആയതിനു ശേഷം മാത്രമേ ഷെയർസ് അലോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ പ്രൈവറ്റ് കമ്പനിക്ക് അങ്ങനെയില്ല. മിനിമം സബ്സ്ക്രിപ്ഷൻ 10 lakh ആണെങ്കിലും ഇപ്പോൾ 8 lakh rupees അവർക്ക് കിട്ടിയിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ അവർക്ക് ആ ഒരു ഷെയർ അലോട്ട്മെൻറ്റുമായിട്ട് മുന്നോട്ട് പോകാനായിട്ടുള്ള അധികാരമുണ്ട്. അത് അവർക്ക് എന്താണ്, ഒരു സ്പെഷ്യൽ പ്രിവിലേജ് ആണ്. അപ്പോൾ അവിടെ മിനിമം സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്ന ആ ഒരു റെസ്ട്രിക്ഷൻ ആർക്കില്ല, പ്രൈവറ്റ് കമ്പനീസിന് ഇല്ല. Then it can issue any class of shares including deferred shares. അത് നമ്മൾ പറഞ്ഞു അല്ലേ, ഇക്വിറ്റി, പ്രിഫറൻസ്, ഡെഫേർഡ് ഷെയർസ് ഇഷ്യൂ ചെയ്യാനായിട്ടുള്ള അധികാരം പ്രൈവറ്റ് കമ്പനിക്ക് ഉണ്ട്. whereas in the case of public company they can issue only equity and preference. ഇക്വിറ്റിയും പ്രിഫറൻസും മാത്രമേ പബ്ലിക് കമ്പനിക്ക് ഇഷ്യൂ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഡെഫേർഡ് ഷെയർസ് പബ്ലിക് കമ്പനിക്ക് ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല. ബട്ട് എ പ്രൈവറ്റ് കമ്പനി ക്യാൻ ഇഷ്യൂ, പ്രൈവറ്റ് കമ്പനിക്ക് ഇഷ്യൂ ചെയ്യാനായിട്ട് സാധിക്കും. ദ മിനിമം നമ്പർ ഓഫ് ഡയറക്ടേഴ്സ് ഇൻ എ പ്രൈവറ്റ് കമ്പനി ഈസ് ഓൺലി 2. അവിടെ എന്താണ്, പ്രൈവറ്റ് കമ്പനിയുടെ പ്രിവിലേജ് ആണ്. മിനിമം 2 ഡയറക്ടേഴ്സ് ഉണ്ടെങ്കിൽ പ്രൈവറ്റ് കമ്പനി റൺ ചെയ്യാം. പക്ഷേ പബ്ലിക് ആണെങ്കിലോ 3 വേണമല്ലേ. അപ്പം അതും എന്താണ്, പ്രൈവറ്റിൻ്റെ ഒരു സ്പെഷ്യൽ പ്രിവിലേജ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ആൻഡ് എ ഡയറക്ടർ ഓഫ് എ പ്രൈവറ്റ് കമ്പനി ക്യാൻ ഹോൾഡ് ഡയറക്ടർഷിപ്പ് ഇൻ മോർ ദാൻ 20 കമ്പനീസ്. എന്താണ്, ഒരു പ്രൈവറ്റ് കമ്പനിയിലെ ഡയറക്ടറായിട്ടുള്ള ഒരു വ്യക്തിക്ക് 20 കമ്പനീസിൽ കൂടുതൽ ഇതേപോലെ ഡയറക്ടർഷിപ്പ് ഹോൾഡ് ചെയ്യാനായിട്ടുള്ള അധികാരമുണ്ട്. അതും പ്രൈവറ്റ് കമ്പനിയുടെ ഒരു ഫീച്ചർ അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ പ്രിവിലേജ് ആണ്. ഓക്കെ, ഇപ്പോൾ ABC എന്ന് പറയുന്ന പ്രൈവറ്റ് കമ്പനി, ഓക്കെ, ABC പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയിലെ ഡയറക്ടർ ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് അയാൾക്ക് എന്താ, മറ്റൊരു 20 കമ്പനീസിൽ കൂടി ഡയറക്ടർഷിപ്പ് എടുക്കുന്നതിന് യാതൊരു റെസ്ട്രിക്ഷനും നമ്മുടെ കമ്പനീസ് ആക്റ്റിൽ പറയുന്നില്ല. അതേസമയം പബ്ലിക് കമ്പനിയിലെ ഡയറക്ടേഴ്സിന് എന്താണ്, ഒരുപാട് തരത്തിലുള്ള റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ആ പറയുന്ന റെസ്ട്രിക്ഷൻസ് ഒന്നും മാർക്കില്ല നമ്മുടെ പ്രൈവറ്റ് കമ്പനിയിലെ ഡയറക്ടറിനില്ല. അയാൾക്ക് ഇപ്പോൾ 25 കമ്പനിയിൽ എടുക്കണമെങ്കിൽ എടുക്കാം, 22 കമ്പനിയിൽ എടുക്കണമെങ്കിൽ എടുക്കാം, 2 കമ്പനിയിൽ ഡയറക്ടർഷിപ്പ് എടുക്കണമെങ്കിൽ എടുക്കാം. ദർ ഇസ് നോ എനി റെസ്ട്രിക്ഷൻസ്. എന്തില്ല, റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരിക്കില്ല.
There are no restrictions on the maximum managerial remuneration payable to the director of private company. Private companyയുടെ ഡയറക്ടറിന് പേ ചെയ്യുന്ന മാനേജീരിയൽ റെമ്യൂണറേഷനിലും എന്തില്ല, റെസ്ട്രിക്ഷൻസ് ഇല്ല. അത് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, പബ്ലിക് കമ്പനിയിലെ ഡയറക്ടർ ആണെന്നുണ്ടെങ്കിൽ അയാൾക്ക് കൊടുക്കുന്ന മാനേജീരിയൽ റെമ്യൂണറേഷനിൽ റെസ്ട്രിക്ഷൻസ് ഉണ്ട്, ഇത്ര എമൗണ്ട് വരെ പാടുള്ളൂ എന്നുള്ള ആ ഒരു റെസ്ട്രിക്ഷൻസ് വരുന്നുണ്ട്. പക്ഷേ പ്രൈവറ്റ് കമ്പനിയിൽ എന്തില്ല, റെസ്ട്രിക്ഷൻസ് ഇല്ല. Then a director of private company can vote on matters in which he is personally interested. Another important special privilege for private company. എന്താണ്, പേഴ്സണലി ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ പോലും വോട്ട് ചെയ്യാനായിട്ടുള്ള അധികാരം ആർക്കുണ്ട്, പ്രൈവറ്റ് കമ്പനിയിലെ ഡയറക്ടേഴ്സിനുണ്ട്. പക്ഷെ പബ്ലിക് കമ്പനിയിൽ എന്തില്ല, ഇത്തരത്തിൽ പേഴ്സണലി ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള വിഷയങ്ങൾ അല്ലെങ്കിൽ അയാളുമായിട്ട് പേഴ്സണലി റിലേറ്റഡ് ആയിട്ട് വരുന്ന വിഷയങ്ങളിൽ ഒപ്പീനിയൻ പറയാൻ അല്ലെങ്കിൽ വോട്ട് ചെയ്യാനായിട്ടുള്ള അധികാരം പബ്ലിക് കമ്പനി ഡയറക്ടേഴ്സിന് ഉണ്ടായിരിക്കില്ല. പക്ഷെ പ്രൈവറ്റ് കമ്പനിയിൽ അങ്ങനെയല്ല, പേഴ്സണലി ഇൻട്രസ്റ്റ് ഉള്ള ടോപ്പിക് ആണെങ്കിലും ദേ ഹാവ് ദ റൈറ്റ് ഫോർ വോട്ട്. അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, വോട്ട് ചെയ്യാനായിട്ടുള്ള അധികാരം ഉണ്ടായിരിക്കും. ദെൻ ക്വാറം റിക്വയർഡ് ഈസ് ഓൺലി 2. 2 പേരുണ്ടെങ്കിൽ എന്ത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും, പ്രൈവറ്റ് കമ്പനിയുടെ മീറ്റിംഗ്സ് കണ്ടക്ട് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷെ പബ്ലിക് കമ്പനിയിൽ എന്താണ്, ആ ഒരു നമ്പർ ഓഫ് പേഴ്സൺസ് 2 ആയി കഴിഞ്ഞാൽ യൂഷ്വലി എന്ത് ചെയ്യാൻ പറ്റില്ല. കാരണം അവിടെ ഒരു നമ്പർ ഓഫ് മെമ്പേഴ്സ് എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആണല്ലേ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഹ്യൂജ് നമ്പർ ഉണ്ടായിരിക്കും. അപ്പോൾ എന്താണ്, യൂഷ്വലി ഒരു 2 പേരൊന്നും വെച്ചിട്ട് പബ്ലിക് കമ്പനിയിൽ നമുക്ക് മീറ്റിംഗ്സ് കണ്ടക്ട് ചെയ്യാൻ പറ്റില്ല. ഇറ്റ് ക്യാൻ ബി ഡൺ ഓൺലി ഇൻ പ്രൈവറ്റ് കമ്പനി. പ്രൈവറ്റ് കമ്പനിയിൽ മാത്രമേ നമുക്കത് കണ്ടക്ട് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഇതൊക്കെ എന്താണ്, പ്രൈവറ്റ് കമ്പനിയുടെ സ്പെഷ്യൽ പ്രിവിലേജസ് ആണ്. അപ്പോൾ നമ്മൾ പബ്ലിക് കമ്പനി എന്താണ്, പ്രൈവറ്റ് കമ്പനി എന്താണ്, പബ്ലിക് കമ്പനിയുടെ ഫീച്ചേഴ്സ്, പ്രൈവറ്റ് കമ്പനിയുടെ ഫീച്ചേഴ്സ്, അതേപോലെ പബ്ലിക് ആൻഡ് പ്രൈവറ്റ് കമ്പനി തമ്മിലുള്ള മേജർ ഡിഫറൻസ് ഇതാണ് നോക്കിയത്. അതിനുശേഷം നമ്മൾ നോക്കിയതാണ് സ്പെഷ്യൽ പ്രിവിലേജസ് ഓഫ് പ്രൈവറ്റ് കമ്പനി. ആ ഡിഫറൻസിൽ വരുന്ന മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് നമ്മുടെ സ്പെഷ്യൽ പ്രിവിലേജിലും വരുന്നത് അല്ലേ. അപ്പം നിങ്ങൾ ആ ഒരു നമ്പർ, എത്ര മിനിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് ആവാം, മാക്സിമം എത്ര വരെ ആവാം, ഏതൊക്കെ ഷെയർസ് ഇഷ്യൂ ചെയ്യാം, ആ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. കാരണം നമുക്ക് എന്താണ്, സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആവാനായിട്ട് സാധ്യത ഉണ്ട് അല്ലേ. അപ്പോൾ പബ്ലിക് കമ്പനിയിലാണോ ലിമിറ്റ് ഇല്ലാത്തത്, പ്രൈവറ്റ് കമ്പനിയിലാണോ ലിമിറ്റ് ഇല്ലാത്തത് എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് എന്താ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കണം അല്ലേ. കുറച്ച് പ്രിവിലേജും കൂടി ഉണ്ട്. മെനി പ്രൊവിഷൻസ് റിഗാർഡിംഗ് ജനറൽ മീറ്റിംഗ്സ്, നോട്ടീസ്, quorum, chairman, proxies, voting poll etc. are applicable to public companies, not applicable to private company. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് എന്താണ്, പബ്ലിക് കമ്പനീസിന് കുറച്ചും കൂടി റെസ്ട്രിക്ഷൻസ് ഉണ്ട് ഓൺ ദ ബേസിസ് ഓഫ് മീറ്റിംഗ്, ജനറൽ മീറ്റിംഗ്സ് കണ്ടക്ട് ചെയ്യണതിന്, ക്വാറം റിലേറ്റഡ് ആയിട്ട്, അതേപോലെ വോട്ടിംഗ് റിലേറ്റഡ് ആയിട്ട്. പ്രൈവറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പബ്ലിക്കിനാണ് ഈ പറയുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ റെസ്ട്രിക്ഷൻസ് ആസ് പെർ കമ്പനീസ് ആക്ട് ഉള്ളത്. And many restrictions applicable for the appointment, retirement or removal of directors. അത് നമ്മൾ പറഞ്ഞതാണ് എന്താണ്, ഡയറക്ടേഴ്സിൻ്റെ അവരുടെ റെമ്യൂണറേഷൻ, അവരുടെ അപ്പോയിൻമെൻറ്റ്, അവരുടെ റിമൂവൽ, അവരുടെ നമ്പർ ഓഫ് ഡയറക്ടർഷിപ്പ് ഹോൾഡിങ്, ഇതെല്ലാം എന്താണ്, പബ്ലിക് കമ്പനിയിൽ റെസ്ട്രിക്റ്റഡ് ആണ്. അതിനൊക്കെ ഒരു ലിമിറ്റ് പറയുന്നുണ്ട്. പക്ഷേ പ്രൈവറ്റ് കമ്പനിയിൽ എന്തില്ല, ഈ ഒരു ലിമിറ്റ് ഇല്ല. Then no government approval is required for the appointment or reappointment of managing director in private company. Important ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ പ്രിവിലേജ് ആണ്. എന്ത്, ഗവൺമെൻറ് അപ്രൂവലിൻ്റെ ആവശ്യമില്ല. പബ്ലിക് കമ്പനി ആണെങ്കിൽ ഒരു ഡയറക്ടറിനെ അപ്പോയിൻറ്റ് ചെയ്യണമെങ്കിലും റിമൂവ് ചെയ്യണമെങ്കിലും ദേ നീഡ് ദ പെർമിഷൻ ഓർ അപ്രൂവൽ ഫ്രം ദ ഗവൺമെൻറ്. പക്ഷേ പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ എന്താണ്, നമ്മുടെ ഡയറക്ടറിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നതിനോ ഡയറക്ടറിനെ റിമൂവ് ചെയ്യുന്നതിനോ ആരുടെ അപ്രൂവലിൻ്റെ ആവശ്യമില്ല, നമ്മുടെ ഗവൺമെൻറ് അപ്രൂവലിൻ്റെ ആവശ്യമില്ല. ഇതും എന്താണ്, ഒരു സ്പെഷ്യൽ പ്രിവിലേജ് ആണ്. എന്തിൻ്റെ, സ്പെഷ്യൽ പ്രിവിലേജ് ഓഫ് പ്രൈവറ്റ് കമ്പനീസ്. ഓക്കെ, അപ്പോൾ പ്രൈവറ്റ് കമ്പനീസിനെയും പബ്ലിക് കമ്പനീസിനെയും കമ്പയർ ചെയ്യുമ്പോൾ പബ്ലിക് കമ്പനീസ് ഹാവ് മെനി റെസ്ട്രിക്ഷൻസ് ബിക്കോസ് they collect capital or they collect the fund from huge number of members or huge number of public or from public. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു റെസ്ട്രിക്ഷൻസ് അല്ലെങ്കിൽ ഒരു സ്ട്രിക്റ്റ് കൺട്രോൾ ഓവർ പബ്ലിക് കമ്പനി നമ്മുടെ കമ്പനീസ് ആക്ട് കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് വരുന്ന ടോപ്പിക്കാണ് ഫോർമേഷൻ ഓഫ് കമ്പനി. അപ്പോൾ നമ്മൾ കമ്പനി എന്താണെന്നും
ഏതൊക്കെ ടൈപ്പ് ഓഫ് കമ്പനീസ് ആണുള്ളതെന്നുള്ളതും അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് നോക്കി. ഇനി എങ്ങനെയാണ് ഒരു കമ്പനി ഫോർമേഷൻ അല്ലെങ്കിൽ ഫോർമേഷൻ എങ്ങനെയാണ്, കമ്പനിയുടെ ആ ഒരു രജിസ്ട്രേഷൻ, ആ ഒരു കമ്പനി സെറ്റപ്പിലേക്ക് അല്ലെങ്കിൽ ആ ഒരു രജിസ്ട്രേഷൻ കാര്യങ്ങളിലേക്ക് എങ്ങനെയാണ് എത്തുന്നത് എന്നുള്ള ആ ഒരു സ്റ്റെപ്പാണ് അല്ലെങ്കിൽ ആ ഒരു ഫോർമേഷൻ പ്രൊസീജിയറാണ് നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, സോ ഫോർമേഷൻ ഓഫ് കമ്പനി. There are 4 stages in the formation of company. ഒരു കമ്പനിയുടെ ഫോർമേഷനിൽ എത്ര സ്റ്റേജസ് ആണുള്ളത്? 4 സ്റ്റേജസ് ആണ് മെയിൻ ആയിട്ട് വരുന്നത്. ഓക്കെ, there are 4 stages in the formation of company. They are ഏതൊക്കെയാണ്? പ്രൊമോഷൻ, ഇൻകോർപ്പറേഷൻ, റേസിംഗ് ഓഫ് ക്യാപിറ്റൽ ആൻഡ് കമൻസ്മെൻറ്റ് ഓഫ് ബിസിനസ്. ഓക്കെ, ഒരു കമ്പനിയുടെ സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ ഒരു കമ്പനി ആയിട്ട് ആ ഒരു ഫങ്ഷൻ ചെയ്യാൻ അല്ലെങ്കിൽ പെർഫോം ചെയ്യുന്ന ആ ഒരു സ്റ്റേജിലേക്ക് എത്തുന്നതിന് മുന്നേ നമുക്ക് എത്ര പ്രൊസീജിയേഴ്സ് നമുക്ക് അല്ലെങ്കിൽ എത്ര സ്റ്റേജസ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ടുണ്ട്? 4 സ്റ്റേജസ് ആണ് കംപ്ലീറ്റ് ചെയ്യാനായിട്ടുള്ളത്. പ്രൊമോഷൻ, ഇൻകോർപ്പറേഷൻ, റേസിംഗ് ഓഫ് ക്യാപിറ്റൽ, കമൻസ്മെൻറ്റ് ഓഫ് ബിസിനസ്. ഓക്കെ, 1 by 1 നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് വൺ ഈസ് പ്രൊമോഷൻ. അപ്പോൾ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാനുള്ള ഐഡിയ തുടങ്ങുന്ന ആ ഒരു സ്റ്റേജാണ് പ്രൊമോഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കൊരു ബിസിനസ് ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ള ആ ഒരു ഐഡിയ സ്റ്റാർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഒരു ഐഡിയ വരുന്ന ആ ഒരു സ്റ്റേജാണ് പ്രൊമോഷൻ എന്ന് പറയുന്നത്. ദ വെരി ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ ദി ഫോർമേഷൻ ഓഫ് കമ്പനി. ഒരു കമ്പനിയുടെ ഫോർമേഷനിലെ ദ വെരി ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഏതാണ്? പ്രൊമോഷൻ ആണ്. ഓക്കെ, കമ്പനി ഫോർമേഷനിലെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഏതാണ്? പ്രൊമോഷൻ. Every company is formed as a result of the idea conceived by the promoter or group of promoters. എല്ലാ കമ്പനീസും സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? by the result of idea conceived by a promoter or group of promoter. പ്രൊമോട്ടറിൻ്റെയോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പ്രൊമോട്ടേഴ്സിൻ്റെയോ ഐഡിയ വഴിയാണ് പലപ്പോഴും ഒരു ബിസിനസ് ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പം നമുക്ക് ഏതൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്യണമെങ്കിലും എന്തിനാണ് കമ്പനി, എന്താണ് അവരുടെ പ്രൊഡക്റ്റ്, എന്താണ് അവർ സെല്ല് ചെയ്യാൻ പോകുന്നത്, ഏത് ടൈപ്പ് ഓഫ് സാധനമാണ് അല്ലെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് ട്രേഡിലാണ് അല്ലെങ്കിൽ നോൺ ട്രേഡിംഗ് ആണെങ്കിൽ എന്തിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അങ്ങനെ ഒരു മെയിൻ ആയിട്ടുള്ള പർപ്പസ് ഉണ്ടാവില്ലേ. ഇപ്പം നമുക്ക് ക്ലോത്തിങ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കമ്പനി ആയിരിക്കും തുടങ്ങേണ്ടത്. അതല്ല നമുക്കൊരു ഫോൺ സിം റിലേറ്റഡ് അങ്ങനെയൊക്കെ ആണെങ്കിലോ ടെലി കമ്മ്യൂണിക്കേഷൻ സെക്ടറിലായിരിക്കും. അതല്ല നമുക്കൊരു ഫുഡ് റിലേറ്റഡ് ആയിട്ട് വരികയാണ്, അപ്പം നമുക്കൊരു ബ്രെഡ് ഫാക്ടറി ഒക്കെയാണ് നമ്മൾ തുടങ്ങാൻ പോകണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഐഡിയ അല്ലേ. അപ്പം ഇത്തരത്തിൽ എല്ലാ കമ്പനീസിനും എന്തിനാണ് അവർ ബിസിനസ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള ആ ഒരു ബേസിക് ആയിട്ടുള്ളൊരു ഐഡിയ വേണമല്ലേ. ആ ഒരു ഐഡിയ പലപ്പോഴും കൊടുക്കുന്നത് ആരായിരിക്കും? ഈ ഒരു പ്രൊമോട്ടേഴ്സ് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് പ്രൊമോട്ടേഴ്സ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാനുള്ള ബേസിക് ഐഡിയ പ്രൊവൈഡ് ചെയ്യുന്ന വ്യക്തിയാണ് പ്രൊമോട്ടർ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം തന്നെയായിരിക്കും, ആ ഒരു പ്രൊമോട്ടറായിട്ട് വരുന്ന ആ ഒരു വ്യക്തി തന്നെയായിരിക്കും കമ്പനിയുടെ ആ ഒരു എന്താ പറയുക രജിസ്ട്രേഷൻ വരെയുള്ള ഇനീഷ്യൽ സ്റ്റേജസ് എല്ലാം തന്നെ കംപ്ലീറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ പലപ്പോഴും കമ്പനിയുടെ ഓണേഴ്സിൽ അവരെല്ലാവരും കൂടിയിട്ടുള്ള ഒരു ഐഡിയ ഫോം ചെയ്തതായിരിക്കില്ല ബിസിനസ് ഓർഗനൈസേഷനായിട്ട് വരുന്നത്. ഏതെങ്കിലും 1-2 വ്യക്തികളുടെ ഐഡിയ ആയിരിക്കും. ഈ ഐഡിയ പ്രൊവൈഡ് ചെയ്യുന്ന ആളെന്നെയാണ് നമ്മൾ പ്രൊമോട്ടർ എന്ന് പറയുന്നത്. ഓക്കെ, so a promoter is intent to form a company and who take necessary steps to incorporate it by registration. എന്താണ് ആ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള അത് ഫോം ചെയ്യാനായിട്ടുള്ള ആ ഒരു ഐഡിയ കൊണ്ടുവന്ന് ആൻഡ് they take necessary steps to incorporate its registration. എന്താണ് ആ രജിസ്ട്രേഷൻ വരെയുള്ള എല്ലാ സ്റ്റെപ്സും കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ആ ഒരു ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസിനെയാണ് നമ്മൾ പ്രൊമോട്ടേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ആ ഒരു ബിസിനസ് ഐഡിയ കൊണ്ടുവന്നു, അതിന് വേണ്ട എല്ലാ കാര്യങ്ങളും എന്താ പറയുക അറേഞ്ച് ചെയ്ത് ആ ഒരു കമ്പനി രജിസ്ട്രേഷൻ വരെയുള്ള എല്ലാ സ്റ്റേജസും നോക്കുന്നത്, അതിന് വേണ്ട ഡോക്യുമെൻസും കാര്യങ്ങളും എല്ലാം ചെയ്ത് ആ ഒരു സ്റ്റേജിലേക്ക് എത്തിക്കുന്നത് വരെ ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഈ ഒരു പ്രൊമോട്ടേഴ്സ് ആയിരിക്കും. അക്കോർഡിംഗ് ടു സെക്ഷൻ 2 സബ്സെഷൻ 69 ഇതിനാണ് സെക്ഷൻ വരുന്നത്. സെക്ഷൻ 2 സബ്സെഷൻ 69. ഓക്കെ, പ്രൊമോഷൻ കമ്പനീസ് ആക്ട് 2013 ഏത് സെക്ഷനിലാണ് പറയുന്നത്? സെക്ഷൻ 2 സബ്സെഷൻ 69 ഓഫ് ദ കമ്പനീസ് ആക്ട് ഡിഫൈൻ എ പ്രൊമോട്ടർ ആസ്. ഇങ്ങനെയാണ് പ്രൊമോട്ടറിനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്.
നെയിംഡ് ഇൻ പ്രോസ്പെക്ടസ്. അദ്ദേഹത്തിൻ്റെ പേര് എവിടെ ഉണ്ടായിരിക്കണം? പ്രോസ്പെക്ടസിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, കമ്പനിയുടെ പ്രോസ്പെക്ടസിൽ, അതായത് പബ്ലിക്കുമായിട്ട് ഈ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു മീഡിയമാണ് അല്ലേ, ആ ഒരു പ്രോസ്പെക്ടസിൽ നെയിം ഉണ്ടായിരിക്കണം. ഹാവ് കൺട്രോൾ ഓവർ ദി അഫെയേഴ്സ് ഓഫ് ദ കമ്പനി. പ്രൊമോട്ടർക്ക് എന്തിനുള്ള അധികാരമുണ്ട്? ഹി ഹാവ് ദ കൺട്രോൾ ഓവർ ദി അഫെയേഴ്സ് ഓഫ് ദ കമ്പനി. കമ്പനി അഫെയേഴ്സിനെ കൺട്രോൾ ചെയ്യാനായിട്ടുള്ള അധികാരമുണ്ടായിരിക്കും. കാരണം അയാളാണ്, അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ് ആണ് ആ ഒരു ഐഡിയ കൺസീവ് ചെയ്തിട്ട് ആ ഒരു സ്റ്റാർട്ടിങ് അല്ലെങ്കിൽ ആ ഒരു കമ്പനി ഫോം ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് അല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ ദി ഹാവ് കൺട്രോൾ ഓവർ ദി അഫെയേഴ്സ് ഓഫ് കമ്പനി. കമ്പനി അഫെയേഴ്സിൽ ഒരു കൺട്രോൾ ഉണ്ടായിരിക്കും. ആൻഡ് ദേ അഡ്വൈസ്, ഡയറക്റ്റ് ആൻഡ് ഇൻസ്ട്രക്ട് ദി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ഈ പ്രൊമോട്ടേഴ്സ് എന്ത് ചെയ്യും? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് വേണ്ട അഡ്വൈസസും ഇൻസ്ട്രക്ഷൻസും ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ കൺട്രോളും ചെയ്യാൻ ആർക്ക് അധികാരമുണ്ട്? പ്രൊമോട്ടേഴ്സിന് അധികാരമുണ്ട്. ഓക്കെ, അപ്പോൾ ദ വെരി ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ ഫോർമേഷൻ ഓഫ് ദ കമ്പനി ഈസ് പ്രൊമോഷൻ. കമ്പനീനെ പ്രൊമോട്ട് ചെയ്യണം, ആ ഒരു കമ്പനിയുടെ എക്സിസ്റ്റൻസ് എൻഷുർ ചെയ്യണം. അതിന് വേണ്ടിയിട്ടുള്ള ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസ് അല്ലെങ്കിൽ ആ ഒരു ഇൻഡിവിജ്വലിനെയാണ് നമ്മൾ പ്രൊമോട്ടർ എന്ന് പറയുന്നത്. അവരായിരിക്കും ആ ഒരു ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള ബേസിക് ഐഡിയ കൊണ്ടുവരുന്നതും രജിസ്ട്രേഷൻ വരെയുള്ള എല്ലാ സ്റ്റെപ്സും ഫുൾഫില്ല് ചെയ്യുന്നതും. രജിസ്ട്രേഷന് ശേഷമാണ് പിന്നീട് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് വരുന്നതും. പിന്നീട് രജിസ്ട്രേഷന് ശേഷം എന്താണ്, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് വന്നു കഴിഞ്ഞാൽ പിന്നെ കമ്പനിയുടെ കാര്യങ്ങളെല്ലാം ഈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആയിരിക്കും നോക്കുന്നുണ്ടാവുക. അപ്പോൾ അതുവരെ ആ രജിസ്ട്രേഷൻ വരെയുള്ള സമയത്ത് കമ്പനിയുടെ കാര്യങ്ങളൊക്കെ ഡിസൈഡ് ചെയ്യുന്നതും അതിൻ്റെ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്യുന്നതും അതിൻ്റെ ലീഗൽ ഫോർമാലിറ്റീസ് എല്ലാം കംപ്ലീറ്റ് ചെയ്യുന്നതും ആരായിരിക്കും? ഈ ഒരു പ്രൊമോട്ടേഴ്സ് ആയിരിക്കും. അപ്പോൾ അക്കോർഡിംഗ് ടു സെക്ഷൻ 2 സബ്സെഷൻ 69, ഓക്കെ, 2 സബ്സെഷൻ 69 പ്രൊമോട്ടറിനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. എങ്ങനെയാണ് പ്രൊമോട്ടറിനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്? ഹൂസ് നെയിം ഇൻ പ്രോസ്പെക്ടസിൽ നെയിം ഉണ്ടായിരിക്കും. ഹു ഹാസ് കൺട്രോൾ ഓവർ ദി അഫെയേഴ്സ് ഓഫ് ദ കമ്പനി. കമ്പനി അഫെയേഴ്സിൽ കൺട്രോൾ ഉള്ള ഒരു വ്യക്തിയായിരിക്കും. അതേപോലെ തന്നെ എന്താണ്, അഡ്വൈസ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനും ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാനും, നമ്മുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് വേണ്ട ഇൻസ്ട്രക്ഷൻസും ഡയറക്ഷൻസും കൊടുക്കാനും അവരെ അഡ്വൈസ് ചെയ്യാനും അധികാരമുള്ള അല്ലെങ്കിൽ അതിന് അർഹതയുള്ള ഒരു വ്യക്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രൊമോട്ടർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്യുന്നത് ഈ ഒരു പ്രൊമോട്ടേഴ്സ് ആയിരിക്കും. Section 3 of the Companies Act 2013 deals with the basic requirement with respect to the constitution of company. എന്താണ് സെക്ഷൻ 3 ബേസിക് റിക്വയർമെൻറ്റ്, ഒരു കമ്പനി ഫോം ചെയ്യുന്നതിനുള്ള ബേസിക് റിക്വയർമെൻറ്റ്സ് പറയുന്നത് എന്താണ്? 7 or more person ഫോർ പബ്ലിക് കമ്പനി. നമുക്കറിയാം അല്ലേ, പബ്ലിക് കമ്പനി ആയിട്ട് രജിസ്റ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ 7 അല്ലെങ്കിൽ അതിൽ കൂടുതൽ ആളുകൾ വേണം. 2 or more persons ഫോർ എ പ്രൈവറ്റ് കമ്പനി. പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ 2 അതിലധികമോ ആളുകളാണ് വേണ്ടത്. ദെൻ 1 person ഫോർ 1 person കമ്പനി. എന്താണ്, 1 person കമ്പനി ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ ആണ് വേണ്ടത്. അപ്പോൾ ഈ ഒരു ക്രൈറ്റീരിയ ഫുൾഫിൽ ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് എന്താണ് ഒരു ലോഫുൾ പർപ്പസിൽ ബിസിനസ് ഫോം ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് വരുന്നതാണ് റെമ്യൂണറേഷൻ ടു ദി പ്രൊമോട്ടേഴ്സ്. പ്രൊമോട്ടേഴ്സിൻ്റെ റെമ്യൂണറേഷൻ എന്താണ്? അപ്പോൾ പ്രൊമോട്ടേഴ്സ് എന്താണ്, അവർ ആ ഒരു ഐഡിയ കൺസീവ് ചെയ്ത് ആ ഒരു രജിസ്ട്രേഷൻ വരെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തിയാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ വെറുതെ ആയിരിക്കില്ലല്ലോ അവർ ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് എന്തുണ്ട്? ഒരു റെമ്യൂണറേഷൻ ഉണ്ട്. അപ്പം എങ്ങനെയാണ് അവരുടെ റെമ്യൂണറേഷൻ നമുക്ക് നോക്കാം. ഇഷ്യൂയിങ് ഷെയർസ് ഇൻ ദി കമ്പനി. എന്താണ്, കമ്പനിയിലെ ഷെയർസിൻ്റെ രൂപത്തിൽ, കമ്പനി ഷെയർസിൻ്റെ രൂപത്തിൽ ഈ ഒരു പ്രൊമോട്ടേഴ്സിന് നമുക്ക് റെമ്യൂണറേഷൻ കൊടുക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ എനിക്കാണ് കമ്പനി തുടങ്ങേണ്ടത്, പക്ഷേ എനിക്ക് അതിനുള്ള ഒരു ഐഡിയ ഇല്ല എന്നുണ്ടെങ്കിൽ ഐ ക്യാൻ അപ്രോച്ച് എ പ്രൊമോട്ടർ ഗ്രൂപ്പ്, അല്ലെ ഒരു പ്രൊമോഷൻ ടീമിനെ അല്ലെങ്കിൽ പ്രൊമോട്ടർ ഗ്രൂപ്പിനെ എനിക്ക് അപ്രോച്ച് ചെയ്യാം. അപ്പോൾ അവർ എനിക്ക് അതിന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു തരും. അപ്പോൾ അതിന് റെമ്യൂണറേഷനായിട്ട് എനിക്ക് എന്ത് ചെയ്താൽ മതി? കമ്പനിയുടെ ഒരു ഷെയർസ് അവർക്ക് ഇഷ്യൂ ചെയ്താൽ മതി. അപ്പോൾ ഇഷ്യൂ ഓഫ് ഷെയർസ് എന്താണ്? ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നത് ഒരു കൈൻഡ് ഓഫ് റെമ്യൂണറേഷനായിട്ട് പ്രൊമോട്ടേഴ്സിന് എടുക്കാറുണ്ട്. Then paying a lump sum amount as commission for the services of promoters. എന്താ, ഷെയർ അല്ലെങ്കിൽ അവർക്ക് എന്താണ് ഒരു ലംപ് സം എമൗണ്ട് പേയ്മെൻറ്റ്. അപ്പോൾ അവർ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറയും നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യാം, 5 lakh rupees ആണ് ഞങ്ങളുടെ റെമ്യൂണറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു രജിസ്ട്രേഷൻ പ്രൊസീജിയർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓണേഴ്സിന് എന്ത് ചെയ്യാം? ഈ ഒരു 5 lakh rupees ട്രാൻസ്ഫർ ചെയ്യാം അല്ലേ. അപ്പോൾ ഒന്നല്ലെങ്കിൽ ഷെയർ കൊടുക്കാം, അല്ലെങ്കിൽ ഒരു കമ്മീഷൻ എമൗണ്ട് പോലെ ഒരു ലംപ് സം എമൗണ്ട് കൊടുക്കാം. ഗിവിങ് ഓപ്ഷൻസ് ഫോർ സബ്സ്ക്രൈബിങ് ഷെയർസ് ഇൻ ഫ്യൂച്ചർ. ഇനി ഇപ്പം
ഇപ്പം നമ്മൾ ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നില്ലെങ്കിലും ഫ്യൂച്ചറിൽ ഷെയർസ് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കാം. ഓക്കെ, ഇപ്പം കറൻ്റ്ലി ഇഷ്യൂ ചെയ്യുന്നില്ലെങ്കിലും ഫ്യൂച്ചറിൽ അവർക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ അതിനുള്ള ഒരു ഓപ്ഷൻ കൊടുക്കാനായിട്ട് പറ്റും. ദെൻ അപ്പോയിൻറ്റിങ് ആസ് ഡയറക്ടേഴ്സ് ഓർ ഹോൾഡിംഗ് ഓഫീസ് ഓഫ് പ്രോഫിറ്റ് ഇൻ ദി കമ്പനി. ചിലപ്പോൾ എന്താണ്, പ്രൊമോട്ടറിനെ ഡയറക്ടറായിട്ട് അപ്പോയിൻറ്റ് ചെയ്യാറുണ്ട്, ഒരു കൈൻഡ് ഓഫ് റെമ്യൂണറേഷൻ ആയിട്ട് ഡയറക്ടറായിട്ട് അപ്പോയിൻറ്റ് ചെയ്യാറുണ്ട്. ദെൻ പർച്ചേസിങ് അസറ്റ്സ് ഓർ ബിസിനസ് ക്യാരിഡ് ഓൺ ബൈ ദ പ്രൊമോട്ടേഴ്സ് അറ്റ് എ ഹയർ പ്രൈസ് ദാൻ കോസ്റ്റ് പ്രൈസ്. ഇതും എന്താണ്, ഒരു കൈൻഡ് ഓഫ് റെമ്യൂണറേഷൻ ആണ്. എന്താണ്, നമ്മുടെ പ്രൊമോട്ടറുടെ കയ്യിൽ നിന്ന് അസറ്റ്സ് എന്താണ് ഒരു ഹയർ പ്രൈസിന് പർച്ചേസ് ചെയ്യുക. എന്താണ്, കോസ്റ്റ് ചിലപ്പോൾ 10,000 ആണെങ്കിൽ അതൊരു 15,000 പർച്ചേസ് ചെയ്യുക. അപ്പോൾ ആ ഒരു 5,000 എന്താണ് അവർക്ക് കിട്ടുന്ന ഒരു എക്സ്ട്രാ അല്ലെങ്കിൽ അവരുടെ ഒരു റെമ്യൂണറേഷൻ ആയിട്ട് കൺസിഡർ ചെയ്യും. കാരണം അവരെന്താണ് കമ്പനിക്ക് ചെയ്തു തന്ന ആ ഒരു സർവീസസിനുള്ള ഒരു റിട്ടേൺ ആയിട്ട്. ഓക്കെ, ആൻഡ് പേയിങ് കമ്മീഷൻ ഓൺ ദ ഷെയർസ് സോൾഡ് ബൈ ദി കമ്പനി. എന്താണ്, കമ്പനിയുടെ വിറ്റുപോയ ഷെയർസിൻ്റെ മുകളിൽ കമ്മീഷൻ. ഈ ഒരു രീതിയിലൊക്കെ ആണെങ്കിൽ ഈ ഒരു ഫോമിലൊക്കെയാണ് നമ്മുടെ ആർക്ക് റെമ്യൂണറേഷൻ കിട്ടുന്നത്, പ്രൊമോട്ടേഴ്സിന് റെമ്യൂണറേഷൻ കിട്ടുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് വരുന്നതാണ് ഇൻകോർപ്പറേഷൻ. ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ എന്താ പറയുക കമ്പനിയുടെ ഫോർമേഷൻ സ്റ്റെപ്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു സ്റ്റെപ്പാണ് ഇൻകോർപ്പറേഷൻ എന്ന് പറയുന്നത്. ഇൻകോർപ്പറേഷൻ അല്ലെങ്കിൽ രജിസ്ട്രേഷൻ. കമ്പനി എന്ത് ചെയ്യണം, കമ്പനി രജിസ്റ്റർ ചെയ്യണം. ഓക്കെ, കമ്പനി എന്ത് ചെയ്യണം, ലീഗലി രജിസ്റ്റർ ചെയ്യണം. കമ്പനീസ് ആക്ട് പ്രകാരം എല്ലാ ഡോക്യുമെൻറ്റ്സും ഫുൾഫിൽ ചെയ്ത് കമ്പനി രജിസ്റ്റർ ചെയ്തിട്ട് അതിനെ ഓപ്പറേറ്റ് ചെയ്യാനായിട്ടുള്ള ആ ഒരു സർട്ടിഫിക്കറ്റ് എന്ത് ചെയ്യണം, അപ്രൂവ് ചെയ്യണം. അല്ലെങ്കിൽ ആ ഒരു സർട്ടിഫിക്കറ്റ് നമുക്ക് ഏൺ ചെയ്യാനായിട്ടുള്ള സാധിക്കണം. ആ ഒരു സ്റ്റേജിനെയാണ് നമ്മൾ ഇൻകോർപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പ്രൊമോഷനിൽ ഐഡിയ വന്നു, ഐഡിയ ബിസിനസ് എന്താണ്, എന്ത് റിലേറ്റഡ് ആണെന്നുള്ള ഒരു ഐഡിയ ജനറേറ്റ് ചെയ്തു. ഇനി ആ ഒരു ഐഡിയ വെച്ചിട്ട് നമ്മൾ എന്താണ് കമ്പനി എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സിലേക്ക് നമ്മൾ രജിസ്റ്റർ ചെയ്യാനായിട്ട് പോവുകയാണ്. ആ ഒരു സ്റ്റെപ്പിനെയാണ് നമ്മൾ ഇൻകോർപ്പറേഷൻ എന്ന് പറയുന്നത്. സെക്ഷൻ 7 ഓഫ് കമ്പനീസ് ആക്ട് 2013 പ്രൊവൈഡ്സ് ദ പ്രൊസീജിയേഴ്സ് ടു ബി ഫോളോഡ് ഫോർ ഇൻകോർപ്പറേഷൻ. ഇൻകോർപ്പറേഷൻ്റെ സമയത്ത് ഫോളോ ചെയ്യേണ്ട പ്രൊസീജിയേഴ്സ് സെക്ഷൻ 7 കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതായത് രജിസ്ട്രേഷൻ, കമ്പനി രജിസ്റ്റർ ചെയ്യുന്നതിന് എന്തൊക്കെയാണ് കൃത്യമായിട്ട് വേണ്ടതെന്നുള്ളത്. മെയിനായിട്ട് നമുക്കിവിടെ 3 കാര്യങ്ങളാണ് വരുന്നത്. ഒന്നാമത്തത് കമ്പനി നെയിം നമ്മൾ റിസർവ് ചെയ്യുക, അല്ലെങ്കിൽ കമ്പനി നെയിം ഫിക്സ് ചെയ്യുക. ദെൻ DIN, ഡയറക്ടർ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ. ഓക്കെ, ഏതൊക്കെ മെമ്പേഴ്സ് ആണോ ഡയറക്ടേഴ്സ് ആയിട്ട് കമ്പനിയിൽ വരുന്നത് അവർക്കൊരു ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ ഉണ്ടായിരിക്കും. അതിനെയാണ് നമ്മൾ ഡയറക്ടർ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ മെമ്പേഴ്സിനും ഈ ഒരു DIN നമ്പർ ആക്ടിവേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എല്ലാ ഡയറക്ടേഴ്സിനും ഈ ഒരു DIN നമ്പർ ആക്ടിവേറ്റ് ചെയ്യുക. ദെൻ ഫില്ലിംഗ് ആൻഡ് ഫയലിംഗ് ഓൾ ദി ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻറ്റ്സ്. ഓക്കെ, അപ്പോൾ ഈ ഒരു 3 സ്റ്റെപ്സാണ് ഒരു എന്താ പറയുക സമ്മറി ആയിട്ട് ഇൻകോർപ്പറേഷനിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ വരുന്നത്. എന്തൊക്കെയാണ്, നെയിം ഫിക്സ് ചെയ്യുക, ഡയറക്ടർ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ, ദെൻ ഫയലിംഗ് ഓഫ് ഓൾ കൈൻഡ്സ് ഓഫ് ഡോക്യുമെൻറ്റ്സ്. എല്ലാ തരത്തിലുള്ള ഡോക്യുമെൻറ്റ്സും ഫയൽ ചെയ്യുക, അല്ലെങ്കിൽ അത് പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സ്റ്റെപ്സ് ഫോർ ഇൻകോർപ്പറേഷൻ. ഇൻകോർപ്പറേഷന് വേണ്ട സ്റ്റെപ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. റിസർവേഷൻ ഓഫ് നെയിം ബൈ ഫയലിംഗ് ഈ ആപ്ലിക്കേഷൻ. എന്താണ്, കമ്പനിയുടെ പേര് റിസർവ് ചെയ്യുക. ഇപ്പോൾ നമുക്കറിയാം, നമുക്ക് കമ്പനി സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ്, അല്ലെങ്കിൽ നമുക്ക് ഒരു ബിസിനസ് ഐഡിയ വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മൾ ആലോചിക്കുന്നത് എന്താണ്, കമ്പനിക്ക് എന്ത് പേര് കൊടുക്കണം അല്ലേ. അപ്പോൾ ആ ഒരു കമ്പനി നെയിം ഫിക്സ് ചെയ്യുക, അല്ലെങ്കിൽ അത് ആ ഒരു കമ്പനി നെയിമിൻ്റെ ആ ഒരു ഫിക്സേഷനാണ് ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ കമ്പനി രജിസ്ട്രേഷന് പോകുമ്പോൾ, അല്ലെങ്കിൽ രജിസ്ട്രേഷൻ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് ചെയ്യുന്നതും എന്താണ്, ഈ ഒരു നെയിം റിസർവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ യൂഷ്വലി ഒരു 6 നെയിംസ് ആണ് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കുക. നമ്മുടെ രജിസ്ട്രേഷൻ, കമ്പനി രജിസ്ട്രാർക്ക് നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് നമുക്ക് 6 പേരുകൾ സജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ പേര് കൊടുക്കുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കമ്പനിയുടെ പേര് ഒരു കൺട്രി നെയിം റിലേറ്റഡ് ആവാനായിട്ട്
പാടില്ല. അതുപോലെ തന്നെ ഒരു എക്സിസ്റ്റിംഗ് കമ്പനിയുടെ നെയിം ആവാനായിട്ട് പാടില്ല. ഗവൺമെൻറ് കമ്പനി റിലേറ്റഡ് ആയിട്ടുള്ള പേരാകാൻ പാടില്ല. ഇങ്ങനെ ചില റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ഒരു 6 പേര് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതിൽ നിന്ന് എന്താണ് പ്രോപ്പർ ആയിട്ടുള്ള നെയിമാണ് നമുക്ക് എന്തായിട്ട് വരുന്നത്, നമ്മുടെ കമ്പനി നെയിമായിട്ട് അപ്രൂവ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് 6 നെയിംസ് സജസ്റ്റ് ചെയ്യാം. അപ്പോൾ അതിൽ ഫസ്റ്റ് നെയിം തന്നെ ഓക്കെ ആയി കഴിഞ്ഞാൽ ആ നെയിം തന്നെ നമുക്ക് നമ്മുടെ പ്രയോറിറ്റി അനുസരിച്ച് അതിന് നമുക്ക് കൊടുക്കാനായിട്ട്, റാങ്ക് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഫസ്റ്റ് നെയിം തന്നെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു നെയിം തന്നെ കമ്പനിക്ക് എന്ത് ചെയ്യും, അലോട്ട് ചെയ്ത് തരും. അപ്പോൾ ആ ഒരു കമ്പനി നെയിം റിസർവ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. റിസർവേഷൻ ഓഫ് ദ നെയിം ബൈ ഫയലിംഗ് ഈ ആപ്ലിക്കേഷൻ, ദ നെയിം വിൽ ബി റിസർവ്ഡ് ഫോർ 20 days. ആ ഒരു നെയിം എന്താണ് 20 days എന്താണ് അത് 20 days വരെ അത് റിസർവ് ചെയ്ത് വെക്കും. അപ്പം നമ്മൾ ഒരു സെറ്റ് ഓഫ് നെയിംസ് കൊടുത്തു, അതേപോലെ തന്നെ വേറെ ആൾക്കാരും അപ്ലൈ ചെയ്യുന്നുണ്ടാവും അല്ലേ. അപ്പം നമ്മൾ അപ്ലൈ ചെയ്ത പേര് അല്ലെങ്കിൽ നമ്മൾ കൊടുത്തിട്ടുള്ള പേര് ആ ഒരു 20 ദിവസം വരെ റിസർവ് ചെയ്ത് വെക്കാനായിട്ടുള്ള ഒരു പ്രിവിലേജ് നമ്മുടെ കമ്പനീസ് ആക്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കമ്പനിയുടെ നെയിം ഇതുപോലെ അപ്രൂവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വിത്തിൻ 3 months ആ ഒരു നെയിം കിട്ടിക്കഴിഞ്ഞ് വിത്തിൻ 3 months ഉള്ളിൽ ഇൻകോർപ്പറേഷൻ പ്രൊസീജിയേഴ്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളതാണ് കമ്പനീസ് ആക്ട് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് 6 നെയിംസ് സജസ്റ്റ് ചെയ്യാം. അതിൽ നമ്മുടെ നെയിംസിന് 20 ദിവസം വരെ നമുക്ക് റിസർവ് ചെയ്ത് വെക്കാനായിട്ടുള്ള അധികാരമുണ്ട്. അതിൽ നമുക്ക് നെയിം അപ്രൂവ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വിത്തിൻ 3 months ആ നെയിം അപ്രൂവ് ആയതിനു ശേഷം വിത്തിൻ 3 months ആണ് നമ്മൾ ഇൻകോർപ്പറേഷൻ പ്രൊസീജിയേഴ്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഡ്രാഫ്റ്റിംഗ് ആൻഡ് സൈനിങ് ഓഫ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ആൻഡ് ഇറ്റ്സ് സബ്മിഷൻ ടു ROC. ROC എന്ന് വെച്ച് കഴിഞ്ഞാൽ റീജിയണൽ ഓഫീസറാണ് കേട്ടോ. ROC. ദീസ് ഡോക്യുമെന്റ്സ് ഹാവ് ടു ബി ഫയൽഡ് ആൻഡ് സ്റ്റാമ്പ്ഡ്. അപ്പം നെയിമിൻ്റെ റിസർവേഷനും നെയിം അപ്രൂവലും ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് ചെയ്യേണ്ട കാര്യമാണ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ആൻഡ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ ഫില്ല് ചെയ്യുക എന്നുള്ളത്. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻറ്റ്സ് ഓഫ് ദ കമ്പനി, അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ഡോക്യുമെൻറ്റ്സ് ആണ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ആൻഡ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ. MOA എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ ആണ്. AOA എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് എന്താണ് മെമ്മോറാണ്ടം, എന്താണ് ആർട്ടിക്കിൾസ് എന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വരുന്ന ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും കേട്ടോ. ഓക്കെ, അപ്പോൾ ഇപ്പോൾ മെമ്മോറാണ്ടം നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മുടെ കമ്പനി രജിസ്ട്രേഷന് വേണ്ടിയിട്ട് ചെയ്യേണ്ടത് എന്താണ്, നെയിം ഫിക്സേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്നതാണ് ഈ മെമ്മോറാണ്ടം ആൻഡ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. അത് ഫില്ല് ചെയ്തിട്ട് അത് ആർക്ക് സബ്മിറ്റ് ചെയ്യണം, ROCക്ക് സബ്മിറ്റ് ചെയ്യണം. അതെന്താണ്, ഫയൽഡ് ആയിട്ടും സ്റ്റാമ്പ്ഡ് ആയിട്ടും വേണം ഈ ഒരു AOA അല്ലെങ്കിൽ MOA സബ്മിറ്റ് ചെയ്യാനായിട്ട്. അപ്പം മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്നത് കമ്പനിയുടെ എക്സ്റ്റേണൽ വേർഡുമായിട്ടുള്ള റിലേഷൻഷിപ്പാണ് അവിടെ പറയുന്നത്. കമ്പനിയുടെ ഒബ്ജക്റ്റീവ്സ്, കമ്പനിയുടെ നെയിം, അങ്ങനെ എക്സ്റ്റേണൽ വേൾഡുമായിട്ടുള്ള കമ്പനിയുടെ റിലേഷൻഷിപ്പ് മെഷർ ചെയ്യാൻ അല്ലെങ്കിൽ അത് ഡിഫൈൻ ചെയ്യുന്നതാണ് മെമ്മോറാണ്ടം. അതേസമയം വിത്തിൻ ദ കമ്പനി വരുന്ന കാര്യങ്ങൾ, ഇൻസൈഡ് ദ കമ്പനി വരുന്ന കാര്യങ്ങളാണ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വരുന്ന ക്ലാസ്സിൽ നോക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു മെമ്മോറാണ്ടം ആൻഡ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ കൃത്യമായിട്ട് ഫയൽ ചെയ്യുക. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഒരു വീഴ്ച വരുത്തി കഴിഞ്ഞാൽ, മെമ്മോറാണ്ടം ഫയൽ ചെയ്യുന്നതിലോ ആർട്ടിക്കിൾ ഫയൽ ചെയ്യുന്നതിലോ എന്തെങ്കിലും ഒരു വീഴ്ച വരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, കമ്പനിയുടെ രജിസ്ട്രേഷൻ ക്യാൻസൽ ആവും, അല്ലെങ്കിൽ കമ്പനിക്ക് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആവില്ല, അല്ലെങ്കിൽ കിട്ടാതിരിക്കാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ കമ്പൽസറി ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം, ഈ ഒരു മെമ്മോറാണ്ടം ആൻഡ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഫുൾഫിൽ ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ സ്റ്റാറ്റ്യൂട്ടറി കമ്പനീസിൻ്റെ കേസിൽ അവർക്ക് എന്തില്ല, ഈ ഒരു മെമ്മോറാണ്ടം ആൻഡ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഫില്ല് ചെയ്യേണ്ട ആവശ്യമില്ല. അതല്ലാത്ത എല്ലാ കമ്പനീസിനും ഈ 2 ഡോക്യുമെൻറ്റ്സ് കമ്പൽസറി ആയിട്ട് അവർ ഫില്ല് ചെയ്തിട്ട് ഉണ്ടായിരിക്കണം. Then consent of the person nominated as director to act as director to be submitted electronically. അടുത്തത് വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പ് എന്താണ്, കൺസെൻറ്റ് ഓഫ് ദി പേഴ്സൺ ടു ബി അപ്പോയിൻറ്റഡ് ആസ് ഡയറക്ടർ. ഡയറക്ടറായിട്ട് അപ്പോയിൻറ്റ് ചെയ്യാൻ പോകുന്ന വ്യക്തിയുടെ കൺസെൻറ്റ്. ഓക്കെ, അദ്ദേഹം എന്ത് ചെയ്യണം, ഞാൻ ഇന്ന കമ്പനിയിൽ അല്ലെങ്കിൽ ഇന്ന സ്ഥാപനത്തിൽ ഡയറക്ടറായിട്ട് പെർഫോം ചെയ്യാൻ അല്ലെങ്കിൽ ഡയറക്ടറായിട്ട് ഫങ്ഷൻ ചെയ്യാൻ ഓക്കെയാണ്, എനിക്ക് കൺസെൻറ്റ് ഞാൻ കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൺസെൻറ്റ് ലെറ്റർ സബ്മിറ്റ് ചെയ്യണം. ആർക്ക്, റീജിയണൽ ഓഫീസറിന്. ഓക്കെ, പിൻ കോർപ്പറേഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം എന്താണ്, കമ്പനിയുടെ നെയിം ഫില്ല് ചെയ്യുക, അല്ലെങ്കിൽ കമ്പനിയുടെ നെയിം
അപ്രൂവലിന് വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കുക. അതിനുശേഷം നമുക്ക് വരുന്നതാണ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ ആൻഡ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. അത് ഫില്ല് ചെയ്യുക. ദെൻ നമ്മൾ എന്ത് ചെയ്യണം, ഡയറക്ടറായിട്ട് അപ്പോയിൻറ്റ് ചെയ്യാൻ പോകുന്ന വ്യക്തിയുടെ കൺസെൻറ്റ് സബ്മിറ്റ് ചെയ്യുക. അവരുടെ കൺസെൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ അവരെന്നെ ഡയറക്ടറായിട്ട് അപ്പോയിൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ആ ഒരു കൺസെൻറ്റ് കൃത്യമായിട്ട് ഫയൽ ചെയ്യുക. ദെൻ സബ്മിഷൻ ഓഫ് സ്റ്റാറ്റ്യൂട്ടറി ഡിക്ലറേഷൻ ഓഫ് കംപ്ലയൻസ് ആൻഡ് അതർ ഡിക്ലറേഷൻസ്. അതേപോലെ തന്നെ എന്താണ്, സ്റ്റാറ്റ്യൂട്ടറി ഡിക്ലറേഷൻ ഓഫ് കംപ്ലയൻസ് ആൻഡ് അതർ ഡിക്ലറേഷൻസ്, അതായത് ലീഗൽ ഫോർമാലിറ്റീസ് എല്ലാം കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു സ്റ്റാറ്റ്യൂട്ടറി ഡിക്ലറേഷൻ ഫയൽ ചെയ്യണം. അപ്പോൾ യൂഷ്വലി ഈ ഒരു സ്റ്റാറ്റ്യൂട്ടറി ഡിക്ലറേഷൻസ് അല്ലെങ്കിൽ കംപ്ലയൻസ് ഫയൽ ചെയ്യുന്നത് പ്രൊഫഷണൽസ് ആണ്. ചാർട്ടേഡ് അക്കൗണ്ടൻസ്, CS, കമ്പനി സെക്രട്ടറീസ്, അവരാണ് യൂഷ്വലി ഈ ഒരു സ്റ്റാറ്റ്യൂട്ടറി ഡിക്ലറേഷൻസ് ഫയൽ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു കൺസെൻറ്റിന് ശേഷം, ഡയറക്ടേഴ്സിൻ്റെ കൺസെൻറ്റിന് ശേഷം ഈ ഒരു സ്റ്റാറ്റ്യൂട്ടറി ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റ് സബ്മിറ്റ് ചെയ്യണം. അത് നമുക്ക് കമ്പനി രജിസ്ട്രാറുടെ വെബ്സൈറ്റിൽ നിന്ന് നമുക്ക് ആ ഒരു ഡിക്ലറേഷൻ ഫോം കിട്ടും. അപ്പോൾ അതെന്താണ്, ഒരു ആരാണോ പ്രൊഫഷണൽ വരുന്നത്, CA ആണോ CS ആണോ, അപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് ആ ഒരു ഡിക്ലറേഷൻ ഫോം സൈൻ ചെയ്ത് വാങ്ങിച്ചിട്ട് അത് ഡ്യൂലി നമ്മൾ എന്ത് ചെയ്യണം, സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ 4ാമത് വരുന്ന സ്റ്റെപ്പാണ് സബ്മിഷൻ ഓഫ് ഡിക്ലറേഷൻ, സ്റ്റാറ്റ്യൂട്ടറി ഡിക്ലറേഷൻ ഓഫ് കംപ്ലയൻസ്. ലീഗൽ ഫോർമാലിറ്റീസ് എല്ലാം കൃത്യമായിട്ട് ഈ കമ്പനി ഫോളോ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ആ ഒരു പ്രൊഫഷണൽ സാക്ഷ്യപ്പെടുത്തുന്നതാണ് ഈ ഒരു സ്റ്റാറ്റ്യൂട്ടറി ഡിക്ലറേഷനിൽ. അപ്പം നെയിം കഴിഞ്ഞു, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മെമ്മോറാണ്ടം ആൻഡ് ആർട്ടിക്കിൾസ് കഴിഞ്ഞു, കമ്പനി ഡയറക്ടേഴ്സിൻ്റെ കൺസെൻറ്റ്, അതിനുശേഷം സ്റ്റാറ്റ്യൂട്ടറി ഡിക്ലറേഷൻ ഓഫ് കംപ്ലയൻസ്. നെക്സ്റ്റ് വരുന്നതാണ് പേ ഫീസ് ആൻഡ് എമൗണ്ട് ഓഫ് സ്റ്റാമ്പ് ഡ്യൂട്ടി ഇലക്ട്രോണിക്കലി, പേയ്മെൻറ്റ് ഓഫ് ഫീസ്. അപ്പോൾ എന്താണ്, ഇങ്ങനെ കമ്പനിയുടെ രജിസ്ട്രേഷൻ എടുക്കുന്നതിന് നമുക്ക് എന്താണ് ഒരു ഫീസ് അടയ്ക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ്റിലേക്ക് ഒരു ഫീ പേയ്മെൻറ്റ് വരുന്നുണ്ടായിരിക്കും. ആ ഫീയും കാര്യങ്ങളൊക്കെ പേ ചെയ്യുക. ദെൻ ഒബ്റ്റെയിൻ സർട്ടിഫിക്കറ്റ്സ് ഓഫ് ഇൻകോർപ്പറേഷൻ ഡിജിറ്റലി സൈൻഡ് ബൈ ROC. അപ്പോൾ എന്താണ്, ഇത്രയും കാര്യങ്ങൾ, ഈ സ്റ്റെപ്സ് ഒക്കെ ഫോളോ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, കമ്പനിയുടെ ഇൻകോർപ്പറേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടും. ദീസ് ഇൻകോർപ്പറേഷൻ സർട്ടിഫിക്കറ്റ് ഓർ സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ ഈസ് സിമിലർ ടു ദി ബർത്ത് സർട്ടിഫിക്കറ്റ് ഓഫ് ദി കമ്പനി. കമ്പനിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് സിമിലർ ആണ്. അപ്പോൾ നമുക്കൊരു എന്താ പറയുക, ഒരു ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഒരു ബേബി ഉണ്ടാകുന്ന സമയത്തോ അല്ലെങ്കിൽ ഡെത്ത് സംഭവിക്കുന്ന സമയത്തോ നമുക്കത് പ്രൂവ് ചെയ്യാനായിട്ട് ഒരു സർട്ടിഫിക്കറ്റ് വേണമല്ലേ. അപ്പോൾ നമ്മുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് കുട്ടി ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ അത് ഏൺ ചെയ്യുമല്ലേ. അപ്പം അതേപോലെ തന്നെ ഒരു കമ്പനിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് ഈ ഒരു സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ ആണ്. ഇതാണ് ഒരു കമ്പനി എക്സിസ്റ്റ് ആയി എന്നുള്ള, കമ്പനി ഒരു ലീഗൽ പേഴ്സൺ ആണെന്ന് നമുക്കറിയാം അല്ലേ. ഒരു സെപ്പറേറ്റ് എൻറ്റിറ്റി ഉള്ള ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ക്രിയേറ്റഡ് ബൈ ലോ ആണ് നമുക്കറിയാം. അപ്പോൾ ആ ഒരു പേഴ്സൻ്റെ എക്സിസ്റ്റൻസിനെ പ്രൂവ് ചെയ്യാനായിട്ടുള്ള സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് ഏതാണ്, ഈ സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ ആണ്. അപ്പോൾ ഈ പറയുന്ന സ്റ്റെപ്സ് എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ, ഫീയും കാര്യങ്ങളൊക്കെ അടച്ചു കഴിഞ്ഞാൽ, നെക്സ്റ്റ് നമുക്ക് എന്താണ്, റീജിയണൽ ഓഫീസർ ഡിജിറ്റലി സൈൻ ചെയ്തിട്ടുള്ള ഇൻകോർപ്പറേഷൻ സർട്ടിഫിക്കറ്റ് അവൈലബിൾ ആകും. ഫയൽ ഡിക്ലറേഷൻ അബൌട്ട് ദ അഡ്രസ് ഓഫ് രജിസ്റ്റേർഡ് ഓഫീസ്. അതിനുശേഷം എന്ത് ചെയ്യണം, രജിസ്റ്റേർഡ് ഓഫീസിൻ്റെ അഡ്രസ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഡിക്ലറേഷൻ. കമ്പനിക്ക് എന്തുണ്ടാവും, ഒരു രജിസ്റ്റേർഡ് ഓഫീസ് ഉണ്ടാവണം. അതായത് കമ്മ്യൂണിക്കേഷൻസ് നടത്താൻ, കമ്പനിയായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കമ്മ്യൂണിക്കേഷൻസും നടത്താനായിട്ടുള്ള ഒരു രജിസ്റ്റേർഡ് ഓഫീസ് ഉണ്ടായിരിക്കണം. അപ്പോൾ അതിൻ്റെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഫയൽ ചെയ്യുക. അപ്പോൾ ഇത്രയാണ് ബേസിക് ആയിട്ടുള്ള സ്റ്റെപ്സ് ഓഫ് ഇൻകോർപ്പറേഷൻ. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ നെയിം ആയിരുന്നു, നമ്മൾ പറഞ്ഞു 6 നെയിംസ് വരെ സജസ്റ്റ് ചെയ്യാം. ആ നെയിം അപ്രൂവ് ആയി വിത്തിൻ 3 മന്തിൻ്റെ ഉള്ളിൽ ഇൻകോർപ്പറേഷൻ പ്രൊസീജിയേഴ്സ് എല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതല്ലെങ്കിൽ അതൊക്കെ ക്യാൻസലായി പോകും കേട്ടോ. പിന്നെ വീണ്ടും നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. വിത്തിൻ 3 മന്ത് അത് ഫില്ല് ചെയ്യണം. നെയിമിൻ്റെ അപ്രൂവലിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, മെമ്മോറാണ്ടം ആൻഡ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ അപ്ലൈ ചെയ്യുക. അത് ഫില്ല് ചെയ്ത് അത് സബ്മിറ്റ് ചെയ്യുക. അതിനുശേഷം ഡയറക്ടേഴ്സ് ആയിട്ട് അപ്പോയിൻറ്റ് ചെയ്യാൻ പോകുന്ന മെമ്പേഴ്സിൻ്റെ കൺസെൻറ്റ് നമ്മളവിടെ സബ്മിറ്റ് ചെയ്യുക. അവിടെ റീജിയണൽ ഓഫീസിൽ സബ്മിറ്റ് ചെയ്യണം. ദെൻ ആഫ്റ്റർ സ്റ്റാറ്റ്യൂട്ടറി ഡിക്ലറേഷൻ ഓഫ് കംപ്ലയൻസ്, ലീഗൽ ഫോർമാലിറ്റീസ് എല്ലാം ഫുൾഫിൽ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഒരു പ്രൊഫഷണലിൻ്റെ സൈനോട് കൂടിയിട്ടുള്ള ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, സ്റ്റാറ്റ്യൂട്ടറി ഡിക്ലറേഷൻ നമ്മൾ സബ്മിറ്റ് ചെയ്യണം. അതിനുശേഷം എന്താണെന്ത്, ഫീ പേയ്മെൻറ്റ്, എല്ലാ തരത്തിലുള്ള ഫീസും കാര്യങ്ങളും പേ ചെയ്യുക. ദെൻ വി വിൽ ഗെറ്റ് ദി ഇൻകോർപ്പറേഷൻ സർട്ടിഫിക്കറ്റ്. അതിനുശേഷം നമ്മൾ രജിസ്റ്റേർഡ് ഓഫീസിൻ്റെ അഡ്രസ്സും കമ്മ്യൂണിക്കേഷൻ ഡീറ്റെയിൽസും ഒക്കെ കൃത്യമായിട്ട് റീജിയണൽ ഓഫീസിൽ ഫയൽ ചെയ്യാം.
ദെൻ ഡോക്യുമെൻറ്റ്സ് ഫോർ ഇൻകോർപ്പറേഷൻ. ഇനി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് ഓരോ കാര്യത്തിന് ഇൻകോർപ്പറേഷൻ റിലേറ്റഡ് ആയിട്ട് കൊടുക്കേണ്ടതെന്ന് നോക്കാം. ഫയൽ വിത്ത് ROC ഫോം INC7 INC2 for a 1% company after the date of filing INC1 attachment. എന്താണ് INC1 attachment? നെയിം റിലേറ്റഡ് ആയിട്ട് വരുന്നതാണ് INC1 attachment. അപ്പോൾ അതിനുശേഷം നമ്മൾ ഫയൽ ചെയ്യേണ്ടതാണ് എന്ത് INC7 എന്ന് പറയുന്നത്. ഓക്കെ, INC1 നെയിം റിലേറ്റഡ് ആയിട്ട് വരുന്നതാണ്. അതിനുശേഷം നമ്മൾ ഫയൽ ചെയ്യേണ്ടതാണ് INC7. അപ്പോൾ 1% കമ്പനി ആണെന്നുണ്ടെങ്കിൽ INC2 ആണ്. ഓക്കെ, ഫോം നമ്പർ INC2 ആണ് സബ്മിറ്റ് ചെയ്യേണ്ടത്. ദെൻ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ ആൻഡ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഡ്യൂലി സൈൻഡ് ബൈ ദി സബ്സ്ക്രൈബർ. നമ്മൾ നേരത്തെ പറഞ്ഞു മെമ്മോറാണ്ടവും ആർട്ടിക്കിൾസും സബ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഇറ്റ് ഷുഡ് ബി ഡ്യൂലി സൈൻഡ് ബൈ ദി സബ്സ്ക്രൈബേഴ്സ് ഡ്യൂലി സൈൻ ചെയ്ത്. സബ്സ്ക്രൈബേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാണ്? മെമ്പേഴ്സ് ഓഫ് ദ കമ്പനിയാണ്. ഓക്കെ, കമ്പനിയിലെ മെമ്പേഴ്സിനെയാണ് നമ്മൾ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുക. അപ്പോൾ മെമ്മോറാണ്ടത്തിലും ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനും എങ്ങനെയാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്? അത് കൃത്യമായിട്ട് സൈൻ ചെയ്തിട്ടുള്ള മെമ്പേഴ്സ് സൈൻ ചെയ്തിട്ട് വേണം അത് സബ്മിറ്റ് ചെയ്യാൻ. അതല്ലെങ്കിൽ അത് റിജക്റ്റ് ആയി പോകാനായിട്ട് സാധ്യതയുണ്ട്. ദെൻ ഫോം INC8 ഡിക്ലറേഷൻ ബൈ ആൻ അഡ്വക്കേറ്റ് or participating professional who is engaged in incorporation. ഇതാണ് നമ്മൾ ഇവിടെ പറഞ്ഞ സ്റ്റാറ്റ്യൂട്ടറി ഡിക്ലറേഷൻ. ഓക്കെ, ഈ സ്റ്റാറ്റ്യൂട്ടറി ഡിക്ലറേഷൻ പറഞ്ഞില്ലേ, അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഫോമാണ് INC8 എന്ന് പറയുന്നത്. ഓക്കെ, ഫോം INC8 എന്ന് പറയുന്നത് എന്താണ്? സ്റ്റാറ്റ്യൂട്ടറി ഡിക്ലറേഷന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അതൊരു അഡ്വക്കേറ്റോ പാർട്ടിസിപ്പേറ്റിംഗ് പ്രൊഫഷണൽസോ, അതായത് CASO CSO, അപ്പോൾ അവരായിരിക്കും എന്ത് ചെയ്യുന്നത്? ഇൻകോർപ്പറേഷൻ റിലേറ്റഡ് ആയിട്ട് എൻഗേജ് ചെയ്തിട്ടുള്ള ഈ വ്യക്തികളായിരിക്കും എന്ത് ചെയ്യുന്നുണ്ടായിരിക്കുക? ഈ ഒരു ഫോം ഫില്ല് ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ അവരുടെ സൈനോട് കൂടിയിട്ടായിരിക്കണം സബ്മിറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ INC8 എന്താണ്? സ്റ്റാറ്റ്യൂട്ടറി ഡിക്ലറേഷന് വേണ്ടിയിട്ടുള്ളതാണ്. കൃത്യമായിട്ട് പ്രൊഫഷണൽസിൻ്റെ സൈൻ ആൻഡ് സീലോട് കൂടിയിട്ട് സബ്മിറ്റ് ചെയ്യണം. ആൻഡ് INC3 ഇൻ 1% കമ്പനി ദ കൺസെൻറ്റ് ഓഫ് നോമിനി. നോമിനീസിൻ്റെ കൺസെൻറ്റ് സബ്മിറ്റ് ചെയ്യാനായിട്ട് 1% കമ്പനിയിൽ യൂസ് ചെയ്യുന്നതാണ് INC3. അപ്പോൾ INC8 ആണ് നമ്മൾ ഓർത്ത് വെക്കേണ്ടത് സ്റ്റാറ്റ്യൂട്ടറി ഡിക്ലറേഷന് വേണ്ടിയിട്ട്. ഓക്കെ, ദെൻ ഫോം INC9 എന്താ നോക്കാം. An affidavit from each subscriber and person named as first director that he is not convicted in any offense or fraud in connection to promotion, formation and management of company, and all documents are complete and depict true and correct information. Next വരുന്നതാണ് INC9. നമ്മൾ പറഞ്ഞു ഡയറക്ടേഴ്സ് ആയിട്ട് വരുന്ന അല്ലെങ്കിൽ അപ്പോയിൻറ്റ് ചെയ്തിട്ടുള്ള വ്യക്തികൾ അവരുടെ കൺസെൻറ്റ് കൊടുക്കണം എന്ന് പറഞ്ഞു അല്ലേ. അതിനൊപ്പം തന്നെ അവർ ഫില്ല് ചെയ്ത് ഫയൽ ചെയ്യേണ്ട ഒരു ഫോമാണ് INC9. ഇതെന്താണ്? അതൊരു അഫിഡവിറ്റാണ്. എന്താണ് ഇവിടെ പറയുന്നത്? അവർ യാതൊരു തരത്തിലുള്ള ഒഫൻസോ ഫ്രോഡോ കാര്യങ്ങളോ കണ്ടക്ട് ചെയ്തിട്ടില്ല. എന്തുമായിട്ട് റിലേറ്റഡ് ആയിട്ട്? പ്രൊമോഷനോ ഫോർമേഷനോ മാനേജ്മെൻറ്റ് ഓഫ് കമ്പനിയോ റിലേറ്റഡ് ആയിട്ട് യാതൊരു തരത്തിലുള്ള ഒഫൻസോ ഫ്രോഡോ കാര്യങ്ങളോ ഒന്നും കണ്ടക്ട് ചെയ്തിട്ടില്ല എന്നുള്ളത് അത് എന്താ പറയുക പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അത് സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു അഫിഡവിറ്റാണ് ഫോം INC9 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ INC8 എന്തായിരുന്നു? പ്രൊഫഷണലിൻ്റെ കയ്യിൽ നിന്നുള്ള സ്റ്റാറ്റ്യൂട്ടറി ഡിക്ലറേഷൻ ആയിരുന്നു. INC9 അഫിഡവിറ്റ് ആണ്, മെമ്പേഴ്സിൻ്റെ കയ്യിൽ നിന്നുള്ള അഫിഡവിറ്റ്. അവർ യാതൊരു തരത്തിലുള്ള ഒഫൻസിലും ഇൻവോൾവ് ആയിട്ടില്ല എന്നുള്ള ഡയറക്ടർ മെമ്പേഴ്സിൻ്റെ അല്ലെങ്കിൽ കമ്പനി മെമ്പേഴ്സിൻ്റെ കയ്യിൽ നിന്നുള്ള അഫിഡവിറ്റ് ആണ് ഫോം INC9 വരുന്നത്. ഓക്കെ, നേരത്തെ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ അതിന് ഏതൊക്കെ ഫോമാണ് എന്നുള്ളതാണ് ഇവിടെ നമ്മൾ പറയുന്നത്. Okay, the particulars of all subscribers and directors along with ID, bank statement, utility bills, PAN and signature verification. എല്ലാ മെമ്പേഴ്സിൻ്റെയും എല്ലാ ഡയറക്ടേഴ്സിൻ്റെയും എന്താണ് അവരുടെ PAN, അവരുടെ ID കാർഡ്, അവരുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്സ് ഇതെല്ലാം തന്നെ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഐഡൻറ്റിറ്റി പ്രൂഫ് ഓഫ് വിറ്റ്നസ് ഓഫ് MOA ആൻഡ് AOA ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനും മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനും സൈൻ ചെയ്തിട്ടുള്ളതിന് പ്രിപ്പയർ ചെയ്തിട്ടുള്ളതിന് വിറ്റ്നസ്സുകൾ ഉണ്ടായിരിക്കണം. അവരുടെ ID പ്രൂഫ്, ഇഷ്യൂ ഓഫ് സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ. അപ്പം അതിനുശേഷം നമുക്ക് എന്താണ് ഇഷ്യൂ ഓഫ് സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ കിട്ടാനായിട്ടുള്ള ആപ്ലിക്കേഷൻ. ദെൻ അലോട്ട്മെൻറ്റ് ഓഫ് കോർപ്പറേറ്റ് ഐഡൻറ്റിറ്റി നമ്പർ. കമ്പനിക്ക്
കോർപ്പറേറ്റ് ഐഡൻറ്റിറ്റി നമ്പർ അലോട്ട് ചെയ്യും. A 21 digits alphanumeric code issued to companies incorporated with the country on being registered by the ROC situated in different states across India under MCA. അപ്പോൾ എന്താണ്, കമ്പനിക്ക് ഈ ഒരു ഇൻകോർപ്പറേഷൻ സ്റ്റേജ് കഴിഞ്ഞു കഴിഞ്ഞാലാണ് ഈ ഒരു കോർപ്പറേറ്റ് ഐഡൻറ്റിറ്റി നമ്പർ അലോട്ട് ചെയ്യുന്നത്. ഓക്കെ, കമ്പനീസിന് എന്താണ്, ഈ ഒരു ഇൻകോർപ്പറേഷൻ സ്റ്റേജിന് ശേഷമാണ് ഈ ഒരു കോർപ്പറേറ്റ് ഐഡൻറ്റിറ്റി നമ്പർ അലോട്ട് ചെയ്യുന്നത്. അതെന്താണ്, ഒരു 21 ഡിജിറ്റ് നമ്പർ ആയിരിക്കും. ദെൻ ലാസ്റ്റ് 6 digits ഓഫ് CIN ആർ കമ്പനി രജിസ്ട്രേഷൻ നമ്പർ. ഈ ഒരു 21 ഡിജിറ്റ്സിനെ അതാണ് കമ്പനിയുടെ കോർപ്പറേറ്റ് ഐഡൻറ്റിറ്റി നമ്പർ എന്ന് പറയുന്നത്. അതിൽ ലാസ്റ്റ് 6 digits ആയിരിക്കും കമ്പനിയുടെ എന്ത് രജിസ്ട്രേഷൻ നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ ഇഷ്യൂ ചെയ്ത് കിട്ടും. അപ്പോൾ അതിൽ നമുക്ക് എന്താണ്, നമ്മുടെ ഈ ഒരു കോർപ്പറേറ്റ് ഐഡൻറ്റിറ്റി നമ്പർ ഉണ്ടായിരിക്കും. ഒരു 21 ഡിജിറ്റ് കോർപ്പറേറ്റ് ഐഡൻറ്റിറ്റി നമ്പർ ഉണ്ടായിരിക്കും. അതിൽ ലാസ്റ്റ് 6 digit ആണ് നമ്മുടെ രജിസ്ട്രേഷൻ നമ്പർ എന്ന് പറയുന്നത്. രജിസ്ട്രേഷൻ നമ്പർ വേറെയാണ്, കോർപ്പറേറ്റ് ഐഡൻറ്റിറ്റി നമ്പർ വേറെയാണ്. രജിസ്ട്രേഷൻ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്, കോർപ്പറേറ്റ് ഐഡൻറ്റിറ്റി നമ്പറിലെ ലാസ്റ്റ് 6 digit ആണ് കമ്പനി രജിസ്ട്രേഷൻ നമ്പർ. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമ്മുടെ എന്താണ്, നമ്മുടെ നമുക്കൊക്കെ ID കാർഡ് ഉണ്ടല്ലേ, അപ്പോൾ അതിലൊരു നമ്പർ കിട്ടുന്നത് പോലെ തന്നെ കോർപ്പറേറ്റിന് അല്ലെങ്കിൽ കമ്പനിക്ക് കിട്ടുന്ന ഒരു ഐഡൻറ്റിറ്റി നമ്പർ ഉണ്ട്. അതിൽ ലാസ്റ്റ് 6 digit ആണ് നമ്മുടെ രജിസ്ട്രേഷൻ നമ്പർ. ഓക്കെ, ഇതൊരു ബ്രീഫായിട്ട് ഇൻകോർപ്പറേഷൻ്റെ കാര്യങ്ങളും അതിൻ്റെ ഫോമും പറഞ്ഞതാണ്. ഓക്കെ, സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ ഓൺ ഫോൾസ് ഇൻഫർമേഷൻ. ഇനി എന്താണ്, കമ്പനിക്ക് ഇൻകോർപ്പറേഷൻ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ പറയുന്ന പ്രൊസീജിയേഴ്സ് എല്ലാം ഫോളോ ചെയ്ത് നെയിം ഫില്ല് ചെയ്ത് ആർട്ടിക്കിൾസ് ചെയ്ത് മെമ്മോറാണ്ടം ചെയ്ത് മെമ്പേഴ്സിൻ്റെ കൺസെൻറ്റും അവരുടെ അഫിഡവിറ്റും സ്റ്റാറ്റ്യൂട്ടറി ഡിക്ലറേഷന് വേണ്ടിയിട്ടുള്ള ഫോമും INC8 കാര്യങ്ങളൊക്കെ നമ്മൾ സബ്മിറ്റ് ചെയ്ത് ഇൻകോർപ്പറേഷൻ സർട്ടിഫിക്കറ്റ് എല്ലാം കിട്ടിയെന്ന് വിചാരിക്കുക. പക്ഷെ പിന്നീടാണ് മനസ്സിലാകുന്നത് കമ്പനി ഫോൾസ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ഇൻകോർപ്പറേഷൻ സർട്ടിഫിക്കറ്റ് ഏൺ ചെയ്തത് എന്ന് ഗവൺമെൻറ്റിന് മനസ്സിലാവുകയാണെങ്കിൽ, ഓക്കെ, അപ്പോൾ ഫോൾസ് ഇൻഫർമേഷൻസിലൂടെ അല്ലെങ്കിൽ ഫ്രോഡ് നടത്തിയിട്ട് ഇൻകോർപ്പറേഷൻ സർട്ടിഫിക്കറ്റ് കമ്പനി ഏൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ കോൺസിക്വൻസസ് എന്താണെന്നുള്ളതാണ് നമ്മൾ ഈ ഒരു പോർഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. വേർ എ കമ്പനി ഹാസ് ബീൻ ഗോട്ട് ഇൻകോർപ്പറേറ്റഡ് ബൈ ഫർണിഷിംഗ് എ ഫോൾസ് ഓർ ഇൻകറക്റ്റ് ഇൻഫർമേഷൻ. എന്താണ് ഫോൾസ് അല്ലെങ്കിൽ ഇൻകറക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ യൂസ് ചെയ്തുകൊണ്ട് കമ്പനി സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ രജിസ്ട്രേഷൻ നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ദ നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ വാറൻസ്, നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽസിന് എന്തിനൊക്കെയുള്ള അധികാരങ്ങളുണ്ട്, അതായത് ഫോൾസ് ഇൻഫർമേഷൻ ഉപയോഗിച്ച് കമ്പനി ഇൻകോർപ്പറേഷൻ അല്ലെങ്കിൽ രജിസ്ട്രേഷൻ നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ NCLT അല്ലെങ്കിൽ ഗവൺമെൻറ് ട്രിബ്യൂണൽ, നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണലിന് എന്തിനൊക്കെയുള്ള അധികാരമുണ്ട്, പാസ് സച്ച് ഓർഡർ as it may think fit for the regulation of management of the company including changes in its memorandum and article. എന്ത് ചെയ്യാൻ പറ്റും, NCLTക്ക് ഓർഡേഴ്സ് ഇഷ്യൂ ചെയ്യാം. അവർക്ക് ഏറ്റവും ബെറ്റർ ആയിട്ട് തോന്നുന്ന എന്ത് ഓർഡറും ഇഷ്യൂ ചെയ്യാം. ഈ ഓർഡർ ചിലപ്പോൾ എന്താണ്, ആ ഒരു കമ്പനിയുടെ മാനേജ്മെൻറ്റിൽ മുഴുവൻ ചേഞ്ച് വരുത്തുന്നതാവാം, അവരുടെ ആർട്ടിക്കിൾസിൽ ചേഞ്ച് വരുത്തുന്ന രീതിയിലാവാം, അവരുടെ മെമ്മോറാണ്ടത്തിൽ ചേഞ്ച് വരുത്തുന്ന രീതിയിലാവാം. ഇപ്പോൾ എന്താ പറയുക, ഒരു വലിയ രീതിയിലുള്ള ഫ്രോഡോ കാര്യങ്ങളോ ഒന്നല്ല, ഫോൾസ് ഇൻഫർമേഷൻ അല്ല കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എന്താവും, അവരുടെ ആർട്ടിക്കിൾസിലോ മെമ്മോറാണ്ടത്തിലോ ചേഞ്ച് വരുത്താനായിട്ടായിരിക്കും ഈ ഒരു നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ പറയുന്നുണ്ടാവുക. അപ്പോൾ ഏതാണോ സിറ്റുവേഷൻ അനുസരിച്ച് മാറും. അപ്പോൾ ഏതാണോ സിറ്റുവേഷന് പെർഫെക്റ്റ് ആ ഒരു ഓർഡർ ഇഷ്യൂ ചെയ്യാനായിട്ടുള്ള അധികാരം NCLTക്ക് ഉണ്ട്. അതല്ലെങ്കിൽ ഡയറക്റ്റ് ദാറ്റ് ലയബിലിറ്റി ഓഫ് ദ മെമ്പേഴ്സ് ഷാൽ ബി അൺലിമിറ്റഡ്. ചിലപ്പോൾ എങ്ങനെ ഇഷ്യൂ ചെയ്യാനായിട്ട് പറ്റും, മെമ്പേഴ്സിൻ്റെ ലയബിലിറ്റി അൺലിമിറ്റഡ് ആക്കാം. യൂഷ്വലി കമ്പനീസ് എന്താണ്, ലിമിറ്റഡ് ലയബിലിറ്റി ആണ്. അപ്പോൾ അത് മാറ്റിയിട്ട് അൺലിമിറ്റഡ് ലയബിലിറ്റി ആക്കിയിട്ട് മാറ്റാനുള്ള അധികാരം ഈ നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണലിനുണ്ട്. ദെൻ ഡയറക്റ്റ് റിമൂവൽ ഓഫ് ദ നെയിം ഓഫ് കമ്പനി ഫ്രം ദ രജിസ്ട്രാർ ഓഫ് കമ്പനീസ്. എന്താണ്, രജിസ്ട്രാർ ഓഫ് കമ്പനീസിൻ്റെ ആ ഒരു ലിസ്റ്റിൽ നിന്ന് കമ്പനി നെയിം തന്നെ റിമൂവ് ചെയ്യാനായിട്ടുള്ള അധികാരം. ഇനി അങ്ങനെ ഒരു കമ്പനി വേണ്ട എന്നുള്ള ഒരു എന്താ പറയുക
നിലപാടെടുക്കാനും നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണലിന് സാധിക്കും. ദെൻ പാസ് ആൻ ഓർഡർ ഫോർ വൈൻഡിങ് അപ്പ്, കമ്പനി വൈൻഡ് അപ്പ് ചെയ്യാനായിട്ടുള്ള ഓർഡർ ഇഷ്യൂ ചെയ്യാനായിട്ട് പറ്റും. പാസ് സച്ച് അതർ ഓർഡേഴ്സ് ആസ് ഇറ്റ് മേ ഡീം ഫിറ്റ്, അതേപോലെ തന്നെ പ്രോപ്പറായിട്ട് തോന്നുന്ന ഏതൊരു ഓർഡറും ഇഷ്യൂ ചെയ്യാനായിട്ടുള്ള അധികാരം ആർക്കുണ്ട്? നമ്മുടെ നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണലിന് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഫോൾസ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് യൂസ് ചെയ്തിട്ട് സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ ഒപ്റ്റെയിൻ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണലിന് എന്താണ് ഈ പറയുന്ന ഏത് വേണമെങ്കിലും, ഏതാണോ ഫിറ്റ് ആകുന്നത് അല്ലെങ്കിൽ ഏതാണോ സിറ്റുവേഷൻ ബേസ് ചെയ്തിട്ട് വരുന്നത് ആ ഒരു ഓർഡർ ഇഷ്യൂ ചെയ്യാം. അപ്പോൾ ചിലപ്പോൾ കമ്പനി തന്നെ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള ഓർഡർ ആയിരിക്കും, രജിസ്റ്ററിൽ നിന്ന് ഡയറക്റ്റ്ലി കമ്പനി നെയിം റിമൂവ് ചെയ്യാനുള്ളതായിരിക്കാം, ചിലപ്പോൾ മാനേജ്മെൻറ്റിൽ വരുത്തുന്ന ചേഞ്ചോ ആർട്ടിക്കിൾസിലോ മെമ്മോറാണ്ടത്തിലോ വരുത്തുന്ന ചേഞ്ചോ കാര്യങ്ങളായിരിക്കാം, അതല്ലെങ്കിൽ മെമ്പേഴ്സിൻ്റെ ലയബിലിറ്റി അൺലിമിറ്റഡ് ആക്കുന്നതായിരിക്കാം. അപ്പോൾ ഈ പറയുന്ന രീതിയിൽ ഫോൾസ് ഇൻഫർമേഷൻസ് യൂസ് ചെയ്തിട്ട് ഇൻകോർപ്പറേഷൻ നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് വരുന്നത് രജിസ്റ്റേർഡ് ഓഫീസ്. അപ്പം നമ്മൾ നേരത്തെ ഇൻകോർപ്പറേഷൻ പറഞ്ഞപ്പോൾ അതിൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് പറഞ്ഞു അല്ലേ, രജിസ്റ്റേർഡ് ഓഫീസ് ഇൻഫർമേഷൻസ് കൊടുക്കണം എന്നുള്ളത്. അപ്പോൾ ഏതൊരു കമ്പനി രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് അവരുടെ പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് പ്രൊവൈഡ് ചെയ്യണം. ഈ ഒരു കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സാണ് നമ്മുടെ രജിസ്റ്റേർഡ് ഓഫീസ് എന്ന് പറയുന്നത്. അപ്പോൾ ത്രൂ അല്ലെങ്കിൽ എവിടെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, ഇപ്പോൾ കമ്പനിക്ക് വേണ്ട ലെറ്റേഴ്സോ കാര്യങ്ങളോ അല്ലെങ്കിൽ കമ്പനിയുടെ ഒരു അഡ്രസ്സ് വേണം, കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് വേണം, അതാണ് രജിസ്റ്റേർഡ് ഓഫീസ്. സെക്ഷൻ 12 രജിസ്റ്റേർഡ് ഓഫീസ് എന്താണെന്നുള്ളത് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഇമ്പോർട്ടൻ്റ് ആണ്. ഏതാണ് സെക്ഷൻ 12 ഓഫ് കമ്പനീസ് ആക്ട് 2013. കമ്പനീസ് ആക്ടിലെ 2013 എന്താണ് സെക്ഷൻ 12 രജിസ്റ്റേർഡ് ഓഫീസ് എന്താണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. എ കമ്പനി ഷാൽ ഹാവ് എ രജിസ്റ്റേർഡ് ഓഫീസ് capable of receiving and acknowledging all communication and notices addressed to it. എന്താണ് കമ്പനിക്ക് അയക്കുന്ന എല്ലാ തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻസും റിസീവ് ചെയ്യാനായിട്ട് ക്യാപ്പബിൾ ആയിട്ടുള്ളൊരു സ്പേസ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് ഉണ്ടല്ലേ, നമ്മുടെ വീടിൻ്റെ പേരായിരിക്കും നമ്മുടെ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ്. അപ്പോൾ നമുക്ക് വേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ആ ഒരു അഡ്രസ്സിലേക്കായിരിക്കും അയക്കുന്നത് അല്ലേ. അപ്പോൾ അതേപോലെ കമ്പനിക്കും എന്തുണ്ടായിരിക്കണം, ഒരു അഡ്രസ്സ് ഉണ്ടായിരിക്കണം. ആ അഡ്രസ്സാണ് രജിസ്റ്റേർഡ് ഓഫീസ് ഓഫ് ദ കമ്പനി. ആ ഒരു ഓഫീസിൻ്റെ അഡ്രസ്സും കാര്യങ്ങളും എന്ത് ചെയ്യണം, ഈ ഒരു റീജിയണൽ ഓഫീസറുടെ ആ ഒരു ഫോമിൽ ഫില്ല് ചെയ്തിട്ട് കൊടുക്കണം. വിത്തിൻ 30 days ഫ്രം ദ ഡേറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ എന്ത് ചെയ്യണം, രജിസ്റ്റേർഡ് ഓഫീസിൻ്റെ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് വിത്തിൻ 30 days ഓഫ് ഇൻകോർപ്പറേഷൻ, നമുക്ക് ഇൻകോർപ്പറേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞിട്ടുള്ള വിത്തിൻ 30 daysൻ്റെ ഉള്ളിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം, ഈ കമ്പനിയുടെ രജിസ്റ്റേർഡ് ഓഫീസ് ഏതാണ്, അതിൻ്റെ പ്രോപ്പർ അഡ്രസ്സ് എന്താണെന്നുള്ളത് റീജിയണൽ ഓഫീസർ ROCക്ക് മുന്നേ സബ്മിറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ സെക്ഷൻ 12 രജിസ്റ്റേർഡ് ഓഫീസിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് പറയുന്നത്. എന്താണ് ടൈം പീരീഡ്, ഇൻകോർപ്പറേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞ് വിത്തിൻ 30 days 30 ദിവസത്തിൻ്റെ ഉള്ളിൽ രജിസ്റ്റേർഡ് ഓഫീസിൻ്റെ ഡീറ്റെയിൽസ് സബ്മിറ്റ് ചെയ്യണം. അതല്ലാത്ത പക്ഷം അവരെന്ത് ചെയ്യും, അതിൽ ഡിലേ വരാനും ക്യാൻസൽ ചെയ്യാനും ഇൻകോർപ്പറേഷൻ സർട്ടിഫിക്കറ്റ് ക്യാൻസൽ ചെയ്യാനും സാധ്യതയുണ്ട്. അപ്പോൾ വിത്തിൻ 30 days ഫ്രം 15 to 30 days എന്നാണ് പറയുന്നത്. അപ്പോൾ വിത്തിൻ 30 daysനുള്ളിൽ ആ ഒരു ഇൻകോർപ്പറേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രജിസ്റ്റേർഡ് ഓഫീസിൻ്റെ ഡീറ്റെയിൽസ് പ്രൊവൈഡ് ചെയ്യണം. ഷാൽ ബി ഫയൽഡ് ഇൻ ദ ഫോം ഓഫ് INC 22. രജിസ്റ്റേർഡ് ഓഫീസിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കാനായിട്ടുള്ള ഫോം എന്ന് പറയുന്നത് ഏതാണ്, INC 22. ഏത് ഫോമാണ് രജിസ്റ്റേർഡ് ഓഫീസിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കാനായിട്ട്, ഫോം INC 22. സെക്ഷൻ 12 ഫോം INC 22. അറ്റാച്ച്മെൻറ്റ് എന്തൊക്കെയാണ് ആ ഫയലിൽ കൂടെ നമുക്ക് കൊടുക്കേണ്ട അറ്റാച്ച്മെൻറ്റ്, റെൻ്റ് ഡീഡ്, NOC by the directors if premises of the director is being used as registered office of the company. ഓക്കെ, ഇപ്പം നമ്മൾ രജിസ്റ്റേർഡ് ഓഫീസിന് വേണ്ടിയിട്ട് ഒരു റെൻറ്റഡ് പ്രോപ്പർട്ടി ആണ് എടുത്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അതിൻ്റെ റെൻറ്റ് ഡീഡ്. ഓക്കെ, ഇനിയിപ്പോൾ അതല്ല ഏതെങ്കിലും ഡയറക്ടറുടെ പേഴ്സണൽ പ്രിമൈസസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്, അപ്പോൾ അയാളുടെ പേരില്ല, പേ എന്ന് പറയുന്ന ഒരു ഡയറക്ടറുടെ പേഴ്സണൽ പ്രോപ്പർട്ടിയാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അയാളുടെ എന്താണ്, അയാളുടെ ഒരു NOC നോ ഒബ്ജെക്ഷൻ സർട്ടിഫിക്കറ്റ്. ഇതൊക്കെയാണ് ഈ ഒരു ഫോം INC 22ൻ്റെ അറ്റാച്ച്മെൻറ്റ്സ് ആയിട്ട് സബ്മിറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ രജിസ്റ്റേർഡ് ഓഫീസർ ഇൻകോർപ്പറേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞ് വിത്തിൻ 30 daysൻ്റെ ഉള്ളിൽ കമ്പനി മെമ്പേഴ്സ് അല്ലെങ്കിൽ ആ ഒരു അധികാരപ്പെട്ട ആൾ
ഫയൽ ചെയ്യേണ്ട, സബ്മിറ്റ് ചെയ്യേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കമ്പനിയുടെ രജിസ്റ്റേർഡ് ഓഫീസിൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. എന്താണ് കമ്പനിയുടെ പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ, എവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുള്ള ഒരു ഇൻഫർമേഷനാണ് ഈ ഒരു രജിസ്റ്റേർഡ് ഓഫീസിൽ നമ്മൾ പറയുന്നത്. അപ്പോൾ സെക്ഷൻ 12 അത് പറയുന്നത് വിത്തിൻ 30 ഡേയ്സിൻ്റെ ഉള്ളിൽ സബ്മിറ്റ് ചെയ്യണം. അതിനുള്ള ഫോം ഏതാണ്? ഫോം INC 22 ആണ് അതിൻ്റെ ഫോം. അതിൻ്റെ അറ്റാച്ച്മെൻറ്റ്സ് ആയിട്ട് എന്തൊക്കെയാണ് വരുന്നത്? റെൻറ്റ് ഡീഡ്, അതല്ലെങ്കിൽ എന്താണ് പേഴ്സണൽ പ്രിമൈസ് ഓഫ് ഡയറക്ടർ ആണ് യൂസ് ചെയ്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ നോ ഒബ്ജെക്ഷൻ സർട്ടിഫിക്കറ്റ്. ഇങ്ങനെ ഒരു പ്രിമൈസ് ഓഫീസിൻ്റെ രജിസ്റ്റേർഡ് ഓഫീസായിട്ട് ഉപയോഗിക്കുന്നതിൽ ഒബ്ജെക്ഷൻസ് ഒന്നും ഇല്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നോ ഒബ്ജെക്ഷൻ സർട്ടിഫിക്കറ്റ്, ഇതാണ് അറ്റാച്ച്മെൻ്റ് ആയിട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ അത് വിത്തിൻ 30 ഡേയ്സ് ചെയ്യുമ്പോഴേ നമ്മുടെ ആ ഒരു ഇൻകോർപ്പറേഷൻ പ്രൊസീജിയേഴ്സ് കംപ്ലീറ്റ് ആവുള്ളൂ. എനി ചേഞ്ച് ഓഫ് രജിസ്റ്റേർഡ് ഓഫീസ് outside the local limits of any city, town or village shall be done only with the approval of members through special resolution. Okay, ഇപ്പോൾ നമ്മൾ കമ്പനി രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മളൊരു രജിസ്റ്റേർഡ് ഓഫീസ് അഡ്രസ്സ് കൊടുത്തു. അപ്പോൾ ഭാവിയിൽ അതിലൊരു ചേഞ്ച് വരികയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ആഫ്റ്റർ 2 years ഇപ്പോൾ എന്തെങ്കിലും കാര്യം കൊണ്ട് ഇപ്പോൾ റെൻറ്റിനെടുത്ത വീടായിരുന്നു, അതിൻ്റെ റെൻ്റൽ എഗ്രിമെൻറ്റ്സ് കഴിഞ്ഞു, നമുക്ക് വേറൊരു സ്ഥലം അന്വേഷിക്കേണ്ട ഒരു അവസ്ഥ വരികയാണ്. അപ്പം അങ്ങനെ നമ്മൾ രജിസ്റ്റേർഡ് ഓഫീസ് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ എനി ചേഞ്ച് ഓഫ് രജിസ്റ്റേർഡ് ഓഫീസ് ഔട്ട്സൈഡ് ദ ലോക്കൽ ലിമിറ്റ്സ്, ഓക്കെ, ലോക്കൽ ലിമിറ്റ്സ്, ആ ഒരു സിറ്റിയിലോ ആ ഒരു ടൗണിലോ ആ ഒരു വില്ലേജിലോ, ഇപ്പം എന്താണ് സെയിം സിറ്റിയോ സെയിം വില്ലേജിലോ സെയിം ടൗണിലോ ഒക്കെ ആയിട്ടാണ് ചേഞ്ച് വരുന്നതെന്നുണ്ടെങ്കിൽ ആ രജിസ്റ്റേർഡ് ഓഫീസിൻ്റെ ചേഞ്ച് എന്ത് ചെയ്താൽ മതി? ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ, മെമ്പേഴ്സിൻ്റെ ഇടയിലുള്ള ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കിയിട്ട് രജിസ്റ്റേർഡ് ഓഫീസ് ചേഞ്ച് ചെയ്തു എന്നുള്ള ഒരു ഇൻഫർമേഷൻ മാത്രം പ്രൊവൈഡ് ചെയ്താൽ മതി. ഓക്കെ, അപ്പം എന്താണ് സെയിം സിറ്റിയിലോ സെയിം ടൗണിലോ സെയിം വില്ലേജിലോ തന്നെ രജിസ്റ്റേർഡ് ഓഫീസ് ചേഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മെമ്പേഴ്സിൻ്റെ ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ മാത്രം മതി. അതേസമയം എനി ചേഞ്ച് ഓഫ് രജിസ്റ്റേർഡ് ഓഫീസ് ഫ്രം ദ ജൂറിസ്ഡിക്ഷൻ ഓഫ് വൺ രജിസ്ട്രാർ ടു അനദർ രജിസ്ട്രാർ, ഒരു രജിസ്ട്രാർ ഓഫ് കമ്പനിയുടെ ജൂറിസ്ഡിക്ഷനിൽ നിന്ന് മറ്റൊരു രജിസ്ട്രാർ ഓഫ് കമ്പനിയുടെ ജൂറിസ്ഡിക്ഷനിലേക്ക് മാറുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് റിക്വയർ കൺഫർമേഷൻ ഓഫ് ദ റീജിയണൽ ഡയറക്ടർ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ റീജിയണൽ ഡയറക്ടറിൻ്റെ മുന്നിൽ നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കണം, അദ്ദേഹത്തിൻ്റെ കൺഫർമേഷൻ കിട്ടണം. ഓക്കെ, അപ്പോൾ വിത്തിൻ സെയിം ടൗൺ സിറ്റി വില്ലേജ് ആണെങ്കിൽ മെമ്പേഴ്സ് ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കിയിട്ടുള്ള ആ ഒരു കൺഫർമേഷൻ മാത്രം മതി. അത് രജിസ്ട്രാർ ഓഫ് കമ്പനിക്ക് സബ്മിറ്റ് ചെയ്താൽ മതി, രജിസ്ട്രേഷൻ ഓഫീസ് മാറി എന്നുള്ളതിന്. അതേസമയം ഒരു രജിസ്ട്രാർ ഓഫ് കമ്പനിയുടെ ജൂറിസ്ഡിക്ഷനിൽ നിന്ന് മറ്റൊരു രജിസ്ട്രാർ ഓഫ് കമ്പനിയുടെ ജൂറിസ്ഡിക്ഷനിലേക്ക് മാറുകയാണെങ്കിൽ, സപ്പോസ് ഇപ്പോൾ കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്കൊക്കെ മാറുകയാണെന്നുണ്ടെങ്കിൽ, അങ്ങനെ നമ്മൾ മാറണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ രജിസ്റ്റേർഡ് ഓഫീസ് പിന്നെ അപ്രൂവൽ ആകണം എന്നുണ്ടെങ്കിൽ നമ്മൾ റീജിയണൽ ഡയറക്ടർ, ഓക്കെ, കമ്പനിയുടെ റീജിയണൽ ഡയറക്ടറിന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കണം, ഗവൺമെൻറ് ഒഫീഷ്യലിന് ആപ്ലിക്കേഷൻ കൊടുക്കണം, എന്നിട്ട് അതിന് കൺഫർമേഷൻ കിട്ടണം. അപ്പോൾ മാത്രമേ നമുക്ക് രജിസ്റ്റേർഡ് ഓഫീസ് ഇങ്ങനെ ചേഞ്ച് ചെയ്യാൻ ഫ്രം വൺ ജൂറിസ്ഡിക്ഷൻ ടു അനദർ നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഇതും എവിടെയാണ് പറയുന്നത്? സെക്ഷൻ 12. സെക്ഷൻ 12 രജിസ്റ്റേർഡ് ഓഫീസ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും. അപ്പോൾ മെയിനായിട്ട് ആ 30 ഡേയ്സിൻ്റെ കാര്യം ആലോചിക്കുക. ദെൻ ഈ ഒരു ചേഞ്ച് രജിസ്റ്റേർഡ് ഓഫീസ് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് സെയിം സിറ്റിയിലും വില്ലേജിലൊക്കെ ആണെങ്കിലുള്ള റിക്വയർമെൻറ്റ് എന്താണ്? ഫ്രം ഡിഫറെൻറ്റ് പ്ലേസ് ടു ഡിഫറെൻറ്റ് സ്റ്റേറ്റോ ജൂറിസ്ഡിക്ഷനോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ വരുന്ന റിക്വയർമെൻറ്റ് എന്താണ്? ഓക്കെ, അപ്പോൾ നമ്മൾ ഈ 2 സ്റ്റെപ്സാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ഫോർമേഷൻ ഓഫ് കമ്പനി ആയിരുന്നു നോക്കുന്നുണ്ടായിരുന്നത്. കമ്പനി എങ്ങനെ നമുക്ക് ഫോം ചെയ്യാം, കമ്പനി എങ്ങനെ എക്സിസ്റ്റൻസിലേക്ക് എത്തും. മെയിനായിട്ട് 4 സ്റ്റെപ്സ് പറഞ്ഞു: പ്രൊമോഷൻ, ഇൻകോർപ്പറേഷൻ, റേസിംഗ് ഓഫ് ക്യാപിറ്റൽ ആൻഡ് കമ്പനി ഫോർമേഷൻ. അപ്പോൾ ഇതിൽ പ്രൊമോഷനും ഇൻകോർപ്പറേഷനും ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. നെക്സ്റ്റ് നമുക്ക് 2 സ്റ്റെപ്പും കൂടി ഉണ്ട്, റേസിംഗ് ഓഫ് ക്യാപിറ്റലും കമൻസ്മെൻറ്റ് ഓഫ് ബിസിനസ്സും. അപ്പോൾ ആദ്യത്തെ 2 സ്റ്റെപ്സ് കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എന്ത് കിട്ടാണ്? സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ, കമ്പനിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് കിട്ടി. ഇനി നമുക്ക് എന്താണ്? ഇനി നമുക്ക് കമ്പനിക്ക് വേണ്ട കാര്യങ്ങൾ, കമ്പനിയുടെ ഫംഗ്ഷനിങ്ങും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് 2 സ്റ്റെപ്പാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത്. ബാക്കി സ്റ്റെപ്സ് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പബ്ലിക് കമ്പനി പ്രൈവറ്റ് കമ്പനിയും തമ്മിലുള്ള ഡിഫറൻസ്, സ്പെഷ്യൽ ഫീച്ചേഴ്സ്, പ്രിവിലേജസ് ഒക്കെ നോക്കി. അതിനുശേഷം ഫോർമേഷനിലെ 2 സ്റ്റെപ്സ് ആയിട്ടുള്ള പ്രൊമോഷൻ എന്താണ്, ഇൻകോർപ്പറേഷൻ എന്താണ്. അപ്പോൾ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് വൺ, വാട്ട് ഈസ് ദ മിനിമം പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ
required for a public company? Public company ക്ക് വേണ്ട minimum paid up capital എത്രയാണ്? 1 lakh, 5 lakh, 10 lakh, 50,000. പബ്ലിക് കമ്പനി ആണെങ്കിൽ മിനിമം പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എത്രയാണ്? 5 lakh rupees അല്ലേ? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ട്രൂ ഫോർ പബ്ലിക് കമ്പനി? പബ്ലിക് കമ്പനി റിലേറ്റഡ് ആയിട്ട് ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഷെയർസ് ആർ റെസ്ട്രിക്റ്റഡ് ഫോർ ട്രാൻസ്ഫർ. It cannot issue prospectus. It has no maximum limit for members. It must have at least 2 directors. ഏതാണ് ശരി? പബ്ലിക് കമ്പനി റിലേറ്റഡ് ആയിട്ട് ഷെയർസ് ആർ റെസ്ട്രിക്റ്റഡ് ഫോർ ട്രാൻസ്ഫർ ശരിയാണോ? അല്ല അല്ലേ? ഷെയർസ് ആർ ഫ്രീലി ട്രാൻസ്ഫറബിൾ ആണ് പബ്ലിക് കമ്പനിയിൽ. ഇറ്റ് കനോട്ട് ഇഷ്യൂ പ്രോസ്പെക്ടസ്, അതും എന്താണ്? റോങ് ആണ്. പബ്ലിക് കമ്പനി ക്യാൻ ഇഷ്യൂ പ്രോസ്പെക്ടസ് ഫോർ ഇൻവൈറ്റിംഗ് പബ്ലിക് അല്ലേ? ഇറ്റ് ഹാസ് നോ മാക്സിമം ലിമിറ്റ് ഫോർ മെമ്പേഴ്സ് ശരിയാണ് അല്ലേ? എന്താണ്? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. പബ്ലിക് കമ്പനിയിലെ മാക്സിമം നമ്പറിന് ലിമിറ്റ് ഇല്ല. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ മിനിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് റിക്വയർഡ് ടു ഫോം പ്രൈവറ്റ് കമ്പനി? പ്രൈവറ്റ് കമ്പനി ഫോം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള മിനിമം നമ്പർ എത്രയാണ്? 2 അല്ലേ? 2 പേരുണ്ടെങ്കിലാണ് പ്രൈവറ്റ് കമ്പനി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കുക. ദെൻ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, what is the maximum number of members allowed in a private company? Private company allow ചെയ്യുന്ന maximum number of members excluding employees. എംപ്ലോയീസിനെ എക്സ്ക്ലൂഡ് ചെയ്തുകൊണ്ട് എത്രയാണ്? 200 അല്ലേ? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. 200 മെമ്പേഴ്സിനെയാണ് അലോ ചെയ്യാനായിട്ട് സാധിക്കുക. വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്യാൻ ഓൺലി ബി ഇഷ്യൂഡ് ബൈ എ പബ്ലിക് കമ്പനി? പബ്ലിക് കമ്പനിക്ക് മാത്രം ഇഷ്യൂ ചെയ്യാൻ പറ്റുന്നത് ഡെഫേർഡ് ഷെയർസ്, ഷെയർ വാറൻസ്, ഷെയർസ് വിത്ത് വോട്ടിംഗ് റൈറ്റ്സ്, പ്രിഫറൻസ് ഷെയർസ്. പബ്ലിക് കമ്പനിക്ക് മാത്രം ഇഷ്യൂ ചെയ്യാൻ പറ്റുന്നത് ഏതാണ്? ഷെയർ വാറൻസ്. ഷെയർ വാറൻസ് പ്രൈവറ്റ് കമ്പനിക്ക് ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല. അതേപോലെ ഡെഫേർഡ് ഷെയർസ് പ്രൈവറ്റ് കമ്പനിക്ക് മാത്രമേ ഇഷ്യൂ ചെയ്യാൻ പറ്റുള്ളൂ, പബ്ലിക് കമ്പനിക്ക് ഇഷ്യൂ ചെയ്യാനായിട്ട് പറ്റില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഡോക്യുമെന്റ് മസ്റ്റ് എ പ്രൈവറ്റ് കമ്പനി നോട്ട് ഇഷ്യൂ? പ്രൈവറ്റ് കമ്പനി ഇഷ്യൂ ചെയ്യാൻ പാടില്ലാത്ത ഡോക്യുമെന്റ് ഏതാണ്? മെമ്മോറാണ്ടം, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ, പ്രോസ്പെക്ടസ്, ഡിക്ലറേഷൻ ഓഫ് കംപ്ലൈൻസ്. പ്രൈവറ്റ് കമ്പനി ഇഷ്യൂ ചെയ്യാൻ പാടില്ലാത്ത ഏതാണ്? പ്രോസ്പെക്ടസ് അല്ലെ? ബാക്കിയെല്ലാം കമ്പൽസറി ആണ്, ഇൻകോർപ്പറേഷന് ആവശ്യമാണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ പ്രൈവറ്റ് കമ്പനി മസ്റ്റ് ആഡ് വിച്ച് സഫിക്സ് ടു ഇറ്റ്സ് നെയിംസ്? പ്രൈവറ്റ് കമ്പനി ആഡ് ചെയ്യേണ്ടത് ഏതാണ്? ലിമിറ്റഡ്, പ്രൈവറ്റ് ലിമിറ്റഡ്, ഇൻകോർപ്പറേഷൻ, പബ്ലിക് ലിമിറ്റഡ്. പ്രൈവറ്റ് ലിമിറ്റഡ് അല്ലേ? PVT ലിമിറ്റഡ്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മെനി ഡയറക്ടേഴ്സ് ആർ റിക്വയർഡ് ഫോർ എ പബ്ലിക് കമ്പനി? പബ്ലിക് കമ്പനിക്ക് ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ പബ്ലിക് കമ്പനി റൺ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള മിനിമം നമ്പർ ഓഫ് ഡയറക്ടേഴ്സ് എത്രയാണ്? 3 അല്ലേ? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ പ്രിവിലേജ് ഓഫ് പ്രൈവറ്റ് കമ്പനി? പ്രൈവറ്റ് കമ്പനിയുടെ പ്രിവിലേജ് അല്ലാത്തത് ഏതാണെന്നുള്ളതാണ്. ഇറ്റ് നോട്ട് റിക്വയർഡ് ടു ഫയൽ പ്രോസ്പെക്ടസ്, നോ റെസ്ട്രിക്ഷൻസ് ഫോർ മാനേജീരിയൽ റെമ്യൂണറേഷൻ, cannot freely transfer shares, only 2 members are needed for meeting. ഇതിൽ ഏതാണ് പ്രിവിലേജ് അല്ലാത്തത്? ഓപ്ഷൻ സി ആണ് പ്രിവിലേജ് ആയിട്ട് കൺസിഡർ ചെയ്യാത്തത് അല്ലേ? ട്രാൻസ്ഫർ ഓഫ് ഷെയർസിൽ റെസ്ട്രിക്ഷൻ മാത്രമാണ് അവിടെ ഒരു കൺസ്ട്രെയിൻ ആയിട്ട് പറയുന്നത്. ബാക്കിയെല്ലാം എന്താണ്? നമ്മുടെ പ്രൈവറ്റ് കമ്പനിയുടെ പ്രിവിലേജ് ആണ്. എന്താണ്? പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യേണ്ട, അതൊരു പ്രിവിലേജ് ആണ്. മാനേജീരിയൽ റെമ്യൂണറേഷന് റെസ്ട്രിക്ഷൻസ് ഇല്ല, അതും പ്രിവിലേജ് ആണ്. മീറ്റിംഗ്സ് കണ്ടക്ട് ചെയ്യാൻ 2 മെമ്പേഴ്സ് മതി, അതും എന്താണ്? ഒരു പ്രിവിലേജ് ആണ്. അപ്പോൾ റെസ്ട്രിക്ഷൻസ് ഓൺ ദ ട്രാൻസ്ഫർ ഓഫ് ഷെയർ മാത്രമാണ് അവിടെ പ്രൈവറ്റ് കമ്പനിയുടെ ഒരു റെസ്ട്രിക്ഷൻ അല്ലെങ്കിൽ കൺസ്ട്രെയിൻ ആയിട്ട് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ ദ ഫോർമേഷൻ ഓഫ് കമ്പനി? കമ്പനി ഫോർമേഷനിലെ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻകോർപ്പറേഷൻ, കമൻസ്മെന്റ്, പ്രൊമോഷൻ, റേസിംഗ് ഓഫ് ക്യാപിറ്റൽ. ഏതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്? പ്രൊമോഷൻ അല്ലെ? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൂ ഈസ് ഡിഫൈൻഡ് ആസ് എ പ്രൊമോട്ടർ അണ്ടർ ദ കമ്പനീസ് ആക്ട് 2013? കമ്പനീസ് ആക്ട് 2013 പ്രകാരം ആരെയാണ് പ്രൊമോട്ടർ എന്നുള്ള രീതിയിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? എ ഷെയർ ഹോൾഡർ വിത്ത് മെജോറിറ്റി ഷെയർസ്, എ പേഴ്സൺ ഹു അഡ്വൈസസ് ദ ബോർഡ് ഓഫ് ഡയറക്ടർ, എ പേഴ്സൺ നെയിംഡ് ഇൻ ദ പ്രോസ്പെക്ടസ്, ബോത്ത് ബി ആൻഡ് സി. എന്താണ്? ബോത്ത് ബി ആൻഡ് സി അല്ലേ? പേഴ്സൺ ഹു അഡ്വൈസസ് ദ ബോർഡ് ഓഫ് ഡയറക്ടർ ആൻഡ് എ പേഴ്സൺ
നെയിംഡ് ഇൻ ദി പ്രോസ്പെക്ടസ്. പ്രോസ്പെക്ടസിൽ നെയിമുള്ള വ്യക്തിയാവാം. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ അഡ്വൈസ് ചെയ്യാനും ഇൻസ്ട്രക്ട് ചെയ്യാനും റെഗുലേറ്റ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനും ഡയറക്റ്റ് ചെയ്യാനും അധികാരമുള്ള വ്യക്തിയാണ്. കമ്പനി അഫയേഴ്സിനെ കൺട്രോൾ ചെയ്യാൻ അധികാരമുള്ള വ്യക്തിയാണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ്. ബിയും സിയും എന്താണ് ശരിയാണ് അല്ലേ. മെജോറിറ്റി ഷെയർ ഹോൾഡ് ചെയ്യുന്ന വ്യക്തിയാവണം എന്നില്ല പ്രൊമോട്ടർ. ഓക്കെ, ആ ഒരു ഇനീഷ്യൽ ഐഡിയ കൊണ്ടുവരുന്ന ആളാണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. വാട്ട് ഈസ് ദ സ്റ്റാറ്റ്യൂട്ടറി ഫോം റിക്വയർഡ് ഫോർ റിസർവിങ് എ കമ്പനി നെയിം ഡ്യൂറിങ് ഇൻകോർപ്പറേഷൻ? കമ്പനി നെയിം ഇൻകോർപ്പറേഷൻ്റെ സമയത്ത് റിസർവ് ചെയ്ത് വെക്കാൻ 20 ദിവസം വരെ റിസർവ് ചെയ്യാൻ നമ്മൾ പറഞ്ഞു. അതിന് വേണ്ടിയിട്ടുള്ള ഫോം ഏതാണ്? INC 1, INC 7, INC 22, INC 9. INC 1 ആണ് കേട്ടോ. INC 1 ആണ് കമ്പനി നെയിം റിസർവ് ചെയ്ത് വെക്കാനായിട്ടുള്ള ഫോം എന്ന് പറയുന്നത്. ഹൗ മെനി ഡിജിറ്റ്സ് ഡസ് എ കോർപ്പറേറ്റ് ഐഡന്റിറ്റി നമ്പർ ഹാവ്? CIN നമ്പറിൽ, കോർപ്പറേറ്റ് ഐഡന്റിറ്റി നമ്പറിൽ നമ്മുടെ സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ കിട്ടുമ്പോൾ അതിലുണ്ടാകുന്നതാണ് കോർപ്പറേറ്റ് ഐഡന്റിറ്റി നമ്പർ. അത് എത്ര ഡിജിറ്റ് നമ്പറാണ്? 12, 16, 21, 25. എത്ര ഡിജിറ്റ് നമ്പറാണ്? 21 അല്ലേ. അതിൽ ലാസ്റ്റ് 6 ഡിജിറ്റ് ആയിരിക്കും കമ്പനിയുടെ രജിസ്ട്രേഷൻ നമ്പർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് സെക്ഷൻ ഓഫ് ദ കമ്പനീസ് ആക്ട് ഡീൽസ് വിത്ത് ദ രജിസ്റ്റേർഡ് ഓഫീസ് ഓഫ് ദ കമ്പനി? രജിസ്റ്റേർഡ് ഓഫീസ് ഓഫ് ദ കമ്പനി ഡീൽ ചെയ്യുന്ന സെക്ഷൻ. സെക്ഷൻ 268, സെക്ഷൻ 3, സെക്ഷൻ 7, സെക്ഷൻ 12. ഏത് സെക്ഷനിലാണ് രജിസ്റ്റേർഡ് ഓഫീസ് പറയുന്നത്? സെക്ഷൻ 12. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് റിക്വയർഡ് ഫോർ ചേഞ്ചിങ് ദ രജിസ്റ്റേർഡ് ഓഫീസ് ഓഫ് ദ കമ്പനി ഫ്രം വൺ രജിസ്ട്രാർസ് ജൂറിസ്ഡിക്ഷൻ ടു അനദർ ഇൻ ദ സെയിം സ്റ്റേറ്റ്? അപ്പോൾ എന്താണ്, ഒരു സ്റ്റേറ്റിൽ തന്നെയാണ്, പക്ഷേ ഒരു രജിസ്ട്രാറിൻ്റെ ജൂറിസ്ഡിക്ഷനിൽ നിന്ന് മറ്റൊരു രജിസ്ട്രാറിൻ്റെ ജൂറിസ്ഡിക്ഷനിലേക്ക് മാറുകയാണെങ്കിൽ അതിന് വേണ്ട പ്രൊസീജിയർ ബോർഡ് റെസൊല്യൂഷൻ മാത്രം മതിയോ? അല്ല, അപ്പം അതല്ല. അപ്രൂവൽ ഫ്രം റീജിയണൽ ഡയറക്ടർ, സ്പെഷ്യൽ റെസൊല്യൂഷൻ, നോട്ടീസ് ടു ഷെയർ ഹോൾഡേഴ്സ്. ഇതാണ് ആൻസർ വരിക. അപ്രൂവൽ ഫ്രം റീജിയണൽ ഡയറക്ടേഴ്സ് അല്ലേ. ഒരു ജൂറിസ്ഡിക്ഷനിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറണമെങ്കിൽ നമ്മുടെ റീജിയണൽ ഓഫീസറുടെ അപ്രൂവലാണ് ആവശ്യമായിട്ട് വരുന്നത്. ഇപ്പോൾ സെയിം സിറ്റി ടൗൺ ഒക്കെയാണ് അല്ലെങ്കിൽ സെയിം ജൂറിസ്ഡിക്ഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു സ്പെഷ്യൽ റെസൊല്യൂഷൻ മതി. അതല്ലെങ്കിൽ അപ്രൂവൽ ഫ്രം ദി റീജിയണൽ ഡയറക്ടർ ഈസ് റിക്വയർഡ്. ആൻഡ് ഈ ക്വസ്റ്റ്യൻ 2022 നടന്ന PSCയിലെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. 093/2022 കാറ്റഗറി എക്സാമിൽ ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിൽ നടന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ വരുന്ന ഒന്നാണ് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം PSC ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ആർ കറക്റ്റ് ആസ് പെർ ദ കമ്പനീസ് ആക്ട് 2013? കമ്പനീസ് ആക്ട് 2013 പ്രകാരം കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. മിനിമം നമ്പർ ഓഫ് ഡയറക്ടർ ഇൻ എ പബ്ലിക് കമ്പനി ഈസ് 5. മിനിമം നമ്പർ ഓഫ് ഡയറക്ടർ ഇൻ എ പബ്ലിക് കമ്പനി ഈസ് 3. മിനിമം നമ്പർ ഓഫ് ഡയറക്ടർ ഇൻ എ പ്രൈവറ്റ് കമ്പനി ഈസ് 2. ഓക്കെ, ഇതിലേതാണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്? മിനിമം നമ്പർ ഓഫ് ഡയറക്ടർ ഇൻ എ പബ്ലിക് കമ്പനി 5 ആണോ? അല്ല. മിനിമം നമ്പർ ഓഫ് ഡയറക്ടർ ഇൻ പബ്ലിക് കമ്പനി ഈസ് 3. മിനിമം നമ്പർ ഓഫ് ഡയറക്ടർ ഇൻ എ പ്രൈവറ്റ് കമ്പനി ഈസ് 2 അല്ലേ. അപ്പോൾ 2 and 3 ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, ഇത് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. 2022 നടന്ന ജൂനിയർ അക്കൗണ്ടൻറ്റിൻ്റെ എക്സാമിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടാവും. അതുപോലത്തെ സ്റ്റേറ്റ്മെൻറ്റ്സ് വരുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്, പബ്ലിക് ആണോ പ്രൈവറ്റ് ആണോ എന്നുള്ളത്. അപ്പം അത് ഒഴിവാക്കാനാണ് നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ എത്ര നമ്പർ ഓഫ് മെമ്പേഴ്സ് ആണ് എന്നുള്ളത് പറയണത്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നെക്സ്റ്റ് സെയിം ക്വസ്റ്റ്യൻ, സെയിം ജൂനിയർ അക്കൗണ്ടൻറ്റിൻ്റെ സെയിം കാറ്റഗറി നമ്പർ എക്സാമിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 093/2022 2022 നടന്ന PSC എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. എന്താണ് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എ പബ്ലിക് കമ്പനി ക്യാൻ ഇഷ്യൂ റൈറ്റ് ഷെയർസ് ആൻഡ് ബോണസ് ഷെയർസ്. ഈ പ്രൈവറ്റ് കമ്പനി ക്യാൻ ഇഷ്യൂ റൈറ്റ് ഷെയർസ് ആൻഡ് ബോണസ് ഷെയർസ്. പബ്ലിക് കമ്പനിക്കും പ്രൈവറ്റ് കമ്പനിക്കും റൈറ്റ് ഷെയർസും ബോണസ് ഷെയർസും ഇഷ്യൂ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് സ്റ്റേറ്റ്മെൻറ്റ്. ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. ഓക്കെ, ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ബോത്ത് 1 and 2 ആർ കറക്റ്റ്. പബ്ലിക് കമ്പനിക്കായാലും പ്രൈവറ്റ് കമ്പനിക്കാണെങ്കിലും റൈറ്റ് ആൻഡ് ബോണസ് ഷെയർ, റൈറ്റ് ഷെയർ ബോണസ് ഷെയർ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വരും. റൈറ്റ് ഷെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് ഓഫർ ചെയ്യുന്നതാണ് റൈറ്റ് ഷെയർ.
ബോണസ് ഷെയർ ആണെങ്കിലോ എംപ്ലോയീസിന് കൊടുക്കുന്നതാണ്. അപ്പോൾ പബ്ലിക് ആണെങ്കിലും പ്രൈവറ്റ് ആണെങ്കിലും അവർക്കത് ഇഷ്യൂ ചെയ്യാനായിട്ടുള്ള അധികാരമുണ്ട്. അപ്പോൾ ഇത് ഇക്വിറ്റി ഷെയറിൻ്റെ ഫോമിലൊക്കെ ആയിട്ടായിരിക്കും ഈ റൈറ്റ് ഷെയർസ് കൊടുക്കുക. അപ്പോൾ പബ്ലിക് ആണെങ്കിലും പ്രൈവറ്റ് ആണെങ്കിലും ഈ രണ്ട് കൈൻഡ് ഓഫ് ഷെയർസ് റൈറ്റും ബോണസും കൊടുക്കാനായിട്ടുള്ള അധികാരമുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ഇതും എന്താണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, കഴിഞ്ഞ പ്രാവശ്യത്തെ എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കമ്പനീസ് ആക്ട് 2013 ഈസ് എൻ അമെൻമെന്റ് ടു ദ കമ്പനീസ് ആക്ട്. ഇത് 2024 ഓക്കെ, ഈ വർഷം നടന്ന കാറ്റഗറി നമ്പർ 167/2024 ആ ഒരു എക്സാമിൽ, ജൂനിയർ അക്കൗണ്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു എക്സാമിൽ എന്താണ് നമുക്ക് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് എന്ത്, കമ്പനീസ് ആക്ട് 2013 ഈസ് ആൻ അമെൻമെന്റ് ടു ദ കമ്പനീസ് ആക്ട്. ഏത് കമ്പനീസ് ആക്ടിനെ അമെൻഡ് ചെയ്തിട്ടാണ് കമ്പനീസ് ആക്ട് 2013 നിലവിൽ വന്നത്? 1947, 1990, 1956, 1979. ഏതാണ്? 1956 അല്ലേ? ഓപ്ഷൻ സി. അപ്പം ഇതും എന്താണ് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ലേ? ലോയുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ പറഞ്ഞു തുടങ്ങിയ ടോപ്പിക് അല്ലേ. 1956 കമ്പനീസ് ആക്ടിനെ അമെൻഡ് ചെയ്തുകൊണ്ടാണ് കമ്പനീസ് ആക്ട് 2013 ഇന്ത്യയിൽ നിലവിൽ വന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ പ്രൈവറ്റ് കമ്പനി വിച്ച് ഈസ് എ സബ്സിഡിയറി ഓഫ് എ പബ്ലിക് കമ്പനി ഈസ് ടേംഡ് ആസ്. പ്രൈവറ്റ് കമ്പനിയാണ്, പക്ഷേ സബ്സിഡിയറി ഓഫ് പബ്ലിക് കമ്പനി ആണെങ്കിൽ ആ കമ്പനീനെ എന്താ പറയുക? പബ്ലിക് കമ്പനി, പ്രൈവറ്റ് കമ്പനി, ഹോൾഡിംഗ് കമ്പനി, ഡോർമെൻറ്റ് കമ്പനി. ഇറ്റ് ഈസ് ഓൾസോ കൺസിഡേർഡ് ആസ് എ പബ്ലിക് കമ്പനി അല്ലെ? പ്രൈവറ്റ് കമ്പനി ആയിട്ട് രജിസ്റ്റർ ചെയ്തു, പക്ഷെ പിന്നീട് ഒരു പബ്ലിക് കമ്പനിയുടെ അണ്ടറിൽ അല്ലെങ്കിൽ സബ്സിഡിയറി ആയിട്ട് മാറുകയാണെന്നുണ്ടെങ്കിൽ ദേ ഓൾസോ കൺസിഡേർഡ് ടു ബി എ പബ്ലിക് കമ്പനി. ഓക്കെ, ഡാഷ് ഈസ് ദ ബർത്ത് സർട്ടിഫിക്കറ്റ് ഓഫ് ദ കമ്പനി. കമ്പനിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് ഏതാണ്? സർട്ടിഫിക്കറ്റ് ഓഫ് കമൻസ്മെന്റ്, സർട്ടിഫിക്കറ്റ് ഓഫ് ഫോർമേഷൻ, സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ, നൺ ഓഫ് ദി എബോവ്. സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ അല്ലെ? സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ ആണ് ബർത്ത് സർട്ടിഫിക്കറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആർ കറക്റ്റ്? താഴെ തന്നിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. പബ്ലിക് കമ്പനി ക്യാൻ കമൻസ് ബിസിനസ് ഇമ്മീഡിയറ്റ്ലി ഓൺ ഇൻകോർപ്പറേഷൻ. ആൻഡ് ദ സെക്കൻഡ് വൺ, the certificate of incorporation is a conclusive proof that the company is registered on the date shown in it. Okay, അപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? പബ്ലിക് കമ്പനി ക്യാൻ കമൻസ് ബിസിനസ് ഇമ്മീഡിയറ്റ്ലി ഓൺ ഇൻകോർപ്പറേഷൻ. ഇൻകോർപ്പറേഷന് ശേഷം പബ്ലിക് കമ്പനിക്ക് ഇമ്മീഡിയറ്റ്ലി ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കുമെന്നാണ്. അത് റോങ് ആണ് കേട്ടോ. ഇൻകോർപ്പറേഷന് ശേഷം പെട്ടെന്ന് പബ്ലിക് കമ്പനിക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല. അതിന് ക്യാപിറ്റൽ റേസിങ്ങും അങ്ങനത്തെ കാര്യങ്ങളുണ്ട് അല്ലേ? അപ്പം നമ്മൾ 2 സ്റ്റെപ്പാണ് എത്തിയിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു റേസിംഗ് ഓഫ് ക്യാപിറ്റൽ, ആ ഒരു പ്രൊസീജിയേഴ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമേ പബ്ലിക് കമ്പനിക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ആൻഡ് ദ സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ ഈസ് എ കൺക്ലൂസീവ് പ്രൂഫ് ദാറ്റ് ദ കമ്പനി ഈസ് രജിസ്റ്റേർഡ്. ശരിയാണ് അല്ലേ? ആ ഒരു ഡേറ്റിൽ കമ്പനി രജിസ്റ്റർ ആയി എന്നുള്ളതിൻ്റെയാണ്. അപ്പോൾ ഓൺലി 2 ഈസ് കറക്റ്റ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്? തന്നിട്ടില്ല കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. മിനിമം നമ്പർ ഓഫ് പേഴ്സൺസ് ഓർ ക്വാറം റിക്വയർഡ് ഇൻ എ മീറ്റിംഗ് ഓഫ് പബ്ലിക് കമ്പനി ഈസ് 2 persons. അങ്ങനെയാണോ പറയുന്നത്? അങ്ങനെയല്ല. എന്താണ്? നമ്പർ ഓഫ് പേഴ്സൺസ് പ്രസൻസിന്റെ ബേസിസിലാണ് പറയുന്നത്. അപ്പം നമുക്ക് മിനിമം 2 ആണെന്ന് പറയാൻ പറ്റില്ല. പബ്ലിക് കമ്പനി ക്യാൻ പ്രൊസീഡ് വിത്ത് ദ അലോട്ട്മെന്റ് ഓഫ് ഷെയർസ് ഈവൻ ബിഫോർ ഒബ്റ്റെയിനിങ് മിനിമം സബ്സ്ക്രിപ്ഷൻ. ഇല്ല, പ്രൈവറ്റ് കമ്പനിക്ക് മാത്രമേ അത് സാധിക്കുള്ളൂ. പബ്ലിക് കമ്പനിക്ക് മിനിമം സബ്സ്ക്രിപ്ഷൻ ആയാൽ മാത്രമേ അലോട്ട്മെൻറ്റുമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ ബോത്ത് 1 and 2 ആർ നോട്ട് കറക്റ്റ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ഇൻകറക്റ്റ്? ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. അക്കോർഡിംഗ് ടു സെക്ഷൻ 2 subsection 67 of the Companies Act 2013, promoted means a person who have control over the affairs of the company. എന്താണ്? കമ്പനി അഫയേഴ്സിന് മുകളിൽ കൺട്രോൾ ഉണ്ട്. പക്ഷേ ഇവിടെ എന്ത് ശരിയല്ല? സെക്ഷൻ ശരിയല്ല അല്ലേ? അപ്പം അതുകൊണ്ട് തന്നെ ഈ സ്റ്റേറ്റ്മെന്റ് എന്താണ്? റോങ് ആണ്. ആ പറയുന്ന കാര്യമൊക്കെയാണ് എന്താണ്? ഹു ഹാവ് കൺട്രോൾ ഓവർ ദി അഫയേഴ്സ് ഓഫ് കമ്പനി. പ്രൊമോട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹു ഹാവ് കൺട്രോൾ ഓവർ ദി അഫയേഴ്സ് ഓഫ് കമ്പനി. പക്ഷേ സെക്ഷൻ എന്താണ്? 2 subsection 67 അല്ല. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു സ്റ്റേറ്റ്മെന്റ് റോങ് ആവുന്നത്. ആൻഡ് DIN *4 ഡയറക്ടർ ഐഡന്റിഫിക്കേഷൻ നമ്പർ. അത് ശരിയായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലേ? DIN എന്ന് പറഞ്ഞാൽ എന്താണ്? ഡയറക്ടർ ഐഡന്റിഫിക്കേഷൻ നമ്പർ. ഇൻകോർപ്പറേഷൻ്റെ സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു.
അപ്പോൾ ഓൺലി 1 ഈസ് ഇൻകറക്റ്റ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ഇൻകറക്റ്റ്? വീണ്ടും ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് ചോദിക്കുന്നത്. ദ കമ്പനി ഷാൽ ഫർണിഷ് ടു ദ രജിസ്ട്രാർ വെരിഫിക്കേഷൻ ഓഫ് ഇറ്റ്സ് രജിസ്റ്റേർഡ് ഓഫീസ് വിത്തിൻ 30 days ഓഫ് ഇറ്റ്സ് ഇൻകോർപ്പറേഷൻ. ശരിയാണ് അല്ലേ? വിത്തിൻ 30 days അല്ലേ? വിത്തിൻ 30 days ആണ് സബ്മിറ്റ് ചെയ്യേണ്ടത്. എനി ചേഞ്ച് ഓഫ് രജിസ്റ്റേർഡ് ഓഫീസ് ഫ്രം ദ ജൂറിസ്ഡിക്ഷൻ ഓഫ് വൺ രജിസ്ട്രാർ ടു അനദർ രജിസ്ട്രാർ ഇൻ ദ സെയിം സ്റ്റേറ്റ് ഷാൽ ബി ഡൺ ഓൺലി വിത്ത് ദ അപ്രൂവൽ ഓഫ് മെമ്പേഴ്സ് ത്രൂ സ്പെഷ്യൽ റെസൊല്യൂഷൻ. ശരിയാണോ? അല്ല. ഒരു രജിസ്ട്രാറിൻ്റെ ജൂറിസ്ഡിക്ഷനിൽ നിന്ന് അടുത്ത രജിസ്ട്രാറിൻ്റെ ജൂറിസ്ഡിക്ഷനിലേക്ക് മാറുമ്പോൾ we need to apply for the approval or confirmation from the regional officer. അപ്പോൾ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻകറക്റ്റ് ആണ്. അപ്പോൾ ഓൺലി 2 ഈസ് ഇൻകറക്റ്റ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു പോർഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇവിടെ നമ്മൾ പബ്ലിക് കമ്പനിയും പ്രൈവറ്റ് കമ്പനിയും കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കി. നമ്മൾ ഇൻഫോർമേഷൻ്റെ ഫസ്റ്റ് 2 സ്റ്റെപ്സും നോക്കി. ഓക്കെ, താങ്ക് യു.